Hello everyone. Hello. Okay. How are you all? സുഖായിട്ടിരിക്കല്ലേ എല്ലാവരും? ഓക്കെ, നമ്മുടെ മലയാള എക്സാം എല്ലാവരും അടിച്ചു പൊളിച്ച് എഴുതി അല്ലേ? അപ്പൊ അതേപോലെ തന്നെ അടിപൊളിയാക്കണ്ടേ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം? യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ഇന്ന് കുറെ കാലം ഡിസ്കസ്. എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് റെഡ് ആപ്പിൾ കാണിച്ചാലോ ടീച്ചർ? റെഡ് ആപ്പിൾ കാണിച്ചാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ. ഓക്കെ, വെരി നൈസ്, വെരി ഗുഡ്, വാവ്. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ റൈറ്റിംഗ് സെക്ഷനും അതേപോലെ തന്നെ ഗ്രാമർ സെക്ഷനുമാണ് ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ഞാനും പാർവതി മിസ്സും ഇവിടെ സെറ്റാണ്. നിങ്ങൾ എങ്ങനെയാ ഗൈസ്, റെഡി ആണോ? റെഡി ആണെങ്കിൽ നമ്മുടെ ഫയർ പോരട്ടെ. ഓക്കെ, വെരി നൈസ്, ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നറേഷൻ തുടങ്ങാം ടീച്ചർ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് നറേഷൻസ്. യെസ്, ഓക്കെ. അപ്പൊ അയ്യോ, അതിന് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് യൂണിറ്റ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. സോ ബിഫോർ ദാറ്റ് നമുക്ക് ഓരോ യൂണിറ്റിലും വരുന്ന ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് കാണാം അല്ലേ? യെസ്. അപ്പൊ യൂണിറ്റ് 1 ഞാൻ പറയണോ പാർവതി പറയൂ? ടീച്ചർ പറഞ്ഞോ. യൂണിറ്റ് 1 നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ, ദ സ്നേക്ക് ആൻഡ് മിറർ, ദ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് അല്ലെ? 2 സ്റ്റോറീസ്, ഒരു പോയമാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചത്. അതെ, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് യൂണിറ്റ് കവർ ചെയ്യാം അല്ലെ? അതെ, സെക്കൻഡ് യൂണിറ്റിൽ ഏതൊക്കെയാണ്? പ്രൊജക്ട് ടൈഗർ ഉണ്ട്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് പ്രൊജക്ട് ടൈഗർ. അതുപോലെ മൈ സിസ്റ്റേഴ്സ് ഷൂ, ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു ക്യൂട്ട് ചാപ്റ്റർ ആണ് സിസ്റ്റേഴ്സ് ഷൂ അല്ലെ? അതുപോലെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫോർത്ത് യൂണിറ്റ് നോക്കാം. ഫോർത്ത് അല്ല, തേർഡ്. ഓക്കെ, യൂണിറ്റ് 3, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ആൻഡ് ദെൻ പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ. റിപ്പീറ്റഡ് ആയിട്ട് അപ്രീസിയേഷൻ ചോദിച്ച് കാണുന്ന ഒരു പോയം കൂടിയാണ് ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ. ആൻഡ് ദെൻ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ് 4 അല്ലെ? ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. നരേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന്. നെക്സ്റ്റ് ആണ് പോയിട്രി. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയമാണ്, പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് അപ്രീസിയേഷൻ. അതെ, അപ്രീസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചോണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് ആരും പേടിക്കേണ്ട. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ നെവർ നെസ്റ്റ്. Okay, so we are moving to the last and fifth unit, that is Vanga. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്ന 2 യൂണിറ്റ് ആണ് യൂണിറ്റ് 4 ആൻഡ് യൂണിറ്റ് 5. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വാങ്ക, ആൻഡ് ദെൻ പോയം മദർ ടു സൺ, ആൻഡ് ദെൻ ദ കസ്റ്റഡി. ഇത് 3 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു ഐഡിയ കിട്ടിയല്ലേ? ഇതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ആദ്യം പറഞ്ഞ പോലെ നരേഷനിലോട്ട് പോകാം. ഓക്കെ, സോ നരേഷനിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തേത് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഡിസ്ക്രൈബ് ദ സ്ട്രഗിൾ ഓഫ് മാത ഫോർ ജസ്റ്റിസ്. ഷീ നറേറ്റ് ദ ഇൻസിഡന്റ് അറ്റ് സ്കൂൾ ടു വൺ ഓഫ് ഹർ ഫ്രണ്ട്സ്. പ്രിപ്പയർ ദ ലൈക്ലി നരേറ്റീവ്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് നരേഷൻ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു കൊടുത്തല്ലോ ടീച്ചറെ? യെസ്, വെരി ഗുഡ്, പറഞ്ഞു ടീച്ചറെ. ഓക്കെ, നരേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കഥയിലെ എന്തെല്ലാം ഇൻസിഡൻസ് ആണോ വരുന്നത് അത് മാത്രമാണ് നമ്മൾ നരേഷനിൽ ഉൾപ്പെടുത്തുന്നത്. അവിടെ നമ്മുടെ ഒപ്പീനിയനോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള നമ്മുടെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് നമ്മളുടേതായ ഓൺ വേർഡ്സിനൊന്നും അവിടെ പ്രാധാന്യമില്ല, അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മളോട് പറഞ്ഞു ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിക്കണം. നരേഷൻ അത് ഏത് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിക്കുക. ചിലപ്പോൾ ഇവിടെ നമ്മൾ മാർത്ത നരേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നരേഷൻ വരുന്നതെങ്കിൽ അത് ഫസ്റ്റ് പേഴ്സൺ നരേഷനിൽ വേണം അത് എഴുതാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയും മാർത്ത പറയുന്ന അല്ലെങ്കിൽ ആ കഥ വായിച്ചിട്ട് ആ കഥയിലെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മളത് വായിച്ചിട്ട് നമ്മൾ നരേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് തേർഡ് പേഴ്സൺ നരേറ്റീവിൽ വേണം അത് എഴുതാനായിട്ട്. അപ്പോൾ തരുന്ന ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ വായിച്ചിട്ട് വേണം നരേഷൻ നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആൻസർ നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആൻസർ മാർത്തയുടെ കഥയാണ് അല്ലേ? മാർത്തയുടെ കഥ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എസ്പെഷ്യലി നമുക്ക് പറയാനുള്ള മാർത്തയുടെ മാർക്സ് കിട്ടിയിട്ട് ആ ജാക്കറ്റ് കിട്ടാത്തൊരു സ്റ്റോറിയാണ്. സങ്കടം വരും, പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ മാർത്തയ്ക്ക് ആ ജാക്കറ്റ് കിട്ടുന്നുണ്ട്. മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ ആണ് വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ചാപ്റ്റർ അല്ലേ? അതുപോലെ മാർത്തയുടെ സ്റ്റാർട്ടിങ് നോക്കിയിട്ട് മാർത്ത ഈസ് കമ്മിങ് ഫ്രം എ പുവർ ഫാമിലി. അവളുടെ അച്ഛനും അമ്മയ്ക്കും അവളെ നോക്കാൻ ഒട്ടും കഴിയാത്ത കാരണം അവളുടെ ഗ്രാൻഡ് പാരൻസ്, അതായത് ഫാമേഴ്സ് ആണ് അവളുടെ ഗ്രാൻഡ് പാരൻസ്, അവരുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നു. അതുപോലെ മാർത്ത അവിടെ നിന്ന് പഠിച്ച് വളരുമ്പോൾ മാർത്തയ്ക്ക് സ്റ്റാർട്ടിങ്ങേ തുടങ്ങി നല്ലൊരു മാർക്ക് കിട്ടുന്ന ഒരു കാഡറ്റ് അല്ലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ക്യാരക്ടർ മാർത്തയ്ക്ക് സ്റ്റുഡന്റ് നല്ലൊരു മാർക്ക് കിട്ടുമ്പോൾ മാർത്തയുടെ സ്കൂളിൽ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്നതായിട്ട് മാർത്ത അറിയുന്നുണ്ട്. സ്കൂളിലെ കസ്റ്റമാണ്. സ്കൂളിലെ കസ്റ്റമാണ്. ഓക്കെ, 8th സ്റ്റാൻഡേർഡ് വരെ നല്ല ഗ്രേഡോടുകൂടി പാസ് ആവുന്ന ആൾക്ക് ആ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജാക്കറ്റ്, സ്കോളർഷിപ്പ് ജാക്കറ്റ്. അതെ, അപ്പൊ ആ ഒരു ടൈമിൽ അവിടെ വേറൊരു വില്ലൻ കയറി വരികയാണ് അല്ലേ? ഒരു കുട്ടിയുടെ അച്ഛൻ പറയുന്നു ആ കുട്ടിക്ക് ആ ജാക്കറ്റ് വേണമെന്ന്. പക്ഷേ മാർത്ത
ഭയങ്കര ഒരു സങ്കടത്തിലേക്ക് വരണം. അത്രയും നാള് കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ഗിഫ്റ്റ് കിട്ടണം, അല്ല ഒരു പ്രൈസ് അല്ല ഒരു ഓണർ കിട്ടാണ്ടാവുമ്പോൾ മാർത്തയ്ക്ക് അവിടെ സങ്കടം വരെയാണ്. അതിനവർ ചെയ്യുന്ന ഒരു പണി കൂടി ഉണ്ട്. സ്കോളർഷിപ്പ് ജാക്കറ്റ് $15. യെസ്, മാനേജ്മെന്റ് അതിന് ഫീസ് ഏർപ്പാടാക്കും. $15 അടക്കേണ്ടി വരുന്നു. ഈവൻ ഇഫ് ഷി വാണ്ട് ടു ഗെറ്റ് ദ ജാക്കറ്റ്, ഷി വാണ്ട് ടു പേ ദ മണി ഫോർ ദ ജാക്കറ്റ്. പക്ഷേ മാർത്ത ഈ സെയിം കാര്യം കറിഞ്ഞ് ഗ്രാൻഡ് ഫാദറിനോട് പറയുമ്പോൾ ഗ്രാൻഡ് ഫാദർ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ നേടി എടുക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല, നമ്മളെ തേടിയത് വന്നിരിക്കും. അങ്ങനെ വാങ്ങിയാൽ പൈസ കൊടുത്ത സ്കോളർഷിപ്പ് ജാക്കറ്റ് വാങ്ങിയാൽ അത് ജാക്കറ്റ് ആണോ പാർവതി? അല്ല, ഒരു വാല്യൂ ഉണ്ടാവില്ല. നമുക്ക് ഏത് കടയിൽ പോയി ആ ജാക്കറ്റ് മേടിക്കാൻ പറ്റും, തീർച്ചയായും. അപ്പോ മാർത്ത അങ്ങനെ കറിഞ്ഞിരിക്കുമ്പോൾ മാർത്തയുടെ ടീച്ചേഴ്സ് ഒക്കെ മാർത്തിനെ സപ്പോർട്ട് ചെയ്ത്, എക്സാക്ട്ലി എസ്പെഷ്യലി ദ പ്രിൻസിപ്പൽ ഹിസ്റ്ററി ടീച്ചറൊക്കെ മാർത്തിനെ ഇത്തിരി സപ്പോർട്ട് ചെയ്തിട്ട് ആ ജാക്കറ്റ് ലാസ്റ്റ് മാർത്തയ്ക്ക് തന്നെ കിട്ടും. ബിക്കോസ് അത് ഷി വാസ് ഡിസേർവിംഗ് ദാറ്റ് ജാക്കറ്റ് അല്ലേ? അപ്പോൾ ക്ലിയർ അല്ലേ? ഫസ്റ്റ് നറേറ്റീവ് പാർട്ട് ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നറേഷന്റെ ക്ലിയർ അല്ലേ? മാർത്തയുടെ ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ, അത് ആ ഗ്രാൻഡ് ഫാദർ പറയുന്ന ഡയലോഗ് പവർഫുൾ ആണ്. അതെ, തീർച്ചയായും. ആ ഒരു ഡയലോഗിലാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പൾ തന്റെ ഡിസിഷൻ മാറ്റണം എന്ന തീരുമാനത്തിലേക്ക് വരെ എത്തുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാൻഡ് ഫാദറിന്റെ ക്യാറ്റ് സ്കെച്ച് നരേഷന്റെ ഒപ്പം നിങ്ങൾ അതൊക്കെ നോക്കുന്ന സമയത്ത് ഗ്രാൻഡ് ഫാദറിന്റെ ആ ഒരു ഡയലോഗ് അത് ഒരിക്കലും മക്കള് വിട്ടുപോകരുത്. Okay, fine. So we are moving to the second question. The story Adventures in Banyan Tree portrays a boy's close-kin relationship with nature. Narrate in your own words the incident which the boy witnessed. Okay, so ബനിയൻ ട്രീയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഭയങ്കര സിമ്പിൾ. ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ അല്ലേ, നമ്മളെ ഇഷ്ടത്തോടെ പഠിച്ച് നമ്മൾ ആദ്യം തുടങ്ങിയ ഒരു ചാപ്റ്റർ ആണ് ബാനിയൻ ട്രീ. അതിൽ ആരെ റസ്കിൻ ബോണ്ടാണ്. റസ്കിൻ ബോണ്ട് താമസിക്കുന്ന തന്നെ ഒരു ഹിമാലയൻ ഏരിയയിലാണ്, അതിന്റെ ഷിംല പ്ലേസിലാണ് നമ്മുടെ റസ്കിൻ ബോണ്ട് താമസിക്കുന്നത്. അവിടുത്തെ മെയിൻ എന്ന് വെച്ചാൽ പ്രകൃതി, ദ പീപ്പിൾ ആർ റിലേറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്. അവിടെ പ്രകൃതിയായിട്ട് ഇണങ്ങിയാണ് അവിടുത്തെ ആൾക്കാർ താമസിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു കഥയിലും അത് തന്നെയാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. നമ്മുടെ നറേറ്റർ അല്ല നമ്മുടെ ബോയ് വെക്കേഷൻസിൽ പാരന്റ്സിന്റെ കൂടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്? അവിടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട്ടിൽ നിറച്ച് നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. അവിടെ മെയിൻ ഹൈലൈറ്റ് എന്താണ്? അവിടുത്തെ ദാറ്റ് മാഗ്നിഫിഷ്യന്റ് ബനിയൻ ട്രീ. യെസ്, എക്സാക്ട്ലി. ആ ബനിയൻ ട്രീ നല്ല വലുതാണ്. അപ്പോൾ ഭയങ്കര എൻജോയ്മെന്റ് ആണ് നമ്മുടെ റൈറ്ററിന്, അല്ലെ നമ്മുടെ ആ ഒരു ക്യാരക്ടർ ബോയിന് ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഒരു സ്ഥലത്ത് ചിരിച്ചും കളിച്ചും. അവിടെ കുറെ പക്ഷികളും എല്ലാവരും ഉണ്ട്. നമ്മുടെ ബോയ് അവിടെ ഇരുന്നാണ് സമയം കൂടുതൽ ചെലവഴിക്കുന്നത്. പിന്നെ ടീച്ചർ കുഷ്യൻസ് ഒക്കെ വെച്ച് പ്ലാറ്റ്ഫോം ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഹാഫ് വേ അപ്പിൽ വെച്ചിട്ട് എന്താണ് നമ്മുടെ ബോയ് ഒരു എന്താ പറയാ പ്ലാറ്റ്ഫോം ഒക്കെ റെഡിയാക്കി അവിടെ അവന് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് വായിക്കാൻ ഇഷ്ടമുള്ള കുറെ ബുക്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഇടയ്ക്കിരുന്ന് വായിക്കുന്നു. അതേപോലെ തന്നെ വായിക്കുന്ന അത് മീൻസ് റീഡിങ് ഒന്ന് ബോറിംഗ് ആയിട്ട് തോന്നുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നേച്ചറിലെ ഓരോ കാഴ്ചകളും ഓരോ സൈറ്റും വളരെ എന്താ പറയാ എക്സൈറ്റ്മെന്റോടെ അവനത് എന്താ വാച്ച് ചെയ്തോണ്ടിരിക്കും. പിന്നെ ഏപ്രിൽ മാസത്തിൽ ഒരു ആഫ്റ്റർനൂണിൽ വാട്ട് ഹാപ്പൻ പാവതി അറ്റ് ദ ടൈം എന്തോ ഒരു ഫൈറ്റ് നടന്നല്ലേ രണ്ട് ആനിമൽസ് തമ്മിൽ. വാട്ട് വാസ് ദാറ്റ്? ഫൈറ്റ് ബിറ്റ്വീൻ a snake and a mongoose. ടീച്ചർ അപ്പോൾ നമ്മൾ ആ സ്നേക്ക് ആൻഡ് മംഗൂസിൽ കാണുമ്പോൾ തന്നെ അത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഒരു ആക്ഷൻ ആണ് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ. ആ ചാപ്റ്ററിനെ കുറച്ചും കൂടെ ഒരു പവർഫുൾ ആക്കുന്ന ഒരു സംഭവം കൂടെയാണ് ആ ഒരു ഇൻസിഡന്റ് അല്ലേ. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആണ് ആ ഇൻസിഡന്റ്. ഓക്കേ, ദ ഫൈറ്റ് ബിറ്റ്വീൻ സ്നേക്ക് ആൻഡ് മംഗൂസ്, ദാറ്റ്സ് എ ഹൈലൈറ്റഡ് ഇൻസിഡന്റ് ഓഫ് ദാറ്റ് സ്റ്റോറി. അത് തന്നെയാണ് നമ്മുടെ നരേഷനിലും നമ്മൾ കൂടുതലായിട്ടും മെൻഷൻ ചെയ്യേണ്ടതും. എക്സാക്ട്. കൂടുതലായിട്ടും അതിലത്തെ കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് പറയുമ്പോൾ സ്നേക്ക് ആൻഡ് മംഗൂസ് വന്നു. അവരുടെ ഇതൊരു കാണാൻ വേണ്ടി വേറെ രണ്ട് ആൾക്കാരും അവിടെ വരുന്നുണ്ട് അല്ലേ, മൈന. അവർ സ്പെക്ടേറ്റേഴ്സ് ആയിട്ട്, അതായത് അവർ തമ്മിലുള്ള ഫൈറ്റ് വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൈനയും ഒരു കാക്കയും വരുന്നു. ഇടയ്ക്ക് അവർ കയറുന്ന ഇന്റർഫിയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ വട്ടം നമ്മുടെ കാക്ക പെട്ടുപോയി. ക്രോ അതിൽ പെട്ട് എന്താണ് പാമ്പിന്റെ കടിയിട്ട് അവിടെ മരിച്ചു വീഴുന്നുണ്ട്. ബട്ട് ഫൈനലി അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റില്, അത് ഭയങ്കര വലിയൊരു ഫൈറ്റ് ആണ്, കുറച്ചധികം നേരം നീണ്ടു നിന്ന ഫൈറ്റിന്റെ അവസാനം മംഗൂസ് ജയിച്ചു. അപ്പൊ മംഗൂസ് ജയിക്കുന്നു. ഈ ഒരു ഫൈറ്റിംഗ് സീൻ, ഇതിന്റെ നരേഷൻ കൂടുതലും വരാൻ സാധ്യതയുള്ളതാണ്. ഫൈറ്റിംഗ് സീനിന്റെ നരേഷൻ അത് മിക്കപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ക്ലോസ് സ്കിൻ റിലേഷൻ. പക്ഷെ ഇതിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നമ്മുടെ നരേഷൻ. ഇപ്പൊ മംഗൂസിന്റെ കഥയാണല്ലോ, സ്നേക്ക് ആൻഡ് മംഗൂസ് ഫൈറ്റിന്റെ കഥയാണ് നമ്മൾ പറയണമെങ്കിൽ അതിലും നമുക്ക് ഈ സെയിം ആൻസേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മുടെ ബോയ് ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന ഒരു ഗ്രീസ് കുരൽ ഉണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ഒക്കെ കയ്യിൽ ആദ്യം കൊടുക്കുമ്പോ ഇത് ഭയങ്കര പേടി, കാരണം എന്താ പറയാ മനുഷ്യന്മാരല്ലേ, കൊല്ലാനാണെങ്കിലും പല തോക്കുണ്ടാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടിച്ചിട്ട് ആദ്യം ഈ എന്താ പറയാ നമ്മുടെ സ്കുരല്
മൈൻഡ് ചെയ്യില്ല, നമ്മുടെ ബോയിനെ കാണുമ്പോൾ പേടിച്ച് നിൽക്കണം. പക്ഷെ പിന്നീട് ആ ബോയ് വലിയ പ്രശ്നക്കാരനല്ല, ഓക്കെയാണ്, ഗണ്ണൊന്നും ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സ്ക്വരിൽ പതിയെ പതിയെ നമ്മുടെ ബോയിയായിട്ട് ചങ്ങാത്തം കൂടുന്ന അവസാനം അവന് പോക്കറ്റിൽ നിന്ന് വരെ ബിസ്ക്കറ്റ് സാധനം നട്ട്സ് ഒക്കെ എടുത്ത് തിന്നുന്ന കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ പ്രകൃതിയിലെ ഓരോ ജീവജാലമുണ്ട് ക്രിയേച്ചറുമായിട്ട് ദ ബോയ് എന്ത് ചെയ്യാണ്, കണക്റ്റഡ് ആവാണ്. പിന്നെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞത് നമ്മുടെ നറേറ്ററിന്റെ ഒരു കഥയായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ നമ്മുടെ നറേറ്ററിന്റെ ചെറുപ്പകാലമായിട്ട് നമുക്ക് അതിനെ കാണാം. ഓക്കെ, അതുകൂടാതെ വൈറ്റ് സ്ക്വിറലിന്റെ ഇൻസിഡന്റ് പറയുന്നുണ്ട്. എന്താ പറയാ, മരത്തിന്റെ ഹോളിൽ തന്നെ ഒരു 3 വൈറ്റ് സ്ക്വിറൽസിനെ കാണുന്നതും അതിനെ നമ്മുടെ എന്താണ് വൈറ്റ് റാറ്റിനെ നമ്മുടെ മുത്തച്ഛൻ ഒരു ബസാറിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്, എന്തുമായിട്ട്, നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ജീവജാലങ്ങളൊക്കെ വി ക്യാൻ സീ ഈച്ച് ആൻഡ് എവറി ക്രിയേച്ചേഴ്സ് ഇൻ ദിസ് നേച്ചർ, ഇസ്ന്റ് ഇറ്റ്? സോ എന്താ പറയാ, നമ്മുടെ കഥയിലെ ദ ബോയ്, ആ ക്യാരക്ടർ നേച്ചറുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് ആണ് പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് തേർഡ് നറേഷനിലേക്ക് പോയാലോ? ഓക്കെ. സോ the doctor in the story, the best investment I've ever made, was excited when he recognized Mr. John after a long time. He narrates the whole incident to his friend after a while. Prepare a likely narration. Okay. Appo teacher, the best investment, yes, the best investment I ever made. 25 years before നും 25 years after നും നടക്കുന്ന 2 ഇൻസിഡൻസ് ആണ് ഈ കഥയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ക്രോണിനെ ജോൺ മീറ്റ് ചെയ്യാണ് ഒരു കപ്പൽ യാത്രയ്ക്കിടയിൽ. ഓക്കെ, അമേരിക്കയിലല്ലേ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോൺ എന്ന് പറയുന്ന ആൾ ഒരു വക്കീലാണ്. ആൻഡ് ഹി വാസ് ഡൂയിങ് ചാരിറ്റബിൾ വർക്ക്സ്. ഓക്കെ, അതായത് മാലജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ, അതേപോലെ തന്നെ ജുവനൈൽ ഹോംസിലൊക്കെ നിൽക്കുന്ന കുട്ടികളെ, സമൂഹത്തിൽ നിന്ന് ബാക്ക്വേർഡ് നിൽക്കുന്ന, അതായത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന നല്ല ട്രെയിനിങ്, അവർക്ക് വേണ്ടുന്ന നല്ല എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്ത് സൊസൈറ്റിക്ക് വേണ്ടുന്ന നല്ലൊരു പേഴ്സൺ ആയിട്ട് അവരെ പ്രൊവൈഡ് ചെയ്യുക, മിസസ് ജോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ യാത്രക്കിടയിൽ എങ്ങനെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വർക്കൊക്കെ എന്താ പറയുക ഒന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ യാത്രക്കിടയിലാണ് ആരെ കണ്ടുമുട്ടുന്നത്, നമ്മുടെ ഡോക്ടർ ക്രോണിനെ കണ്ടുന്നത്. ഓക്കെ, അങ്ങനെ പക്ഷേ ഡോക്ടർ ക്രോണിന് ജോണെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ജോണിന് ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇന്ന ആള് മനസ്സിലായി. പക്ഷേ എന്താണ് ഇൻസിഡന്റ് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ജോൺ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനുള്ള മടി കൊണ്ട് ഇങ്ങനെ ഡോക്ടറിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറിന് മനസ്സിലാവും തന്നെ ആരും ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്, ഇത് ആരാണാവോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഡോക്ടർ ക്രോണിൽ നിൽക്കുന്നത്. അങ്ങനെ എന്താണ് വിത്ത് മിസസ് ജോണിന്റെ സപ്പോർട്ടോട് കൂടി മിസ്റ്റർ ജോൺ ഡോക്ടർ ക്രോണിന്റെ അടുത്ത് വന്ന് പറയുന്നു, കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ വന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ ഡോക്ടർ ക്രോണിൻ എന്താ പറയുക റെക്കഗ്നൈസ് അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യുന്ന ചെറിയൊരു ഇൻസിഡന്റിലൂടെയാണ് ഈ ജോൺ ആരായിരുന്നു 25 വർഷം മുമ്പ് നടന്ന ആ ഒരു ഇൻസിഡന്റ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി 25 വർഷം പുറകിലേക്ക് പോകുമ്പോൾ ജോണിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജോൺ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ജോൺ വാസ് എ റിയൽ ഭയങ്കര ബെറ്റ് വെച്ച് കളിക്കുന്ന ഒരാളായിരുന്നു അല്ലെ? നമ്മൾ ചാപ്റ്ററിൽ കൃത്യമായിട്ട് കാണുന്നത് പന്തയം കളിച്ച് കാശൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരാളായിരുന്നു. ഇൻഡിസിപ്ലിൻ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു നമ്മുടെ ജോൺ. ഓക്കെ, അപ്പൊ ജോൺ ഇങ്ങനെ അതെ അപ്പൊ ജോൺ അങ്ങനെ പന്തയൊക്കെ വെച്ച് ലാസ്റ്റ് ആയപ്പോ എന്താണ് ലോൺ എടുത്ത് വരെ പന്തയം വെക്കാൻ തുടങ്ങി. അപ്പൊ അത്രയും ക്രേസ് ആയിട്ട് ആൾക്ക് കടം മേടിക്കുന്നു, കടം പറയുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ആരെത്തി, നമ്മുടെ ജോൺ എത്തുന്നു. അപ്പൊ അങ്ങനെ ജോൺ ഇടയ്ക്ക് വെച്ച് ഈ കടമൊക്കെ വീട്ടാൻ വേണ്ടി ജോൺ എന്ത് ചെയ്യുന്നു, കുറച്ച് കാശ് കക്കുന്നുണ്ട്. എത്രയാണ് ആ കാശ് എന്ന് കമന്റ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ജോൺ എടുക്കുന്ന ആ ഒരു എമൗണ്ട് എത്രയാണെന്നുള്ളത് വേഗം കമന്റ് ബോക്സിൽ ഇട്ട് വന്നേ. പെട്ടെന്ന് വന്നേ. എത്ര പൗണ്ട്സും എത്ര ഷില്ലിങ്സ് ആണെന്നൊന്ന് പറഞ്ഞേ. Come on. Yes, chat box. Oh, very good. 7 pounds. Good. Very good. 7 pounds and 10 shillings. Yeah, very good. നമ്മുടെ മക്കളെല്ലാവരും കഥകളൊക്കെ നല്ല very nice. Very good. So proud of you. Okay. അപ്പൊ അങ്ങനെ ഇങ്ങനെ കട്ടു. അപ്പൊ കട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, ഈശ്വര ഇനി പിടിച്ചാലോ അല്ലെ ടീച്ചർ? നമുക്ക് എന്തായാലും തെറ്റ് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവും, ആരെങ്കിലും എപ്പോഴെങ്കിലും പിടിച്ചാലോ എന്നുള്ള. അതുപോലെ തന്നെ പേടി മിസ്റ്റർ ജോണിനും വന്നു. മിസ്റ്റർ ജോൺ ഫേസ് ചെയ്യാൻ പോകുന്ന ആ ലീഗൽ ഇഷ്യൂസ് ഒക്കെ ബേസ് ചെയ്ത് നമ്മുടെ ജോൺ അവസാനം സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ ജോണിനെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ആര്, ഡോക്ടർ ക്രോണിൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എടുത്ത ആ ഒരു എമൗണ്ട് എത്രയാണോ ആ 7 pounds 10 shillings അത് ജോണിന്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ച് ഓഫീസിൽ വെക്കാൻ പറയുന്നു. കുറ്റബോധം അവിടെ വേണ്ടല്ലോ, ജോൺ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കുറ്റബോധം അവിടെ ഇല്ലാണ്ടാക്കിയത് ആരാണ്, മിസ്റ്റർ ക്രോണിനാണ്. ആ ഒരു ഇൻസിഡന്റ് ആണ് ജോണിനെ ഇൻഡിസിപ്ലിൻ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ജോണിനെ പുതിയൊരു വ്യക്തിയായിട്ട് മാറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ കാണുന്ന നമ്മൾ പ്രസന്റ് ടൈമിൽ നമ്മൾ ആ പറഞ്ഞ ആ ജോണിന്, അതായത് അഡ്വക്കേറ്റ് ആണ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് വർക്കൊക്കെ നോക്കി നടക്കുന്ന ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ഉടമസ്ഥനായിട്ട് നമ്മുടെ ജോൺ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇൻവെസ്റ്റ് ചെയ്തത്
ആരാണ്? ഡോക്ടർ ക്രോണിൻ ആണ്. ഓക്കെ, സോ ഇതാണ് ആ ചാപ്റ്ററിലെ മെയിൻ ഹൈലൈറ്റഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രൊജക്ട് ടൈഗറിലേക്ക് പോയാലോ? വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് നറേറ്റീവ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോണേട്ടാ. ഓക്കെ, സോ സത്യജിത്ത് റേ ഹാഡ് ഫേസ് സെവറൽ ഡിഫിക്കൽട്ടീസ് വൈൽ ഷൂട്ടിംഗ് ദ ഫിലിം ഗോപി ഗൈനെ ഭാഗ ബൈനെ. Prepare a narrative based on Ray's experiences in shooting the film with the tiger. Okay. പാർവതി, ഇത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു നരേഷനും കൂടിയാണ്. നമ്മള് പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ടൈഗറിൽ നിന്നാണ്. അതെ അതെ, പ്രൊജക്ട് ടൈഗർ എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു റൈറ്റിംഗ് സെക്ഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അത് എപ്പോഴും പ്രൊജക്ട് ടൈഗറിൽ നിന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസറും കൂടി ഒന്ന് നോക്കാം. പ്രൊജക്ട് ടൈഗറിൽ എന്താണ് ശരിക്കും? പ്രൊജക്ട് ടൈഗർ ഒരു മെമ്മോയർ ആണല്ലേ? നമ്മുടെ സത്യജിത്ത് റേ, അതായത് നമ്മുടെ റൈറ്റർ എഴുതുന്ന ഒരു മെമ്മോയർ ആണ്. കുറച്ച് ഇൻസിഡൻസ്, കുറച്ച് ഡിഫിക്കൽട്ടീസ് വരുത്തിയ ഇൻസിഡൻസ്. എന്തിന്റെ സമയത്താണ് ടീച്ചറെ? ആ ഒരു ഫിലിം ഷൂട്ടിങ്ങിന്റെ സമയത്ത്, ആ ഒരു ഫിലിമിൽ ഒരു ചെറിയൊരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ടൈഗറിനെ വേണമായിരുന്നു അവർക്ക്. അതാണ് ചെറിയൊരു ഇൻസിഡന്റ്. പാർവതി, കാട്ടിലൂടെ രണ്ടാൾക്കാർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രണ്ടാൾ, അതുപോലെ ടൈഗർ വരുമ്പോൾ അവരെ ശ്രദ്ധിക്കണം കൂടി നടന്നു പോകും. വളരെ സിമ്പിൾ ആയിട്ട് നടന്നു പോകുന്ന ഒരു ടൈഗർ. ഇതാണ് ഗുബി ഗൈനെ ഭാഗ ബൈൻ എന്ന ഫിലിമിന് വേണ്ടിയിട്ട് നമ്മുടെ സത്യജിത്ത് റേ ഷൂട്ട് ചെയ്യേണ്ട ഭാഗമായിരുന്നത്. ഓക്കെ, അപ്പൊ സത്യജിത്ത് റേ ആദ്യം നമുക്കൊരു ടൈഗറിന് വേണമെങ്കിൽ വെറുതെ കാട്ടിൽ പോയി ടൈഗറിനെ പിടിച്ചു തരാൻ പറ്റില്ല അല്ലേ? സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഗോ ഇൻ കോൺടാക്ട് വിത്ത് സർക്കസ് ടീം. അപ്പൊ അങ്ങനെ ഭാരത് സർക്കസ് ആയിട്ട് നമ്മുടെ സത്യജിത്ത് റേ ടൈപ്പ് ആകുന്നു. അങ്ങനെ ഭാരത് സർക്കസിന്റെ മാനേജർ ആയിട്ട് സംസാരിക്കുമ്പോൾ അവിടെ മിസ്റ്റർ തോറാട്ടിനെ കാണുന്നു. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഓഫ് ദിസ് ചാപ്റ്റർ ആണ് മിസ്റ്റർ തോറാട്ട്. ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. നമ്മൾ വരുന്നുണ്ട്, പേടിക്കണ്ട, ക്യാരക്ടർ സ്കെച്ചിലേക്ക് നമ്മൾ എത്തുമ്പോ. ഓക്കെ, അപ്പൊ അങ്ങനെ തോറാട്ടിനെ കാണുന്നു. ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സത്യജിത്ത് റേ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നതാണ് സീനൊക്കെ. അപ്പൊ ഓക്കെ ഫൈൻ, അങ്ങനെ പ്ലേസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന ഒരു നോട്ട്റാം ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ തോറാട്ട്, മിസ്റ്റർ തോറാട്ട് അവിടെ വരുന്നുണ്ട്. എക്സാക്ട്ലി, വിത്ത് 2 ടൈഗേഴ്സ് ആണ് വരുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കും എന്തിനാ ഒരു ടൈഗർ പോരായിരുന്നു നമുക്ക് എന്തിനാ 2 ടൈഗേഴ്സ്? അപ്പൊ തോറാട്ട് റീസൺ പറയുന്നുണ്ടല്ലേ. എന്താണ് റീസൺ? കൃത്യമായിട്ട് ഒരു ടൈഗറും മര്യാദക്ക് ആക്ട് ചെയ്തില്ല. അപ്പൊ ഒരു മടി കാണിച്ചാൽ നമുക്ക് ബാക്കപ്പിന് നമ്മുടെ ബാക്കപ്പ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ, എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആദ്യത്തെ ടൈഗർ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അഡീഷണലി അടുത്ത ആളെ നമ്മൾ അപ്പം തന്നെ ഇറക്കി കഴിഞ്ഞു ഓൺ ദ സ്പോട്ടിൽ. ആ ഒരു എന്താ പറയുക പ്രിപ്പറേഷനോട് കൂടിയാണ് മിസ്റ്റർ തോററ്റ് അവിടെ നമ്മുടെ ടൈഗേഴ്സിനെ കൊണ്ട്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള 2 ടൈഗേഴ്സിനെയും കൊണ്ട് നമ്മുടെ തോററ്റ് അവിടെ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോ എന്താണ്, ഫസ്റ്റ് ടൈഗർ വന്നപ്പോ തന്നെ പെട്ടെന്നൊന്ന് ചാടിയല്ലേ? ഫസ്റ്റ് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. ഫസ്റ്റ് ടൈഗർ വന്നപ്പോ തന്നെ ചാടി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കുറേ സമയം എടുത്തതിന് ശേഷമാണ് ഫസ്റ്റ് ടൈമിൽ ആ ടൈഗർ ഒന്ന് കാം ഡൗൺ ആയത്. ബട്ട് ലേറ്റർ ദേ ടുക്ക് ദാറ്റ് ഓൾ ദ ഷോട്ട്സ്, എല്ലാ കാര്യങ്ങളും അവര് ഷോട്ടുകൾ എടുത്ത് അവർ റിവൈൻഡ് ചെയ്ത് കണ്ടപ്പോ ഒന്നും പ്രോപ്പർ ആയിരുന്നില്ല. ആദ്യം എടുത്ത സീൻസ് ഒന്നും ആ ടൈഗറിനെ വെച്ചിട്ട് അവർ ആദ്യം ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിരുന്നില്ല എന്നുള്ളത് പിന്നീട് അവർ റിവൈൻഡ് ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. സോ സത്യജിത്ത് റേ want to take the same scene again with the tiger. പക്ഷെ അവിടെ സത്യജിത്ത് റേ സ്ഥലം മാറ്റി. ആൾക്കാരുടെ ഉപദ്രവം കുറയ്ക്കാൻ വേണ്ടി സത്യജിത്ത് റേ സ്ഥലം മാറ്റി. വേറെ സ്ഥലത്തോട്ട് മാറുന്നു. അവിടെയും ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്രൗഡ്. ഷൂട്ടിങ്ങിനൊക്കെ നമ്മളാണെങ്കിലും ഓടിപ്പോകുന്നേ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് ടൈഗർ ഉണ്ടെങ്കിലും ഫ്രീ അല്ലേ. ഓക്കെ, അപ്പൊ അന്നും ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്രൗഡ്, ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സത്യജിത്ത് ടൈഗറിനൊക്കെ ഒക്കെ ആക്കാം എന്നുള്ള രീതിയിൽ സത്യജിത്ത് റേ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അങ്ങനെ ടൈഗർ അപ്പോഴും എന്താണ് ഭയങ്കര കൂടിയിരിക്കുകയായിരുന്നു. പക്ഷെ അതിലും ടൈഗർ ഒരു പണിയാണ്, ടൈഗർ ചാടി വീണു അവിടേക്ക്. അപ്പോഴേ കൂടെ ആൾക്കാരൊക്കെ ആയിട്ട് പെരുമാറാൻ തുടങ്ങിയപ്പോ തന്നെ അവിടെ ഒരു മനുഷ്യൻ ഒരു കൺട്രോളിങ്ങിന് ആവശ്യമില്ല. ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ടൈഗർ വരേണ്ടി വന്നു. അങ്ങനെ അവരെല്ലാവരും മാറി. എന്താണ് ഷൂട്ടിംഗ് അവർക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ടൈഗർ കാം ഡൗൺ ആയി. അവർക്ക് വേണ്ടുന്ന സീൻസ് ഒക്കെ അവർ ഷൂട്ട് ചെയ്തെടുക്കുന്നു. പിന്നീട് നോക്കുമ്പോൾ എല്ലാ സീൻസും വളരെ പ്രോപ്പറായിട്ട് അവർക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. സോ ഈ ഇത്രയും കാര്യങ്ങളാണ് ഗുബി ഗൈനെ ഭാഗ ബൈനെ എന്ന് പറയുന്ന ആ ഒരു ഫിലിമിന്റെ സീൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ സത്യജിത്ത് റേ ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇതാണ് ടീച്ചറെ നമ്മളിതൊന്നും കൂടെ ഒന്ന് റൈറ്റ് അപ്പ് മക്കളെ, നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ഒന്നും കൂടി നമുക്ക് സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, ഡോണ്ട് വെറി, വി വിൽ ജസ്റ്റ് ഡിസ്കസ് ദാറ്റ് പെർട്ടിക്കുലർ ആൻസർ. ഓക്കെ, നറേറ്റീവ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടൈഗറിൽ നിന്നായതുകൊണ്ട് മാത്രം ഞങ്ങൾ അതിന്റെ ഒരു നറേറ്റീവ് തന്നെ കൃത്യമായിട്ട് എങ്ങനെ എഴുതണം ലൈൻ ബൈ ലൈൻ ഞങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ അതെന്തായാലും ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, വെരി നൈസ്. എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഒന്ന് റെഡ് ആപ്പിൾ കാണിച്ചേ. കുറെ നേരം റെഡ് ആപ്പിൾ കാണിച്ചേ പെട്ടെന്നൊന്ന്. കമോൺ. അതെ, സോറി, ന്യൂട്ടന്റെ ആപ്പിൾ. കമോൺ. നരേഷന്റെ സ്ലൈഡ് ഒന്ന് കാണിക്കും സാറേ. സർ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ് ആണ് സർ. ഓക്കെ,
So, Project Tiger was a beautiful memoir written by Satyajit Ray. അതെന്തായാലും എഴുതണം. മെമ്മയർ ആണ് ആരാ എഴുതിയിരിക്കണം? സത്യജിത് റേ. ഓക്കെ, a popular Indian filmmaker. സത്യജിത് റേ എന്ന് പറയുന്ന ഒരു പോപ്പുലർ ഇന്ത്യൻ ഫിലിം മേക്കർ ആണ്. He recalled some of the experiences and efforts for the shooting of film Gopi Gaine and Bhaga Baine using film a tiger on the character. Tiger ആണ് ക്യാരക്ടർ. ഓക്കെ, അതാണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടീസും എഫക്ട് എന്താണ് കുറച്ചും കൂടെ എഫേർട്ട് ഒക്കെ എടുക്കേണ്ടി വന്നത് അല്ലേ? ഓക്കെ, സോ ഇൻ ദാറ്റ് ഫിലിം there are two central characters. They are Gopi and Bhaga Baine. In the film, both of them were banished by a king and finally they met in a forest. Then they see a tiger and freeze. Tiger കാണുമ്പോൾ തന്നെ അവർ നിൽക്കുന്നൊക്കെ ഉണ്ട്. But the tiger simply walks away about to the forest without paying them any attention. നമ്മൾ സാധാരണ ടൈഗർ കാണുമ്പോൾ പോയി ഇന്ന് നമ്മൾ തീർന്നു. അവർ രണ്ടുപേരും പേടിച്ചു. പക്ഷെ ടൈഗർ അവിടെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുള്ള യാതൊരു മൈൻഡില്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ നടന്നു പോയി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡ്സ്. Okay. In order to shoot that scene, they need a real tiger. അതായത് ആ ഒരു സീനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സത്യജിത് റേക്ക് വേണ്ടിയിരുന്നത്. ടൈഗറിനെ വെച്ചിട്ട് വരുന്ന ആ ഒരു സീൻ മാത്രമാണ്. ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒറിജിനൽ ടൈഗറിന്, റിയൽ ടൈഗറിന് തന്നെ നമ്മുടെ സത്യജിത് റേക്ക് വേണ്ടി വന്നു. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ട്രെയിൻഡ് അനിമൽ ഇൻ ഇന്ത്യ ഫോർ എ ഷൂട്ടിംഗ്. സോ ആ ഒരു കാലഘട്ടത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ ഹി അപ്രോച്ച്ഡ് ഭാരത് സർക്കസ് കമ്പനി. അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസിന് ലഭിക്കുന്നത് നമ്മുടെ സർക്കസ് കമ്പനിയിൽ നിന്ന് മാത്രമായിരുന്നു. സോ നമ്മുടെ സത്യജിത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്, സമീപിക്കുന്നത് ആരെയാണ്? നമ്മുടെ ഭാരത് സർക്കസ്. ഓക്കെ, ഭാരത് സർക്കസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഭാരത് സർക്കസ് ആ നെയിം പർട്ടിക്കുലറായിട്ട് മെൻഷൻ ചെയ്യണം. ദ മാനേജർ എഗ്രീഡ് ടു പ്രൊവൈഡ് എ ടൈഗർ ഡീറ്റെയിൽഡ് എവറിത്തിങ് അബൌട്ട് ഹിസ് ഡിമാൻഡ്സ് ടു ദ റിംഗ് മാസ്റ്റർ മിസ്റ്റർ തോറന്റ്. സോ തോറന്റ് ആണ് നമ്മുടെ ഭാരത് സർക്കസിൽ റിംഗ് മാസ്റ്റർ, ട്രെയിനിങ് ചെയ്യുന്ന മാസ്റ്റർ. ഓക്കെ, The shouting won in the bamboo groves in the village called Nautamgram. ഈ ഒരു വില്ലേജിന്റെ പേര്, the shooting was in a bamboo grove in a village. അപ്പോൾ വില്ലേജിന്റെ പേര് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. Nautamgram. Instead of bringing one tiger, Thora take two tigers. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ബാക്കപ്പിന് വേണ്ടി ഒരു ടൈഗറിനെ കൂടെ കൂട്ടിയിരുന്നു. He reminded that if the tiger failed to act properly, they could use the other one. Okay, ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നും മര്യാദയ്ക്ക് അഭിനയിച്ചില്ലെങ്കിൽ രണ്ടാമത്തിനെ കൊണ്ട് സെറ്റാക്കാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ തോറാട്ട് വന്നത്. ഓക്കെ, when the door opened, the tiger sprang out of its cage. Instead of walking calmly, it started prancing around the tremendous enthusiasm as if in a circus. സർക്കസിലാണെന്നുള്ള പോലെ നമ്മൾ സാധാരണ ടൈഗറിന് ട്രെയിൻ ചെയ്തേക്കുന്ന സർക്കസിൽ കളിക്കാനല്ലേ. പക്ഷെ ടൈഗർ പെട്ടെന്ന് ചാടി ഇറങ്ങിയത് എവിടെയായിരുന്നു? ആ ഒരു വെന്യൂലിക്കായിരുന്നു, നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന വെന്യൂലിക്കായിരുന്നു. അപ്പൊ തന്നെ റെസ്റ്റ്ലെസ് ആയി കുറെ ആൾക്കാരൊക്കെ നിൽക്കണു. ആൾക്കാരൊക്കെ ഒന്ന് പരിഭ്രാന്തരായി. എന്ന് വെച്ചാൽ പെട്ടെന്ന് അവരുടെ ഒരു വൈൽഡ് ആനിമൽ ചാടി വരുമ്പോൾ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? അത് തന്നെയായിരുന്നു അവിടുത്തെ ആൾക്കാരുടെ റിയാക്ഷൻ. ആഫ്റ്റർ സം ടൈംസ് ദേ എക്സാമിൻ ദാറ്റ് ദ ഫിലിംസ് ഫ്രം ദ സ്റ്റുഡിയോ. ആഫ്റ്റർ സം ടൈംസ് അവർ എക്സാമിൻ ചെയ്തു, നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ ഷോട്ട്സ് ഡിഡ് നോട്ട് ഗെറ്റ് വെൽ. കറക്റ്റ് ആയിട്ടുള്ള ഷോർട്സുകൾ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ഉദ്ദേശിച്ച പോലെ. നമുക്കൊരു ഫിലിം എടുക്കുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉദ്ദേശം ഉണ്ടാവുമല്ലോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ ഷോട്ട് ഡിഡ് നോട്ട് ഗെറ്റ് വെൽ. ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. They had to shoot all the scenes again. ഒന്നും കൂടി തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു അവർക്ക്, because camera was not working properly. Yes. Okay. The next time they found another location for shooting. The lorry with the tiger arrived, but this time hundreds of people rushed there to watch the shooting and the crowd was not ready to move away from the camera. അതായത് ഷൂട്ടിംഗ് നടക്കുന്ന ആ പ്ലേസിൽ നമുക്ക് ടൈഗർ വരുന്നു. അപ്പോൾ ഷൂട്ടിങ്ങും കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് ക്രൗഡ്, ആൾക്കാരെ നമ്മുടെ സത്യജിത്ത് റേക്കൊന്നും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതെ. So as the door of the cage was opened, the tiger emerged with a loud roar and charged straight to the villages. അതായത് കേജിന്റെ ഡോർ ഓപ്പൺ ചെയ്തോട് തന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് ആ ഒരു ചാടി വീണതോടുകൂടി ആ ക്രൗഡ് പെട്ടെന്ന് അങ്ങോട്ട് വാനിഷ് ആയി. ആരെയും കാണാത്ത രീതിയിൽ എല്ലാവരും അങ്ങോട്ട് ബാക്കപ്പ്. യെസ്, all of a sudden everyone disappeared from the scene. ഷൂട്ട് ചെയ്യേണ്ട ആ സ്ഥലത്ത് നിന്ന് ടൈഗർ ചാടി ഇറങ്ങിയപ്പോഴത്തേനും എല്ലാ ആൾക്കാരും, ആരുടെയും പ്രഷർ ഇല്ലാതെ തന്നെ എല്ലാ ആൾക്കാരും മാറിപ്പോയി. ആൻഡ് ദ ഷോട്ട് വാസ് ടേക്കൺ അഗെയിൻ ആസ് ദ ടൈഗർ ബിക്കം നോർമൽ. അങ്ങനെ വീണ്ടും ടൈഗർ നോർമൽ ആയി കഴിഞ്ഞപ്പോൾ സത്യജിത്തിലേക്ക് വേണ്ടുന്ന ആ ഒരു സീൻ എന്താണോ അവർ വീണ്ടും അത് ഷൂട്ട് ചെയ്യുന്നു. Thus the shooting was successfully completed. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സത്യജിത്തിനെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തത് എപ്പോ ഗുപ്പി ഗൈനെ ഭാഗാബൈനെ എന്ന് പറയുന്ന ഫിലിം എടുക്കാൻ വേണ്ടി. അപ്പൊ ഈ കാര്യങ്ങളാണ് ഇതിൽ നരേഷൻ ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത്. കൃത്യമായിട്ട് നരേഷനിൽ റൈറ്ററിന്റെ പേര് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ മെമ്മയർ ആണ് നമ്മുടെ ഈ ഒരു സത്യചിത്ര എഴുതിയിരിക്കുന്ന മെമ്മയർ ആണ്. എക്സ്പീരിയൻസസ് ആൻഡ് പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടീസും ഉണ്ടായിരുന്നു കുറെ. ബിക്കോസ് ഒരു വൈൽഡ് ആനിമലിനെ കൊണ്ടുവരിക, അതിനെ ട്രെയിൻ ചെയ്യുന്ന ആളെ കിട്ടുക, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ട്. അപ്പൊ ആ ഒരു രീതിക്ക് എഴുതിയ ഒരു മെമ്മയർ ആണ് നമ്മുടെ പ്രൊജക്ട്
സബ്ജക്ട് ടൈഗർ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഓക്കെ, വെരി നൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, അപ്പോൾ റൈറ്റപ്പ് ആണല്ലേ? അപ്പോൾ റൈറ്റപ്പിന്റെ ഫോർമാറ്റ് നോക്കാമല്ലേ ടീച്ചറെ? റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ കഥയിലെ ഇൻസിഡൻസ് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. അത് കൂടാതെ നമ്മുടേതായ ഒപ്പീനിയൻസ് നമുക്ക് റൈറ്റപ്പ് ഉൾപ്പെടുത്താം. നറേറ്റീവിൽ അത് പറ്റില്ല. നറേറ്റീവിൽ നമുക്കത് പറ്റില്ല. നറേറ്റീവിൽ നമ്മൾ ആ ഏത് ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ആ ഒരാൾ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ കഥയിൽ, അതല്ല നമ്മൾ എഴുതുന്ന രീതിയിലാണെങ്കിൽ തേർഡ് പേഴ്സൺ ഇതിൽ നമ്മൾ നറേറ്റീവ് എഴുതാം. ഓക്കെ, അതിൽ മെയിൻ ആ കഥയിൽ പറയുന്ന ആ ഇൻസിഡൻസ് അതേ ഓർഡറിൽ തന്നെ ആ കഥ എന്താണോ അത് അതേപോലെ എഴുതുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നറേറ്റീവ് എന്ന് പറയുന്നത്. റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ വി ക്യാൻ ഇൻക്ലൂഡ് അവർ ഓൺ ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്. ഓക്കെ, അതെ, തീർച്ചയായും നമുക്ക് നമ്മുടെ ഐഡിയാസും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Satyajit Ray took pains to shoot the scene with the tiger for his film Gopi Gaine and Bhaga Baine. Prepare a write-up describing the difficulties Ray experienced in shooting the scene. Okay, നമ്മൾ നേരത്തെ റൈറ്റപ്പ് നറേറ്റീവിൽ കണ്ട അതേ സംഭവം തന്നെ റൈറ്റപ്പ് ആയിട്ട് നമ്മൾ അതിൽ നമുക്ക് വേണമെങ്കിൽ അനിമൽസിനെ ഉൾപ്പെടുത്തുമ്പോഴുള്ള ആ ഒരു ഡിഫിക്കൽട്ടീസ് കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് ഈ സത്യജിത് റേയുടെ ഗോപി ഗൈനെ ഭാഗ ബൈനെ ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ ഡിഫിക്കൽട്ടീസ് ആണ് അവിടെ ഫേസ് ചെയ്തതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമുക്ക് ഈ ഇൻസിഡൻസ് അവിടെ കൊണ്ടുവരാം. കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് മാക്സിമം റൈറ്റപ്പിൽ എഴുതുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, 7 മാർക്സിലെ റൈറ്റപ്പ് 7 മാർക്സിൽ തന്നെ. അപ്പോൾ കൃത്യമായിട്ട് കാര്യം ശ്രദ്ധിച്ചിരുന്നു, നറേറ്റീവ് ആണെങ്കിലും റൈറ്റപ്പ് ആണെങ്കിലും ചോദിക്കുന്നതൊക്കെ സെയിം ചാപ്റ്ററിൽ തന്നെയാണ് കേട്ടോ. പോയിന്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, അഡ്വഞ്ചേഴ്സ് ആണ് കണ്ടോ. അപ്പോൾ മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എനിക്ക് തോന്നുന്നത് അതായത് നരേറ്റീവ് ആണെങ്കിലും റൈറ്റപ്പ് ആണെങ്കിലും ഫസ്റ്റ് ടൈം ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും കൂടുതലും നരേറ്റീവും റൈറ്റപ്പും ചോദിച്ചു കാണുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ ചാപ്റ്റേഴ്സ് നല്ലത് കഥ നല്ലതുപോലെ വായിക്കാം. ഒപ്പം അതിൽ എല്ലാ റൈറ്റിംഗ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് അപ്പൊ നെക്സ്റ്റ് ആണ് നമ്മൾ മുമ്പ് പറഞ്ഞ അഡ്വഞ്ചേഴ്സ് ഇൻ ദി ബാനിയൻ ട്രീയിലാണ് അല്ലേ? The boy in the story Adventures in the Banyan Tree enjoys sitting on the banyan tree, reading the books and watching the world beneath it. The story describes vividly the sights and sounds of the nature. Prepare a write-up on the topic Nature Treasure House of Knowledge based on the boy's observation of the surroundings and his joy of the experiencing nature. ഓക്കെ, സെയിം നരേറ്റീവിൽ നമുക്ക് തന്നെ നേച്ചറിന് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഇൻസിഡൻസ് കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താമെങ്കിൽ റൈറ്റപ്പിലെ നേച്ചറിനെ കുറിച്ചിട്ട് അവിടുത്തെ ജീവജാലങ്ങളുടെ അതിനെ സേവ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ ഇൻക്ലൂഡ് ചെയ്യാം? റൈറ്റപ്പിൽ. നരേഷനിൽ എഴുതുമ്പോൾ നമുക്ക് നേച്ചറിനെ പറ്റിയിട്ട് ഒന്നും നമുക്ക് എഴുതാൻ പറ്റിയില്ല, കൺസർവ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് നേച്ചറിനെ പറ്റിയിട്ട് തന്നെ എഴുതാൻ തോന്നും. പക്ഷെ എന്താ പറ്റുക, അവിടെ നമുക്ക് സ്പേസ് ഇല്ല. ബട്ട് ഇൻ ദ കേസ് റൈറ്റപ്പിൽ വരുമ്പോൾ അടിച്ചു പൊളിച്ച് നമുക്ക് സൂപ്പറായിട്ട് എഴുതാം, നോ പ്രോബ്ലം. ഓക്കെ, പിന്നെ വേറെ ഹിന്റ്സ് കൊടുക്കും ടീച്ചർ ചില റൈറ്റപ്സിൽ, നമുക്ക് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം. നരേറ്റീവ് ആണെങ്കിലും ശരി റൈറ്റപ്പ് ആണെങ്കിലും ശരി, എന്റെ മക്കൾക്ക് എന്തായാലും ആ ക്വസ്റ്റിന്റെ തൊട്ട് താഴെ ഹിന്റ്സ് ഉണ്ടാവും. ആ ഹിന്റ്സ് ഒക്കെ വായിച്ചു നോക്കാം. അതുപോലെ ഇതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? റൈറ്റപ്പ് എഴുതാൻ പറ്റും, നരേറ്റീവ് എഴുതാൻ പറ്റും. ഓക്കെ സർ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഇനി ആന്റൺ ചെക്കോവിന്റെ ആണല്ലേ? Vanka is a sad story of a 9-year-old boy. Vanka went through intense suffering at the house of Ayanki. In the light of your readings of the story, prepare a write-up on the topic preventing child abuse. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഒരു ടോപ്പിക് തന്നിട്ടുണ്ട് നമുക്ക് എന്തിനെ പറ്റി എഴുതേണ്ടത്. ചൈൽഡ് അബ്യൂസ് വി ഷുഡ് ഫോക്കസ് ഓൺ ചൈൽഡ് അബ്യൂസ് മോർ. ചൈൽഡ് ലേബർ ഒരു നമുക്ക് കറക്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. ഒപ്പം അതിൽ വാങ്ക ഫേസ് ചെയ്യുന്ന കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതായത് വാങ്കയ്ക്ക് അച്ഛനും അമ്മയില്ല. അമ്മയുടെ മരണശേഷം നമ്മുടെ വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റന്റ് മാക്രേജ്, ഓക്കെ, അദ്ദേഹമാണ് കാറ്റസ്കേസിൽ വരുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ് കേട്ടോ കോൺസ്റ്റന്റ് മാക്രേജ് എന്ന് പറയുന്നത്, നമ്മുടെ വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ. അപ്പൊ ഇദ്ദേഹമാണ് പിന്നെ വാങ്കയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നമ്മുടെ വാങ്ക ഒരു നല്ലൊരു പ്രൊഫഷൻ ഷൂ മേക്കറായിട്ട് മാറണമെന്നുള്ള ആഗ്രഹമാണ്. അലിയാക്കിന്റെ എന്ന് പറയുന്ന വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു ഷൂ മേക്കറാണ്. പക്ഷേ നമ്മുടെ കോൺസ്റ്റന്റ് മാക്രിച്ചിന് അത് അറിയില്ല, ഇങ്ങനെ വളരെ ക്രൂവൽ ആണെന്നുള്ളത് അറിയാതെ നമ്മുടെ അദ്ദേഹത്തിന്റെ അലിയാക്കിന്റെ കയ്യിലേക്ക് നമ്മുടെ വാങ്ങിയെ കൊടുക്കുന്നു. അവിടെ ഫേസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ്. ഒരു 9 years old ബോയ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, വാങ്കയുടെ ആ ഒരു പ്രായം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചെന്നുകൊണ്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന, അതായത് എന്താണ്, അവർക്കൊരു കുട്ടിയുണ്ട്,
നമ്മുടെ അലിയാക്കിനും ഓക്കെ ആ കുട്ടീനെ രാത്രി എണീറ്റിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ തൊട്ടിലാട്ടാന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ് വാങ്കയുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അവര് നല്ല സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഈ കുട്ടി എണീറ്റ് ഓക്കെ അതിന്റെ ഇടയിൽ ഒന്ന് ഉറങ്ങിപ്പോയതിന് എന്താ കുതിരയുടെ കാലിലേക്ക് അതുകൊണ്ട് തലക്കടിക്കുന്നു. അതേപോലെ തന്നെ ആ കുട്ടിക്ക് മീൻ വെട്ടാനായിട്ട് 9 വയസ്സുള്ള കുട്ടീനെ കൊണ്ട് മീൻ വെട്ടിക്കുന്നു. അതേപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള സീനിയർ അപ്രന്റൈറ്റീസ് ഈ കുട്ടിയെ എന്താ പറയാ ഒരു വേലക്കാരിയുടെ ഒരു വർക്കായിരുന്നു നമ്മുടെ വാങ്കയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. സോ സ്പെഷ്യലി അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ ചൈൽഡ് ലേബർ ആണ്. അപ്പൊ അത് ചൈൽഡ് ലേബറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറച്ചധികം മെൻഷൻ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കഥയിൽ പഠിച്ചിട്ടുള്ള വാങ്ക ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് സെയിം തിങ്സ് വി ക്യാൻ സീ ഇൻ ദ സ്റ്റോറി ഇൻ വാങ്ക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ വാങ്കയിലെ ഇൻസിഡൻസ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഓൺവേഴ്സ് ചേർക്കുന്നതിന്റെ കൂടെ തന്നെ ആ കഥയിലെ ഈ ഇൻസിഡൻസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം റൈറ്റ് അപ്പ് തുടങ്ങാനായിട്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട് പാർവതി? ഹിൻസ് ഉണ്ട്. ഹിൻസ് മാക്സിമം നമുക്ക് കിട്ടും, എന്തൊക്കെയായാലും റൈറ്റ് അപ്പ് ഹിൻസ് നമുക്ക് കിട്ടും. പക്ഷെ ഇനിയിപ്പോ കിട്ടിയില്ല എങ്കിൽ നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് പോയിന്റ് ആണ് അവർ ഫോക്കസ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് കൊടുക്കാൻ പറ്റും അല്ലേ ടീച്ചറെ? ഓക്കെ, അപ്പൊ റൈറ്റ് അപ്പ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ സർ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു റൈറ്റ് അപ്പ് കൊടുത്തിട്ടുണ്ട് ടീച്ചറെ. ആന്റോൺ ചെക്കോവിന്റെ വാങ്ക എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള റൈറ്റ് അപ്പ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടതുകൊണ്ട് അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇതാ തരുന്നു. Anton Chekhov, one of the Russia's brilliant minds in the literature, portrayed the terrible experience of a 9-year-old orphan boy, Vanka, in his story, Vanka. After the death of his mother, he was sent to Moscow as an apprentice under Ayakin, a cruel shoemaker. Teacher പറഞ്ഞ Ayakin ചെയ്ത കുട്ടി കാര്യങ്ങളൊക്കെ ഓക്കെ. So there he went through intense suffering. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അത് നമ്മൾ കേട്ടു. നമ്മുടെ വേലക്കാരി അല്ലെങ്കിൽ സെർവന്റ് ആയിട്ടായിരുന്നു നമ്മുടെ വാങ്കിനെ അവിടെ ട്രീറ്റ് ചെയ്തിരുന്നത്. He was unable to react against the tortures. He wanted to escape from there. For that he writes a letter to his grandfather. His only relative. അപ്പോൾ ഗ്രാൻഡ് ഫാദർ മാത്രമൊന്നും ടീച്ചർ നമ്മൾ പറഞ്ഞല്ലേ, ഗ്രാൻഡ് ഫാദർ അടുത്തേക്കാണ് അയക്കുന്നല്ലേ. ഓക്കെ, സോ പ്ലീഡിംഗ് ടു ടേക്ക് ഹിം അവേ ഫ്രം ദിസ് ഹെൽ. ഓക്കെ, ഇതൊരു സ്ഥലത്ത് നമുക്ക് കഷ്ടപ്പാട് അനുഭവിച്ചു തുടങ്ങിയാൽ അത് നമുക്കൊരു ഹെല്ലായി മാറും അല്ലേ. അങ്ങനെ നമ്മൾ തീർച്ചയായും നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനേ തോന്നുള്ളൂ അല്ലേ. ക്രിസ്മസ് ഇവിടെ തലേന്നുണ്ട് നമ്മുടെ ബോയ് ഇത് എഴുതുന്നത്, നമ്മുടെ അവിടെയുള്ള എല്ലാവരും, അതായത് നമ്മുടെ അലിയാക്കിൻ എന്ന് പറയുന്ന അവന്റെ ഓണർ, ആ ഒരു ഷൂ മേക്കർ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ്, അവിടെയുള്ള എല്ലാ സീനിയർ അപ്രന്റൈറ്റീസും പള്ളിയിൽ പോയി എന്ന് ഉറപ്പായതിനു ശേഷം വളരെ പേടിച്ചിട്ടാണ് നമ്മുടെ വാങ്ക ഗ്രാൻഡ് ഫാദറിനെ തന്റെ ലൈഫിൽ താൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എഴുതി അയക്കുന്നത്. ആ ലെറ്ററിലൂടെയാണ് പറഞ്ഞത് ശരിക്കും നമ്മൾ വാങ്ക ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്ന് നമ്മുടെ കുട്ടികൾ വായിച്ചിട്ടുണ്ടോ, അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും ആ പ്രശ്നം. ഇനി അടുത്ത എന്താണ്? ദ സ്റ്റോറി ക്ലിയർലി എക്സാമിൻസ് ദ സോഷ്യൽ means of the child abuse, which is serious issue faced by the society nowadays. ഈ അടുത്തായിട്ട് കൂടുതലും നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ് അബ്യൂസ് സീരിയസ്ലി ഫോക്കസ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ലെറ്റർ അല്ലേ. ഓക്കെ, മക്കളെ ഒരു മിനിറ്റ് കേട്ടോ.
അപ്പൊ നമ്മുടെ ഈ ഒരു പാരഗ്രാഫ് കഴിഞ്ഞല്ലോ ടീച്ചറെ, നമ്മൾ ലാസ്റ്റ് പറയേണ്ടതാണ് സീരിയസ് ഇഷ്യൂ ഫേസ് സൊസൈറ്റി നൗ ഇറ്റ് ഈസ് എന്തില് ചൈൽഡ് അബ്യൂസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം സർ. നെക്സ്റ്റ് ഓക്കെ, അപ്പോൾ ചൈൽഡ് അബ്യൂസ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ചിൽഡ്രൻ ഇൻ എനി വർക്ക് ദാറ്റ് ഡിനൈസ് ദെയർ ചൈൽഡ്ഹുഡ് ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ക്രഷസ് ദെയർ ഇമോഷൻസ്. ഓക്കെ, ഇമോഷണലി ആൻഡ് ഫിസിക്കലി, മെന്റലിയും അതേപോലെ ഫിസിക്കലി തകർക്കുന്ന ഒന്നാണ്. അതും അവരുടെ ചൈൽഡ്ഹുഡ് ഇല്ലാണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണ് നമ്മുടെ ചൈൽഡ്. അപ്പൊ നമുക്ക് വേണ്ട ചെറിയ ഡെഫിനേഷൻ കൊടുക്കാം. നമുക്ക് നമ്മുടെ അക്കോർഡിംഗ്ലി എന്താണ് ചൈൽഡ് അബ്യൂസ് എന്നൊരു കാര്യമാണ് നമ്മൾ ആ ഒരു 4 ലൈനിൽ വായിച്ചതല്ലേ കൊടുക്കാം. We can see many children doing hard work in many fields for cheap wages. അല്ലേ, കുറെ കുട്ടികൾക്ക് ചിലപ്പോൾ അവർ പൂവർ ആയിരിക്കാൻ, ചിലപ്പോൾ അവരുടെ അടുത്ത് കാശ് ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, പല സ്ഥലങ്ങളിൽ പോയി കുറച്ച് കാശിന് വേണ്ടി, നിസ്സാര വേജിന് വേണ്ടിയിട്ട്, അത് നിസ്സാര ശമ്പളത്തിന് വേണ്ടിയിട്ട് they started to work. അപ്പോൾ most of them are denied proper for food and care and a sense of emotional warmth. കൂടുതലും ആൾക്കാർ ചെയ്യുന്നതിനാണ് ഫുഡിന് വേണ്ടിയാണ് അല്ലേ, പൂവർ ആയതുകൊണ്ടാണ്. because of the poverty is the main. അതെ, പോവർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഈ ഒരു ചൈൽഡ് അബ്യൂസിന്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ലേബറിന്. ദിസ് ഈസ് വാട്ട് വി കൻ സീ ഇൻ ദ കേസ് ഓഫ് വാങ്ക. അപ്പൊ വാങ്കയുടെ കേസിൽ നമുക്ക് അത് തന്നെയാണ് ടീച്ചർ റിലേറ്റ് ചെയ്തു. കണ്ട, നമ്മൾ ഇത്ര നേരം ചൈൽഡ് അബ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ആ വാങ്കയുടെ കാര്യം നമ്മൾ അവിടെ റിലേറ്റ് ചെയ്യണം. അപ്പൊ ഇതേപോലെ തന്നെയാണ് റൈറ്റ് അപ്പ് എഴുതേണ്ടത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണോ അത് എഴുതിയതിനു ശേഷം അതിന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന ആ ഒരു സ്റ്റോറി, ഏത് സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണോ റൈറ്റ് അപ്പ് വരുന്നത്, അതിൽ ഏത് ഇൻസിഡന്റ് ആണോ അവിടെ മെൻഷൻ ചെയ്യേണ്ടത്, ആ ഇൻസിഡന്റ് അവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, they are forced to run away due to the torture they face. അപ്പോൾ നമ്മൾ വാങ്കയുടെ മറ്റേ ഷൂ മേക്കർ ഭയങ്കര ദുഷ്ടനായിരുന്നു എന്ന് ടീച്ചർ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കാരണമാണ് വാങ്ക അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. നല്ലൊരു മനുഷ്യനാണ്, നല്ലോണം അവിടെ നോക്കുന്നുണ്ട്, നല്ലോണം ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ക ഒരിക്കലും അവിടെ നിന്ന് ഓടില്ല അല്ലേ ടീച്ചർ? ഓക്കെ, ബട്ട് ദേ ഹാവ് ടു ഏൺ മണി ബിക്കോസ് ഓഫ് പോവർട്ടി. അവിടെയും ഫാക്ടർ എന്താണ് വരുന്നത്, പോവർട്ടി ആണ്. Okay, family issues and poverty, that is the main reason for child labor. Okay, many of them are parentless. യെസ്, നമ്മുടെ വാങ്കയുടെ കാര്യം ഇത് തന്നെയാണ്. അമ്മ മരിച്ചു പോയിട്ട് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഹി വാസ് വെരി എന്താ വെരി ലക്കി ബോയ്. എന്താ പറയാ, അവിടെയുള്ള പിള്ളേരുകളുമായിട്ട് കളിച്ച് നടക്കാനും ക്രിസ്മസ് ഈവിന്റെ സമയത്ത് മരം ട്രീക്കുള്ള മരം അതിനൊക്കെ അടിച്ചു പൊളിച്ച് നടന്നിരുന്ന ഒരു പയ്യനായിരുന്നു. ബട്ട് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് മദർ, അവിടെയാണ് ആ പാരന്റ്സിന്റെ യൂസേജ് അവിടെയും വരുന്നത്. അമ്മയുടെ മരണശേഷമാണ് നമ്മുടെ വാങ്കിക്ക് അവന്റെ ആ ഒരു കുട്ടിക്കാലം നഷ്ടപ്പെട്ടിട്ട് എവിടേക്ക് വരേണ്ടി വരുന്നത്, ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വാങ്ക വരുന്നത്. അപ്പോൾ unable to react and unaware of the child rights, they sacrifice their childhood. അവർക്ക് അറിയില്ല എന്താണ് ഈ സംഭവം, because they are not educated with this particular topic അല്ലേ. അത് നമുക്ക് തരുന്ന പോലെ പണ്ട് കാലങ്ങളിലൊന്നും യാതൊരുവിധ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു ചൈൽഡ് അബ്യൂസ് അല്ല എന്താണ് ചൈൽഡ് ലേബർ എന്നൊരാൾക്കും അറിയില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു ടൈമിലും റൈറ്റ്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ദേ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് റൈറ്റ്സ്. എക്സാക്ട്ലി. Though the government has banned child labor, this evil still exists in our society. സൊസൈറ്റിയിൽ ആ ഒരു സംഭവം ചൈൽഡ് ലേബർ എന്ന് പറയുന്ന സംഭവം നിർത്തലാക്കി എന്ന് പറയൽ മാത്രമേ ഉള്ളൂ. ബട്ട് വി ക്യാൻ സീ ദ സെയിം തിങ് ഇൻ അവർ സൊസൈറ്റി, ഇൻ അവർ സറൗണ്ടിങ്സ്. നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് പെർട്ടിക്കുലർ റൈറ്റപ്പ് ഇസ് ക്ലിയർ ടു യു ഗൈസ്. അല്ലെ, ക്ലിയർ ആണെങ്കിൽ റെഡ് ആപ്പിൾ കാണിച്ചേ. നമ്മുടെ പോരട്ടെ, നമ്മുടെ ന്യൂട്ടൺ റെഡ് ആപ്പിൾ തീയൊക്കെ പോരട്ടെ. കം ഓൺ കം ഓൺ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് റൈറ്റപ്പ് ആണ് നമ്മൾ പഠിച്ചത്. റൈറ്റപ്പ് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഹെഡിങ് എന്തായാലും കമ്പൽസറി ആണ് കേട്ടോ. എല്ലാ മക്കളും റൈറ്റപ്പ് എഴുതുന്ന സമയത്ത് ഏതാണ് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ടോപ്പിക്ക്, ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആ ടോപ്പിക്ക് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ടോപ്പിക്ക് കറക്റ്റ് ആയിട്ട് ഹെഡിങ് ആയിട്ട് എഴുതുക. അതിനുശേഷം ചെറിയൊരു ഇൻട്രഡക്ഷനോട് കൂടി നമുക്ക് പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കുക. പ്ലസ് ആ കഥയും കൂടി നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. എപ്പോഴും ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഐ ജസ്റ്റ് വാണ്ട് ടു ആഡ് ഓൺ സംതിങ്. എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യണം. എന്തൊരു ഇൻസിഡന്റ് ആണ് നമ്മളവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്, നമ്മൾ കണക്ട് ചെയ്യണം ആ ഒരു സ്റ്റോറി നമ്മൾ പഠിച്ച ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ റൈറ്റപ്പ് സൂപ്പർ ആവും. അപ്പോൾ നറേറ്റീവിലും റൈറ്റപ്പിലും ഫുൾ മാർക്ക് ഉണ്ട് ടീച്ചർ. ഉറപ്പാണ്, അതേപോലെ തന്നെ നരേറ്റീവും എഴുതിക്കണം. എഴുതൂലേ? എവിടെ പോരട്ടെ, ഫയർ ഒക്കെ നാളെ പോരട്ടെ, നോക്കട്ടെ. ഓക്കെ, വെരി നൈസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോലെ ടീച്ചറെ. നെക്സ്റ്റ് നമ്മുടെ ഡയറി എൻട്രി ആണ് കേട്ടോ. കുറച്ച് കുട്ടികളൊക്കെ എഴുതുന്നുണ്ടാവും ഡയറി എൻട്രി അല്ലേ? ഓക്കെ, അപ്പൊ ഡയറി എൻട്രിയിൽ സാധാരണ ചോദിച്ചു കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം നോക്കാം. അതിന്റെ ഫോർമാറ്റിലേക്ക് പോകാം. നമുക്ക് ഫോർമാറ്റ് എന്താന്നുള്ളത് നമുക്ക് കാണാം. എങ്ങനെയാണ് ഫോർമാറ്റ് എഴുതുമ്പോൾ അതിനൊരു മാർക്ക് ഉണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വേണം ഫോർമാറ്റ് കൃത്യമായിട്ട് ക്ലാസ്സിൽ ഇപ്പോൾ റിവൈസ് ചെയ്ത് പോകാൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കല്ലേ ടീച്ചർ? ഓക്കെ, അപ്പൊ നീൽകാന്താസ് ലാസ്റ്റ് ഹോപ്പ് ഓഫ് ബീയിങ് പ്രൂവ്ഡ് ഇന്നസെന്റ് he doesn't hit the dust. He decides to leave Kiran's house. Imagine that before leaving he wrote a diary note expressing his emotions.
റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. So here we want to write the diary entry of നീൽകണ്ഠ. അപ്പൊ നീൽകണ്ഠയാണ് ഡയറി എഴുതുന്നത് അല്ലേ? ആ ഒരു ഇമോഷൻസ് എന്താണ്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തീരുമാനിച്ചു അല്ലേ, കിരണിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ തീരുമാനിച്ചു. അപ്പൊ ഇറങ്ങി പോകുന്നതിന് മുമ്പുള്ള എഴുതുന്ന ഡയറിയാണ്. അപ്പൊ അവിടെ ഇറങ്ങി പോകാനുള്ള ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടാവില്ലേ? അപ്പൊ റീസൺ കൃത്യമായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, കൃത്യമായിട്ട് എന്ത് കാരണം കൊണ്ടാണോ നമ്മൾ ആ ഡയറി, ആ സങ്കടത്തോടെ ആ ഒരു ഇമോഷണൽ ഡയറി എന്താണ്, എന്ത് ഇൻസിഡന്റ് ആണ് അവൻ അത്രയും ഹാർട്ട് ആക്കിയത്, അതവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ നീൽകണ്ഠ എന്ന് പറയുന്നത് കാസ്റ്റവേ എന്ന് പറയുന്ന കഥയിലെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലെ കാസ്റ്റവേ എന്ന് പറയുന്ന കഥയിലെ ക്യാരക്ടറാണ് നീൽകണ്ഠ എന്നുള്ളത്. ഒരു ബോട്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് കിരൺ എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പയ്യൻ, റെഫ്യൂജി ആയിട്ട് കയറി വരുന്ന ഒരു പയ്യനാണ് നീൽകണ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം അമ്മയെ പോലെ അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനെ പോലെ കിരണിനെ കാണുകയും കിരണും അതേപോലെ തന്നെ ഒരു ബ്രദറിനെ പോലെ അല്ലെങ്കിൽ ഒരു മകനെ പോലെ വളരെ ക്ലോസ് ആയിട്ട് രണ്ടുപേരും നടക്കുന്ന സമയത്താണ് നമ്മുടെ കിരണിന്റെ ഹസ്ബൻഡിന്റെ ബ്രദർ അവിടേക്ക് വരുന്നത്. കിരണിന്റെ ബ്രദറിലും അവിടേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ വരവോടുകൂടി അവിടെ നമ്മുടെ നീൽകണ്ഠയുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ബ്രദറിന്റെ വരവോടുകൂടി നമ്മുടെ കിരണിന് നീൽകണ്ഠയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നീൽകണ്ഠയുടെ വിചാരം എന്താണെന്നറിയോ, കിരൺ തന്നെ സ്നേഹിക്കുന്നില്ല, അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. മെയിൻ കാരണം ബ്രദർ ഇൻ ലോ ആണെന്നാണ്. ഓക്കെ, അപ്പൊ ബ്രദർ ഇൻ ലോ വന്നതുകൊണ്ടാണ് തനിക്ക് തന്റെ കിരണിന്റെ സ്നേഹം നഷ്ടപ്പെട്ടത്. അവിടെ കിരൺ സംസാരിക്കുന്നില്ല. സംസാരിക്കുന്ന വെച്ചാൽ സംസാരം കുറഞ്ഞു, അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒക്കെ കുറവ് വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ബ്രദർ ഇൻ ലോയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യണം, ഒരു റിവെഞ്ച് എടുക്കണം എന്നുള്ള തീരുമാനത്തിലെത്തി നിൽക്കണം ആര്, നമ്മുടെ നീൽകണ്ഠ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ നീൽകണ്ഠന്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അവന്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെള്ളത്തിൽ കുടിക്കാൻ എടുക്കുന്ന സോപ്പൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ കുറെ ചെറിയ പണികളൊക്കെ നമ്മുടെ നീൽകണ്ഠ. നമുക്ക് കിട്ടിയില്ല, സ്നേഹം കിട്ടുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളും കുറച്ച് ഇങ്ങനെ പൊസസീവ് ആവുമല്ലേ, എന്നെ നോക്കുന്നില്ലല്ലോ, എന്തിനാ അയാളെ നോക്കുന്നതൊക്കെ. അനീതിക്ക് ഒരു മിഠായി മേടിച്ചെടുത്ത പാർവതി സത്യം പറ, പാർവതി ദേഷ്യം വരൂലേ ചെറുതായിട്ട്, അതെവിടെയും കാണാൻ പറ്റും നോക്കാം അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും എന്താണ് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ നീൽകണ്ഠ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സതീഷ് ബ്രദർ ഇൻ ലോ ഒരു നല്ലൊരു ഇൻസ്റ്റാൻഡ് കൊണ്ടുവരുന്നുണ്ട്. അവൻ വരുന്ന സമയത്ത് ആ ഒരു ഇൻസ്റ്റാൻഡ് എടുത്ത് ഒളിപ്പിച്ച് വെക്കാന്ന് വെച്ചാൽ കട്ടെടുക്കുന്നത് അവൻ അതിൽ നിന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, റിവെഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ നീൽകണ്ഠയ്ക്ക് ആവശ്യമുണ്ടായിട്ടില്ല, അവനത് കട്ടെടുക്കുന്നത് അവനുള്ള റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ നീൽകണ്ഠയാണ് സസ്പെക്ട് ചെയ്യുന്നത്. അതെ, ഇവനാണ് എടുത്തത്. ഒരാൾ ഒഴിച്ച് ആരായിരിക്കും ആ ഒരാള്? കിരൺ. ഓക്കെ, കിരൺ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവനാണ്, നമ്മുടെ നീൽകണ്ഠയാണ് എടുത്തതെന്ന് സംശയിക്കുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ കിരൺ ആ ഒരു ടോക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും അവരുടെ വീഡിയോയിൽ നിന്നും മീൻസ് അവർ കിരണ് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, എന്താ അസുഖം മെൻഷൻ ചെയ്യുന്നില്ല. അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവർ ചന്ദ്രനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റിവേഴ്സ് സൈഡിലുള്ള ഒരു വീട്ടിലാണ് വന്ന് താമസമാക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ നീൽകണ്ഠയുടെ വരുന്നത്. അപ്പോഴാണ് നമ്മുടെ കിരൺ ഒന്ന് എനർജറ്റിക് ആവുന്നത്. അപ്പൊ ഇവര് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ വീട്ടിൽ കിരൺ വെച്ച് ബാക്കി ആർക്കും ദേ ആർ നോ ഇൻട്രസ്റ്റഡ് ടു ടേക്ക് ദിസ് നീൽകണ്ഠ അലോങ് വിത്ത് ദം. അവരുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് നീലകണ്ഠനെ കൊണ്ടുപോകാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കിരണിന്റെ വാശിക്ക് അവരോട്ടും നിൽക്കുന്നുമില്ല. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് കിരൺ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാന്ന് അവന്റെ പെട്ടിയിൽ കുറച്ച് ഡ്രസ്സും ഷൂസൊക്കെ വെക്കുന്ന സമയത്താണ് അവൻ്റെ ബാഗിൽ നിന്നും ഈ കാണാതായ ഇൻസ്റ്റാൻറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കിരൺ അതെടുത്തിങ്ങനെ നോക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് നീൽകണ്ഠ ഇതൊക്കെ കാണാണ്. അപ്പോൾ താൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനെ പോലെ കാണുന്ന നമ്മുടെ കിരൺ താൻ കട്ടെടുത്ത ആ സാധനം കയ്യിലെടുത്ത് നോക്കുമ്പോൾ അത് കട്ടത് താൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഇൻസിഡന്റിന് ശേഷം നമ്മുടെ കിരണിനെ ഫേസ് ചെയ്യാനായിട്ട് ആർക്കും ഇത് വരുന്നില്ല, ബിക്കോസ് അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു കിരൺ ആ ഒരു വീട്ടിൽ. അപ്പൊ എന്തൊക്കെയായാലും അയാൾ നമ്മുടെ ആ ഒരു പേഴ്സൺ നമ്മുടെ കള്ളത്തിനെ കണ്ടുപിടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു ചളിപ്പ് അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ റീസൺ അതെന്താണെന്ന് പറഞ്ഞ് അതൊന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് നമ്മുടെ നീൽകണ്ഠയ്ക്ക് സാധിക്കുന്നില്ല. സോ ഹി ഡിസൈഡഡ് ടു ലീവ് ദാറ്റ് ഹൗസ്. അങ്ങനെയാണ് നമ്മുടെ നീൽകണ്ഠ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ നമ്മുടെ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതിൽ എക്സ്പ്രഷൻസ് ഇമോഷണലി ആണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത് നമ്മുടെ ഡയറിയിൽ. കൃത്യമായിട്ട് പേടിക്കേണ്ട, നമുക്ക് ഇത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോയെന്നുള്ളൂ. മാത്രം നിങ്ങൾ എടുത്ത് മെയിൻ ഇൻസിഡൻസ് മാത്രം നമ്മുടെ നീൽകണ്ഠയ്ക്ക് ഫീൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഇൻസ്റ്റാന്റ് അവനത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കിരണിനെ അതിന് എന്തിനു വേണ്ടിയാണ് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ആ ഒരു വിഷമമാണ് കൂടുതലും നീൽകണ്ഠയെ അവിടെ നിന്നും ഇറങ്ങി പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. സോ ആ ഒരു ഇൻസിഡന്റ് ആണ് ഇവിടെ നമ്മുടെ ഡയറി എൻട്രിയിൽ വരേണ്ടത്.
Okay, appo adutha homeopathinte chapter ആണ് ടീച്ചർ. Okay, the homeopath managed to reach his friend's house after the terrible incident. Incident എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, തമാശ ഇൻസിഡന്റ് ആണ് ടീച്ചർ. Yes. Okay, so he was unable to sleep that night. He jolted down some of his feelings in his diary. Write down the likely diary entry. Simple ആണ്, ഒന്നുമില്ല, നമുക്ക് ആ ഒരു ചാപ്റ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടെറിബിൾ ഇൻസിഡന്റ്. എക്സാക്ട്ലി. ടെറിബിൾ ഇൻസിഡന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ടെറിബിൾ ഇൻസിഡന്റ് എന്തായിരുന്നു അല്ലേ. ഏത് അനിമലിനാണ് അവിടെ വന്നത് എന്ന് പറഞ്ഞേ, നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഉണ്ടല്ലോ ഏത് അനിമലാണ് അവിടെ വന്നതെന്ന് പറഞ്ഞേ, അല്ലെ ഏതൊരു റെപ്റ്റൈലാണ് അവിടെ വന്നത്, ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ആൾ ആരാണെന്ന് വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ കമന്റ് ഇട്ടേ. ഓക്കേ, നൈസ്. ഓക്കേ, കോബ്ര അല്ലെങ്കിൽ സ്നേക്ക്. ഓക്കേ, എന്തായാലും കുഴപ്പമില്ല. ഓക്കേ, സ്നേക്ക് ആണ് അവിടെ വരുന്നത്. സ്നേക്ക് വന്ന് കയ്യിൽ ചുറ്റുന്നു, സ്നേക്ക് റിഫ്ലക്ഷൻ കാണുന്നു മിററിലേക്ക്. അപ്പൊ ഓൾറെഡി നമ്മുടെ ഹോമിയോപതി ഒരു അഡ്മയർ ആണ് ബ്യൂട്ടിയുടെ. കോൺഷ്യസ് ആണ്, ഫുൾ ടൈം കണ്ണയുടെ മുമ്പിലൊക്കെ നോക്കുക, ഇടയ്ക്കൊന്ന് സ്മൈൽ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഡെയിലി ഷേവ് ചെയ്യുക വേണ്ടി. പിന്നെ കുറെ ഇതുണ്ടായിരുന്നു അല്ലേ, പിന്നെ എന്താണ് നമ്മുടെ ഹോമിയോപതി, അതൊക്കെ നമ്മുടെ കാറ്റ സ്കെച്ചിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇൻസിഡന്റ് മാത്രം മതി. ഓക്കെ, അപ്പൊ ഇൻസിഡന്റ് ഒന്നുമില്ല, ക്യാരക്ടർ നമ്മുടെ റൈറ്റർ ഓടുന്നുണ്ട് ഈ ഒരു കാര്യം. പേടി എന്തിനാണ്, സ്നേക്കിനെയാണ് പേടി നമ്മുടെ കഥയിൽ. ഓക്കെ, ഇങ്ങനെ ബ്യൂട്ടി എന്താ ചെയ്യാ, എൻജോയ് ചെയ്യുന്ന സമയത്ത് മിററിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സ്വന്തം ബ്യൂട്ടി ഇങ്ങനെ ആ ഒരു കോൺഷ്യസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുകളിൽ നിന്ന് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ആദ്യം നമ്മുടെ ഹോമിയോപതി വിചാരിക്കും ബട്ട് അതല്ലായിരുന്നു. എന്തായിരുന്നു, വീഴുമ്പോഴാണ് അറിയുന്നത് ഇറ്റ് വാസ് എ ഫാറ്റ് സ്നേക്ക് അല്ലേ. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ അത് കോയിൽ ചെയ്യുന്നു. അപ്പൊ അനങ്ങാൻ പറ്റുന്നില്ല, കാരണം നരേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാല് ഇത്രയും ഗ്യാപ്പിലാണ് ഈ ഫാം സ്നേക്ക് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ സ്നേക്ക് പതിയെ നോക്കിക്കഴിഞ്ഞപ്പോൾ ടേബിളിന്റെ മിറർ കാണുന്നു. ആ മിററിൽ തന്റെ റിഫ്ലക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് പതിയെ നമ്മുടെ ഹോമിയോപത്തിനെ വിട്ടിട്ട് ആ ടേബിളിലേക്ക് വന്ന് ആ മിററിലേക്ക് നോക്കി നിൽക്കുന്നു. ആ സമയത്താണ് നമ്മുടെ ഡോക്ടർ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത്. എസ്കേപ്പ് ചെയ്യുമ്പോൾ വേറെ സംഭവം ഉണ്ട്, ഡോർ അടക്കണില്ല. ഡോർ അടയ്ക്കാണ്ടാണ് അയാൾ എസ്കേപ്പ് ആവുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ്, പിറ്റേ ദിവസം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന് നോക്കുമ്പോ അവിടെ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടറിന്റെ റൂമില്? ഒന്നുമില്ല, എല്ലാം കള്ളടിച്ചുകൊണ്ട് പോയി. ഇതാണ് ആ ടെറിബിൾ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അതായത് ബ്യൂട്ടി നോക്കുന്ന സമയത്ത്, അദ്ദേഹം സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് സ്നേക്ക് മുകളിൽ നിന്ന് വീഴുന്നു. അതിന്റെ ആ ഒരു ഇത്തിരി നേരത്തേക്കുള്ള ആ ഒരു സംഭവങ്ങളാണ് നമ്മുടെ ഈ ഡയറി എൻട്രിയിൽ വരേണ്ടതും. ഓക്കെ, ബിക്കോസ് ഇതിൽ നമുക്ക് ഒരിക്കലും കള്ളൻ വന്ന കാര്യങ്ങളൊന്നും ഇതിൽ എഴുതരുത്. ബിക്കോസ് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് നമ്മൾ എപ്പോഴും സിറ്റുവേഷൻസ് കൃത്യമായിട്ട് വായിക്കണം. ഇവിടെ കൃത്യമായിട്ട് മാനേജ് ടു റീച്ച് ഹിസ് ഫ്രണ്ട്സ് ഹൗസ്. ഫ്രണ്ടിന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ആ ഒരു ടെറിബിൾ ഇൻസിഡന്റിനെ പറ്റിയുള്ള ഡയറി എൻട്രി. തിരിച്ചു വന്ന് വീട് ചെക്ക് ചെയ്യുന്നതോ കള്ളന്മാരെടുത്തോണ്ട് പോകുന്നതും അതൊന്നും ഇതിൽ മെൻഷൻ ചെയ്യരുത്. ഓക്കെ, ആ ഒരു ടെറിബിൾ ഇൻസിഡന്റ് മാത്രം മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, so Martha was upset when she was informed by the principal that she should pay for the scholarship jacket. She approached the grandfather for the money, but the grandfather was not ready to pay for the jacket. She expressed her feeling in the diary, attempt a likely diary entry. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഓൾറെഡി പോയ ഒരു കഥയായിരുന്നു മാർത്തയുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളത്. ഇതിലും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഡയലോഗാണ്. ആ ഒരു ലൈൻസ് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ലൈൻസ് സെഡ് ബൈ മാർത്താസ് ഗ്രാൻഡ് ഫാദർ. ആ ഒരു ഡയലോഗ് കൊണ്ടാണ് മൊത്തം സ്കൂൾ എഫക്റ്റീവ് ആയിട്ട് വേണ്ട ഈ ജാക്കറ്റ് മാർത്തയ്ക്ക് സ്വന്തം എന്ന് പറഞ്ഞ് മാർത്തയ്ക്ക് കൊടുത്തത് അല്ലേ ടീച്ചറെ? ഓക്കെ, പിന്നെ ഇതിൽ കൃത്യമായിട്ട് പറയേണ്ടത് എന്തൊക്കെയാണ് ടീച്ചറെ? ഒന്ന് ഇതിൽ നമുക്ക് മാർത്ത ആ ഒരു ഇൻസിഡൻസ്, അതായത് നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിന് പൈസ അവർ ചാർജ് ചെയ്യുന്ന കാര്യം മെൻഷൻ ചെയ്യുക. അതിനുശേഷം ഈ കാര്യം വന്ന് വളരെ വിഷമത്തോടു കൂടി, കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഒരു പുവർ ഫാമിലിയിൽ നിന്നാണ് നമ്മുടെ മാർത്ത വരുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ട് പേ ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. പക്ഷെ പ്രിൻസിപ്പാൾ ആണ് പറയുന്നത് നിന്റെ മുത്തശ്ശന് ഇത്ര ഏക്കർ ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നിന്റെ മുത്തശ്ശനോട് പറഞ്ഞാൽ ഹി മേ ബി വിൽ ഗീവ് ദ മണി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ മുത്തശ്ശനോട് വന്ന് പറയുമ്പോഴാണ് മുത്തശ്ശൻ നമ്മുടെ മാസ് ഡയലോഗ് ഇറക്കിക്കൊണ്ട് ഇത് തരില്ല അല്ലേ, പൈസ തന്ന് മേടിക്കുന്നത്. അതൊരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവോ? അതിന് വാല്യൂ ഉണ്ടാവില്ല. നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന ഒരു സാധനം എന്തായാലും കിട്ടും എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ നമ്മളത് കാശ് കൊടുത്ത് വാങ്ങണമെങ്കിൽ അതിന് നോ വാല്യൂ, അതിന് വാല്യൂ ഡിക്ലൈൻ ആവുകയാണ് അവിടെ. പക്ഷെ നമ്മൾക്ക് ആ ഒരു സാധനം നമ്മൾ നേടുകയാണെങ്കിൽ അത് നമുക്കൊരു സ്പെഷ്യൽ ഓണർ തരും. പൈസ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മാർത്തയ്ക്ക് വളരെയായിട്ട് വിഷമം വന്നിട്ടുണ്ട്, ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ മാർത്ത ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തതും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് മാത്രമായിരുന്നു. ഓക്കെ, അപ്പൊ അത് പൈസ കൊടുത്തെങ്കിലും മേടിക്കണം എന്നുള്ള ഒരു തോന്നല് നമ്മുടെ മാർത്ത
യെസ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് അവൾ അത്രയും ആഗ്രഹിച്ചതുകൊണ്ടാണ് ആ പൈസ മുത്തശ്ശനോട് മേടിക്കാൻ വരുന്നത്. അപ്പോൾ ആ പൈസ മുത്തശ്ശൻ തരില്ല എന്ന് അറിഞ്ഞപ്പോഴുള്ള ആ ഒരു വിഷമം അവൾ ഒരുപാട് ഇതാവുന്നുണ്ട്. പിന്നീട് എന്താണ് താൻ പിറ്റേ ദിവസം പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ചെന്ന് അത് മുഖത്ത് നോക്കി പറയും എന്നുള്ളൊരു ഒരു എന്താ പറയുക വളരെ ബോണ്ടായിട്ടുള്ള തീരുമാനത്തിലേക്ക് നമ്മുടെ മാർത്ത എത്തുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പക്ഷേ മാർത്തയ്ക്കും ആ ഒരു വിൽ പവർ ഗ്രാൻഡ് ഫാദറിന്റെ ആ ഒരു ഡയലോഗിൽ നിന്നാണ് നമ്മുടെ ഡയലോഗ് മറക്കരുത്. ആ ഒരു ഡയലോഗിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മാർത്തയ്ക്കും ആ ഒരു ബോൾഡ്നെസ് കിട്ടുന്നത്. ഓക്കെ, പ്രിൻസിപ്പാളുടെ മുഖത്തേക്ക് ഞാനത് സ്ട്രേറ്റ് ആയിട്ട് പറയും, കാരണം ഇത് പേ ചെയ്യാൻ എൻ്റെ മുത്തശ്ശൻ റെഡിയല്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആകില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മുടെ എന്താണ് മാർത്തയുടെ ഡയറി എൻട്രിയിൽ വരേണ്ടത്. അതായത് മുത്തച്ഛൻ്റെ അടുത്ത് വന്ന് ക്യാഷ് ഒരു പൈസ ചാർജ് ചെയ്യുന്നതും മുത്തച്ഛനോട് വന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛൻ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ പേരിൽ നമ്മുടെ മാർത്ത ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതും. ആൻഡ് ഫൈനലി ഷീ ഡിസൈഡഡ് ടു ഡയറക്ട്ലി ടെൽ ടു ദ പ്രിൻസിപ്പൽ അബൌട്ട് വാട്ട് ഹെർ ഗ്രാൻഡ് ഫാദർ ടോൾഡ് ഹെർ. ഓക്കെ, വെരി നൈസ്. അടുത്ത ടീച്ചറെ വാങ്ക. ശ്രദ്ധിക്കണം, നമ്മൾ ഒരു കാര്യം പഠിക്കുന്ന നറേറ്റീവിൽ പഠിച്ച കാര്യങ്ങൾ, റൈറ്റപ്പിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഡയറി എൻട്രിയിൽ ചോദിക്കുന്നത്. സോ ചാപ്റ്റേഴ്സിന്റെ ഒരു സമ്മറി, പെർഫെക്റ്റ് സമ്മറി നമുക്ക് മൈൻഡിൽ വെച്ചാൽ എല്ലാവരും കൃത്യമായിട്ട് എഴുതാൻ പറ്റും ടീച്ചർ. പിന്നെ സമ്മറി അറിയാന്നുണ്ടെങ്കിൽ അതുപോലെ റൈറ്റപ്പ് എഴുതാൻ വേണ്ടി തീമിന്റെ ആവശ്യം മാത്രം മതി. നമുക്ക് തീം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രമല്ലേ ടീച്ചർ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വാങ്കാസ് ഗ്രാൻഡ് ഫാദർ വാസ് സാഡ് ആഫ്റ്റർ ഹി ഹാഡ് ലെഫ്റ്റ് ദ boy at Ayakin's workplace. He writes a feeling in his diary. Prepare a likely diary entry of the grandfather. ശ്രദ്ധിക്കണം, ഗ്രാൻഡ്ഫാദർ ആണ് ഗ്രാൻഡ്ഫാദറിന്റെ ഡയറി എൻട്രി ആണ്. അതായത് അമ്മയുടെ മരണശേഷം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വാങ്കയുടെ അമ്മയുടെ മരണശേഷമാണ് വാങ്കയെ മോസ്കോയിലോട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ അയക്കേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക കണ്ടീഷൻ, അപ്പോഴത്തെ ആ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ, അവനെ ലുക്ക് ആഫ്റ്റർ നോക്കി നടത്താനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വാങ്കയെ വിടേണ്ടി വരുന്നത്. അപ്പോൾ മാറി നിൽക്കുമ്പോൾ തന്നെ അത്ര നാളും കൂടെ നിർത്തി വളർത്തിയ ഒരു പയ്യനെ, സ്വന്തം കൊച്ചുമകനെ, ഗ്രാൻഡ് സണ്ണിനെ പറഞ്ഞു വിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മുത്തശ്ശന്റെ ആ ഒരു വിഷമം, അവൻ അവിടെ എന്തെടുക്കായിരിക്കും അല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ആരുമില്ല, ഒറ്റയ്ക്കാണ് പറയുന്ന അത്രയും പ്രായവും കുറവാണ്, 9 years old. പക്ഷേ എന്താ ആ ഒരു പോവർട്ടിയാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈലൈറ്റ് വരുന്നത്. പോവർട്ടിയാണ്. അപ്പോൾ എന്താ പറയുക, അവൻ എന്തെടുക്കായിരിക്കും, അവൻ അവിടെ സുഖമായിരിക്കും, ഇനി അവിടെ ഉള്ള ആൾക്കാർ എങ്ങനെയാണ്, അലിയാക്കിന്റെ കാര്യം പ്രത്യേകിച്ച്, അയാൾ നല്ലവനാണോ ചീത്തയാണോ എന്നൊന്നും നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് അറിയില്ല. അപ്പോൾ ചിന്തിക്കുക, ക്രൂവൽ ആയിരിക്കുമോ അല്ലെങ്കിൽ നല്ല മനുഷ്യനായിരിക്കുമോ, വാട്ട് ഹി വാസ് ഡൂയിങ് ഡ്യൂറിങ് ദാറ്റ് ടൈം ഒക്കെ. പിന്നെ മാത്രമല്ല ക്രിസ്മസ് ഈവും കൂടിയൊക്കെ വരെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ അവന് നല്ലതായിട്ട് മിസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഡയറി എൻട്രിയിൽ നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ റൈറ്റപ്പ് ഡയറി എൻട്രി അല്ലേ, ഡയറി എൻട്രി. അപ്പൊ നമ്മൾ ഇനി ഫോർമാറ്റിലേക്ക് പോവാണ്. ഈ യെല്ലോ ലൈനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ 10th June 2020 വെനസ്ഡേ, ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ഡേറ്റ് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഡേ മെൻഷൻ ചെയ്യേണ്ടത് അല്ലേ ടീച്ചർ? ഡേറ്റ് കഴിഞ്ഞിട്ട് ഡേ മെൻഷൻ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിയർ ഡയറി. നമ്മൾ ഏതൊരാളുടെ ഡയറി എഴുതുമ്പോഴും ആദ്യം ഡയറിനോട് ഒരു സാലുട്ടേഷൻ കൊടുക്കുമല്ലോ ടീച്ചർ. നമ്മൾ ലെറ്റർ റൈറ്റിംഗിലൊക്കെ സാലുട്ടേഷൻ വരുമല്ലോ. ഓക്കെ, അപ്പൊ അതുപോലെ ഡിയർ ഡയറി, സ്കൂളുകളിൽ ഡിയർ ഡയറി എഴുതിയില്ലെങ്കിൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് ഇതിലേക്ക് ഇൻസിഡന്റിലോട്ട് കടക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഡിയർ ഡയറി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയണമെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ് ഫോർമാറ്റ്, നോ പ്രോബ്ലം. പക്ഷേ ഡേറ്റിന്റെ ഫോർമാറ്റ് ഇത് തന്നെ ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, 10th June 2020 വെനസ്ഡേ, കറക്റ്റ് ഡേറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഡേ, ഏതാണോ ഡേ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഹോമിയോപ്പത്തിന്റെ ഡയറി എൻട്രി ആണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നതിന്റെ ആൻസേഴ്സ് ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. ലാസ്റ്റ് ഒരു കുറച്ച് ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഹോമിയോപ്പത്തിന്റെ ആണ്. സോ അത് കാരണമാണ് അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു പോകാം. വാട്ട് ആൻ ഇൻക്രെഡിബിൾ ഇൻസിഡന്റ്. ഇറ്റ് വാസ് ഈവനിങ്, വാസ് സിറ്റിംഗ് ഓൺ എ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ. ടീച്ചർ പറഞ്ഞ പോലെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഹോമിയോപ്പത്ത് ഡോക്ടർ. ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആണ്. So you want to be handsome. Teacher beauty. Yes, of course. Every person is a beauty conscious. The male ayalum, female ayalum, no matter, everyone is a beauty conscious person. Okay. So was a bit proud of my profession and handsomeness. Oh my God, I can't think of it. A large snake landed on my shoulder, coiled around my left arm, was terribly shocked. നമ്മുടെ പേടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. സ്നേഹിനെ പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. Sat like a statue. ടീച്ചർ പറഞ്ഞ സ്റ്റാച്ചു ആയിട്ടിരിക്കണം because ഇവിടെ എത്തി. Yes. Okay. So sure to bite me if I moved. എന്തായാലും ഉറപ്പാണ് പാമ്പിന്റെ കടി. Pray to God with all my heart. God heard my prayers. The snake show is its reflection in the mirror. Left my shoulder, crept in the table and remained there. അവിടെ തന്നെ ടേബിളിലേക്ക് പോയി, മിറർ ടേബിളിലേക്ക് പോയി.
സോറി ഡ്രസ്സിംഗ് ടേബിളിലേക്ക് പോയി നമ്മുടെ സ്നേക്ക് കഴിഞ്ഞ മിററിന്റെ മുമ്പിലേക്ക്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ I quickly went out and ran towards my friend's house. What a miraculous escape. അല്ലെ അവിടെ ആ മിറർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഹോമിയോപതി പെട്ടുപോയേ. ചിലപ്പോൾ ഡയറി എഴുതാൻ പോലും ഉണ്ടാവില്ലായിരുന്നു. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ടെറിബിൾ എക്സ്പീരിയൻസ്. What a terrible experience. കേൾക്കുമ്പോൾ നമുക്കൊരു തമാശ പോലെ തോന്നുമെങ്കിലും ഹോമിയോപതിനെ സംബന്ധിച്ച് അതൊരു ടെറിബിൾ എക്സ്പീരിയൻസ്. നമ്മളാണെങ്കിൽ നമ്മൾ ഇതൊക്കെ തന്നെ ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് പക്ഷെ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോ അതൊരു എക്സാക്ട്ലി അത് നമുക്ക് പെട്ടെന്ന് ഒരു മോക്കിംഗ് ഇത് തമാശയായിട്ട് തോന്നും. പക്ഷെ വാട്ട് ഇഫ് ദിസ് തിങ് ഹാപ്പൻഡ് ഇൻ അവർ ലൈഫ് അല്ലേ, നമ്മൾ ഓടി രക്ഷപ്പെട്ടാനായിരുന്നു. ഓക്കെ നൈസ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടാണ് എഴുതുന്നത്. സോ ഒരിക്കലും മെൻഷൻ ചെയ്യരുത്, തെഫ്റ്റ് നടന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പൊ മെൻഷൻ ചെയ്യരുത്. ഓക്കെ, ബിക്കോസ് നമുക്ക് എപ്പോഴും ഡയറി എൻട്രി എഴുതാൻ വരുമ്പോൾ ആ ചോദ്യം കറക്റ്റ് ആയിട്ട് വായിക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് തരുന്ന ക്വസ്റ്റ്യൻസ് അത് ഏത് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഡയറി എൻട്രി ആണെങ്കിലും യു ഷുഡ് റീഡ് ദ ക്വസ്റ്റ്യൻസ് വെരി വെൽ. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കുക, ഏത് ഇൻസിഡന്റ് ആണ് അവിടെ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കുക. കാരണം ഓരോ ചാപ്റ്റേഴ്സിലും ഒരുപാട് ഇൻസിഡൻസ് അതിനകത്തൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏത് ഇൻസിഡന്റ് ആണ് അല്ലെങ്കിൽ ഏത് കാര്യമാണ് അവിടെ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് വെച്ചിട്ട് വേണം നമ്മുടെ ഡയറി എൻട്രി എഴുതാനായിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡയറി എൻട്രി നമ്മൾ തീർന്നു. നമ്മൾ 3 കാര്യങ്ങൾ തീർന്നല്ലേ ടീച്ചറെ? നറേറ്റീവ് തീർത്തു, റൈറ്റപ്പ് തീർത്തു, ഡയറി എൻട്രി തീർത്തു. അതിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടതാണ് ടീച്ചറെ എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഫസ്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ആദ്യത്തെ യൂണിറ്റ് ആദ്യത്തെ 2 യൂണിറ്റ് ആണ് റൈറ്റപ്പ് കൂടുതലും ചോദിച്ചത്. നരേഷൻ ആണെങ്കിലും ശരി, റൈറ്റപ്പ് ആണെങ്കിലും ശരി. ഇപ്പോ ഡയറി എൻട്രി പിന്നെ വാങ്കയുടെ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വാങ്കയുടെ ചാപ്റ്റർ ആ ഒരു ചൈൽഡ് ലേബർ എന്ന് പറയുന്ന തീം വരുന്ന കാരണം ദാറ്റ് ചാപ്റ്റർ ഇസ് റിയലി ഇമ്പോർട്ടന്റ്. ഓക്കെ, ആ ചാപ്റ്റർ എന്തൊക്കെയായാലും പഠിച്ചു വെക്കുക. ഓക്കെ സോ നൗ വി ആർ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇനി ഇത് കുറച്ച് ലൈൻസുകളാണ് അല്ലേ ടീച്ചറെ? നമ്മൾ ഡയറി എൻട്രി എഴുതുന്ന സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ തുടങ്ങണം, നമുക്ക് ഏത് ലൈൻസ് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ മോസ്റ്റ് കോമൺലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇറ്റ് വാസ് അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. അത് ഏതൊരു ഡയറി എൻട്രി വന്നാലും നമുക്ക് അത് എഴുതാൻ പറ്റുന്ന നമുക്ക് സ്റ്റാർട്ടിംഗ് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ തുടങ്ങും. ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത. അതിപ്പോ നമ്മുടെ ശരിക്കും അദ്ദേഹം ഒരിക്കലും ആനായിട്ട് മറക്കില്ല. വാട്ട് എ വണ്ടർഫുൾ ഡേ. ഇപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ we can use what a wonderful day. അത് കഴിഞ്ഞിട്ട് an unexpected day in my life. ഇതും നല്ല ഹാപ്പി മൂഡ്. ഇനിയിപ്പോ അഥവാ പെട്ടെന്ന് ഒരാള് വരികയാണ് അങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന സമയത്ത് we can use the same thing. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡയറി എൻട്രി ഈ പറയുന്ന ഏത് സെന്റൻസ് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ക്ലിയർ അല്ലേ? ഡയറി എൻട്രി ഓക്കെ അല്ലേ? പിന്നെ നമ്മള് ഫയർ അടക്കം പിള്ളേര് വരുന്നുണ്ട്. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് നമ്മള് പേപ്പർ വായിക്കുന്ന ആൾക്കാരുണ്ടോ ഇതില്? അങ്ങനെയുള്ള ന്യൂസ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് പേപ്പറിലോ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ന്യൂസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് നമുക്ക് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ് റിപ്പോർട്ട്സിലേക്ക് നോക്കാം. The shooting of the film മകളെ നോട്ട് ചെയ്യാട്ടാ. ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ്? പ്രൊജക്ട് ടൈഗർ ആണ് ആദ്യം തന്നെ ഇതിൽ ഷോ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ബൈ സത്യജിത് റായ് ഈസ് ഇൻ നോട്ടിൻഗ്രാം attracted media attention because tiger യൂസ് ചെയ്യുന്നുണ്ട്. നാഷണൽ അനിമൽ ടൈഗർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. The news appeared in a daily newspaper and in the following days. Okay, so prepare a likely news report. ഒരു ന്യൂസ് റിപ്പോർട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തിനെ പറ്റി? ആ ഒരു ഇൻസിഡന്റ് അല്ലേ, ഷൂട്ടിങ്ങിനെ അത് വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മുടെ ടൈഗർ വരുന്നു, ടൈഗറിന്റെ റിയാക്ഷൻസ് അവർ ഷൂട്ട് ചെയ്യുന്നു, കാര്യങ്ങൾ നല്ല പക്കയായിട്ട് ഷൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് അത് നമുക്കിനി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് ദ സൂസൈഡ് അറ്റംപ്റ്റ് മെയ്ഡ് ബൈ മിസ്റ്റർ ജോൺ ആൻഡ് ദി അറ്റംപ്റ്റ്സ് ടു സേവ് ഹിം ബൈ മിസ്റ്റർ ക്രോണിൻ ആൻഡ് ദ സർജന്റ് അപ്പിയർഡ് ആസ് ദ ന്യൂസ് as a news report in the English Daily. Prepare a possible news report. Okay, അപ്പോൾ നമ്മുടെ മിസ്റ്റർ ജോൺ നമ്മുടെ സൂയിസൈഡ് അറ്റംപ്റ്റ് ജോണിനെ രക്ഷപ്പെടുത്തി നമ്മുടെ ലാൻഡ് ലേഡി, അതേപോലെ തന്നെ ഇവരുടെ കാര്യങ്ങൾ ആ ഒരു ഇൻസിഡന്റ് ആണ് പിറ്റേ ദിവസം നമ്മുടെ റിപ്പോർട്ടിൽ ന്യൂസ് റിപ്പോർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ സോ അപ്രിസിയേഷൻ ആണ്. അപ്പോൾ നേരത്തെ സ്ലൈഡ് ഒന്നും കൂടി എടുത്തേ സാറേ. ഓക്കെ, പാർവതി ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടൈറ്റിൽ.
ടൈറ്റിൽ വേണം. നമ്മൾ ഏതൊരു ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ആദ്യം ഒരു കട്ടക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന കുറച്ച് ന്യൂസുകളാണോ അല്ലേ? വാട്ട് ഹാപ്പൻ ടുഡേ, അല്ലെങ്കിൽ ഫാമേഴ്സിന്റെ സ്ട്രൈക്ക് ആണെങ്കിൽ ഫാമേഴ്സ് സ്ട്രൈക്ക് അറ്റ് ഡൽഹി, അല്ലെങ്കിൽ എന്തൊക്കെയാണോ മെയിൻ ഇൻസിഡന്റ് എന്താണ് ആ ഒരു സബ്ജക്ട് അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മളും ന്യൂസ് റിപ്പോർട്ട് കൃത്യമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ചില കുട്ടികളുടെ ഫോർമാറ്റിൽ ഞങ്ങൾ കണ്ടുവന്നിരിക്കുന്നത് ബൈ ആരാണ് എഴുതിയേക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ടീച്ചർ എക്സാമിൽ ഇന്നത് എഴുതണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ സൈഡിലായിട്ട് ഒന്ന് മെൻഷൻ ചെയ്യും സ്റ്റാഫ് റിപ്പോർട്ട്. ഓക്കെ, ചില ഇതിനകത്ത് അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുമാണ് ചില സ്കൂളിലെ ടീച്ചേഴ്സ് അവരൊക്കെ പറഞ്ഞത്. എന്താണോ സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാഫ് റിപ്പോർട്ട് എന്ന് എഴുതണം പറഞ്ഞിട്ടുള്ളവർ കറക്റ്റ് ആയിട്ട് അത് എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡിങ് എഴുതാം കറക്റ്റ് ആയിട്ട്. നമുക്ക് തരുന്ന ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ വേണം കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹെഡിങ് ഫ്രെയിം ചെയ്യാനായിട്ട്. അതെ അതെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണമെന്ന് സ്ഥലം, ഡേറ്റ് ആൻഡ് പ്ലേസ് ഷുഡ് ബി മെൻഷൻഡ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഡേറ്റ് ഏതാണെന്ന് എഴുതും. ഇപ്പോൾ 4th June ആണെങ്കിൽ 4th June റൈറ്റ് 4th June. ഇഫ് ഇറ്റ്സ് 26 January റൈറ്റ് 26 January. എന്താണോ ഡേറ്റ് കൃത്യമായിട്ട് ആ ഡേറ്റ് മെൻഷൻ ചെയ്യുക. ദർ ഇസ് നോ നീഡ് ടു മെൻഷൻ ദ ഇയർ അല്ലേ, ബിക്കോസ് എന്തൊക്കെയായാലും ആ ഒരു പെർട്ടിക്കുലർ ഇയറിലെ ന്യൂസ് പേപ്പർ ആയിരിക്കും വരുന്നത്. സോ ഇയർ മെൻഷൻ ചെയ്യേണ്ട യാതൊരുവിധ കാര്യവുമില്ല. സോ ഫോർമാറ്റിന് തന്നെ മാർക്ക് ഉണ്ട് കേട്ടോ. ഒരു മാർക്ക് എല്ലാത്തിനും ഫോർമാറ്റ്. അപ്പം നമ്മുടെ ഫോർമാറ്റ് ഒരിക്കലും നമ്മൾ തെറ്റിക്കരുത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഹെഡിങ്ങിന് ശേഷം ഡേറ്റ് ആൻഡ് പ്ലേസ്. ഇനി സ്റ്റാഫ് റിപ്പോർട്ടറിന് എഴുതണം നിർബന്ധം പറഞ്ഞിട്ടുള്ളവർ അത് കറക്റ്റ് ആയിട്ട് സ്റ്റാഫ് റിപ്പോർട്ടറിന് എഴുതാം. പിന്നെ നമ്മുടെ ഇൻസിഡന്റിലേക്ക് എന്തിനെ കുറിച്ചിട്ടാണോ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. യെസ്, എവിടെ എന്താണ് സംഭവം, വാട്ട് എന്താണ് അവിടുത്തെ യഥാർത്ഥ നടന്ന സംഭവം, എന്താണ് എവിടെ വെച്ചിട്ടാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ ന്യൂസ് റിപ്പോർട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ആ ഇൻസിഡന്റ്, എവിടെ വെച്ചിട്ടാണ് ആ ഇൻസിഡന്റ് നടക്കുന്നത്, എങ്ങനെയാണ് അത് നടന്നത് എന്നുള്ള കാര്യങ്ങൾ വേണം അതിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട്. ആഫ്റ്റർ ദാറ്റ് ഇനി എടുക്കാൻ പോകുന്ന ഡിസിഷൻസ് അതെന്താണ് ഒരു കൺക്ലൂഷൻ പോലെ അല്ലെ, എന്തൊക്കെയാണ് സംഭവം, ആർക്കൊക്കെ എന്തെങ്കിലും പരിക്കുരുന്ന അവർക്ക് എന്തെങ്കിലും ചികിത്സ കൊടുത്തോ, ലൈക്ക് വൈസ് അങ്ങനത്തെ. ഇപ്പൊ വേറെ എന്തെങ്കിലും ഇൻസിഡന്റ് ആണെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമുക്കിപ്പോ ടൈഗറിന്റെ എക്സാമ്പിൾ എടുക്കാം. അവര് ഷൂട്ടിംഗ് പാക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞൊരു കൺക്ലൂഡിംഗ് ലൈൻ എന്തൊക്കെയായാലും കൊടുക്കണം. ഓക്കെ, അവിടെ ഷൂട്ടിംഗ് നടന്ന കാര്യങ്ങൾ അല്ലാണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞു ദിവാലിക്കല്ലായിരുന്നു റിലീസ്. അതിന്റെ ദിവാലി റിലീസ് ആയിരുന്നു നമ്മുടെ ഗോപികനെ ഭാഗപനാന്ന് ദിവാലി റിലീസ് ആണെന്ന് പറഞ്ഞ് നമുക്കത് കൺക്ലൂഡ് ചെയ്യുന്ന ലൈനിൽ തന്നെ അത് തീർക്കുക. ഓക്കെ, അപ്പൊ ന്യൂസ് റിപ്പോർട്ട് ക്ലിയർ അല്ലേ ടീച്ചർ? ബിക്കോസ് നമ്മൾ ഓൾറെഡി നല്ലോണം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടന്റ് സമ്മറി നമ്മൾ ഓൾറെഡി റൈറ്റപ്പിലും നരേറ്റീവിലും കൊടുത്തത് കൊണ്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പൊ ന്യൂസ് റിപ്പോർട്ട് ഓക്കെ ആയി എന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്ടന്റെ ആപ്പിളും പോരട്ടെ, എല്ലാം പോരട്ടെ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഓൾമോസ്റ്റ് ഒരു റൈറ്റിംഗ് സെക്ഷൻ ആയി കഴിയാതിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കുട്ടികൾക്ക് കുറച്ച് പേടിയുള്ള ഒരു ഭാഗമാണല്ലോ ടീച്ചർ. പേടിക്കേണ്ട, നമുക്ക് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നല്ലോണം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നല്ലോണം തന്നെ പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾറെഡി അവരുടെ മോഡൽ എക്സാമിന് വന്ന ചാപ്റ്ററാണ്. പക്ഷെ പറയാൻ പറ്റില്ല, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ മെസ്സേജിന് മെയിൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പോയട്രി ഇതുവരെ നമുക്ക് അപ്രീസിയേഷൻ ചോദിക്കാത്ത ഒന്നാണ്. പോയട്രിയുടെ അപ്രീസിയേഷൻ ഇതുവരെ ഒരു എക്സാമിന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോയട്രി ചോദിക്കാനുള്ള സാധ്യത കുറച്ച് കമന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫാദർ ഓഫ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ ടൈമിൽ ചോദിച്ചതാണെങ്കിൽ പോലും ഫൈനൽ എക്സാമിന് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു അപ്രീസിയേഷൻ ആണ് ബാലഡ് ഓഫ് ഫാദർ ഗിലിഗ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ 3 പോയത്തിലെ അപ്രീസിയേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കൂടാതെ നമുക്ക് ബ്ലോയിങ് ഇൻ ദ വിൻഡും അതേപോലെ തന്നെ ലൈൻസ് റിട്ടൺ ഇൻ എർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പോയം കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 പോയത്തിലെയും അപ്രീസിയേഷൻ നമ്മൾ നോക്കി വെക്കുക. ഇൻ കേസ് അതിൽ നിന്ന് ചോദ്യം വന്നാൽ, അപ്രീസിയേഷൻ എഴുതേണ്ടി വന്നാൽ, വി വാണ്ട് ടു റൈറ്റ്, നമ്മൾ എഴുതാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് ഇതിൽ കൂടുതൽ കൊടുക്കുന്നത് ഈ 3 അപ്രീസിയേഷൻ ആണ്. പിന്നെ എപ്പോഴും അപ്രീസിയേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോയിറ്റിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു അറിവ് വേണം. പോയിറ്റ് ഏത് രീതിക്കാണ് ആ ഒരു പോയം എഴുതുന്നേ എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇമേജറി നിങ്ങൾക്ക് അത് നിങ്ങളുടെ മൈൻഡിൽ വേണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാൻ പറ്റും. ആ ഒരു സ്റ്റാർട്ടിംഗ് കാണുമ്പോൾ തന്നെ നമ്മുടെ ടീച്ചറിന് മനസ്സിലാവല്ലേ, കാര്യം അറിയാം. ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ പേപ്പർ ചെക്ക് ചെയ്യുന്നവർക്ക് ഒരു ഇംപ്രഷൻ, ഓ ഈ കുട്ടി പക്കയായിട്ട്. അപ്പൊ പോയട്രി എഴുതിയ ആൾക്കാരെ പറ്റി ഒന്ന് നോക്കി വെക്കുക എല്ലാവരും. പോയത്തിന്റെയും പോയിറ്റ്സിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ഡീറ്റെയിൽസ്, ഏത് നാഷണാലിറ്റി, അദ്ദേഹത്തിന്റെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താ പറയാ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നമ്മൾ എപ്പോഴും പോയിറ്റിന്റെ പേര്, അതേപോലെ തന്നെ തീം, ഇത് 3 മെയിൻ ആയിട്ട് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ വന്നിട്ടുണ്ടാവും. അത് ഏത് അപ്രീസിയേഷൻ ആണെങ്കിൽ പോലും, ഏത് പോയത്തിന്റെ അപ്രീസിയേഷൻ ആണെങ്കിലും ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ഈ 3 കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, പോയത്തിന്റെ പേര്,
പോയറ്റിന്റെ പേര്, അതേപോലെ തന്നെ നമ്മൾ എഴുതുന്ന പോയറ്റിന്റെ തീം എന്താണ്, ഈ 3 കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നിർബന്ധമാണ്. ഇറ്റ്സ് കമ്പൽസറി. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ബാലഡ് ഓഫ് ഫാദർ ഗിലിഗനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും മാത്രമേ തരുന്നു. കാരണം കണ്ടന്റ് നമ്മുടെ കയ്യിലാണ് അല്ലേ. അതായത് അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ചാൽ തന്നെ പറഞ്ഞ് ഇവർക്ക് ഈസി ആയിട്ട് കഥ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാലും നമുക്ക് ബോഡി അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് മാഡം പറഞ്ഞ പോലെ കണ്ടന്റ് നമുക്ക് കൃത്യമായിട്ട് സൂപ്പർ ആയിട്ട് അല്ലെ എഴുതാൻ പറ്റും. എല്ലാവർക്കും തുടക്കവും അതുപോലെ തന്നെ എൻഡിങ്ങിലുമാണ് ഒരു ഡൗട്ട് ഉള്ളത്. സ്പെഷ്യലി കൺഫ്യൂഷൻ ഫിഗർ ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതിനൊക്കെയാണ് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗനിലെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ഇസ് എ സിമ്പിൾ ആൻഡ് മീനിങ്ഫുൾ പോം റിട്ടൺ ബൈ W.B. Yeats. ഓക്കെ, അപ്പോൾ പോയറ്റിന്റെ പേര് വന്നു, അതേപോലെ തന്നെ പോയറ്റിന്റെ പേര് വന്നു. ദിസ് പോം ടെൽസ് ദ മൂവിംഗ് സ്റ്റോറി ഓഫ് എ ഓൾമൈറ്റീസ് ടൈംലി ഇന്റർവെൻഷൻ ഇൻ ദ ലൈഫ് ഓഫ് ആൻ ഏണസ്റ്റ് പ്രീസ്റ്റ്. അതായത് ഒരു പുരോഹിതന്റെ ലൈഫിൽ കറക്റ്റ് ടൈമിൽ ദൈവം ഇടപെടുന്ന ഒരു അതൊരു കഥ പോലെയാണ് നമുക്ക് പോയത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ബാലഡ് ആണ്. ഓൾറെഡി അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ആ പ്രീസ്റ്റിന്, അതായത് നമ്മുടെ ഫാദർ ഗിലിഗൻ അച്ഛനായിട്ട് ഇരിക്കുന്ന ആ ഒരു എന്താണ് ഏരിയയിൽ ഒരു എപ്പിഡമിക് വരുന്നു, ആൾക്കാർ ഇങ്ങനെ മരിച്ചു വീഴുന്നു. അപ്പൊ എല്ലാവർക്കും ചെന്ന് ആ ഒരു ലാസ്റ്റ് പ്രെയർ കൊടുക്കാനായിട്ട് നമ്മുടെ എല്ലാത്തിനും കൂടി പ്രീസ്റ്റ് തന്നെ വേണം, നമ്മുടെ ചർച്ച് പ്രീസ്റ്റ് തന്നെ വേണം. അങ്ങനെ അച്ഛനാണ് അക്കത്തിനും കിടന്നോടുന്നത്. അപ്പൊ എല്ലാ ഇതും കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് അടുത്ത ആള് വരുന്നത്. അപ്പോൾ തനിക്ക് റെസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ദൈവത്തോട് പരാതി പറയണത്, തനിക്കൊരു സന്തോഷമില്ല, റെസ്റ്റ് ഇല്ല, ഒന്നുമില്ലല്ലോ, ഉറക്കൂല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദൈവത്തിനോട് കുറെ പരാതിയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങിപ്പോവാണ്. അതെ അതെ, അദ്ദേഹത്തിന് ആ ഒരു ക്ഷീണം കൊണ്ടാണ് ഉറങ്ങിപ്പോകുന്നത്. ആവുമ്പോൾ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലേസിൽ നടക്കുന്ന ഒരു ഡിസീസ് അല്ല, ആ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു പെർട്ടിക്കുലർ ഡിസീസ് സ്പ്രെഡ് ആവുമ്പോഴാണ് അത് എപ്പിഡമിക് ആവുന്നത് അല്ലേ. ആൾക്കാർ മരിച്ചു വീഴുന്നു, ഫാദറിന്റെ അടുത്ത് വന്ന് ലാസ്റ്റ് പ്രെയർ കൊടുക്കുന്നു. ഫാദറിന് ഇത് തന്നെയായിരിക്കും കുറച്ച് ദിവസത്തേക്കുള്ള ഒരു വർക്ക്. കറക്റ്റ് റെസ്റ്റ് എടുക്കാൻ വന്നപ്പോഴാണ് അടുത്ത ആള് വരുന്നത്. അപ്പൊ ദൈവത്തിനോട് ഇങ്ങനെ പരാതിയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ക്ഷീണം കൊണ്ട് നമ്മുടെ ഫാദർ അവിടെ നിന്ന് ഉറങ്ങിപ്പോവാണ്. ഇത്തിരി നേരം അദ്ദേഹം ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് അദ്ദേഹം ഒരു ഉൾവിളിയോടുകൂടി എണീക്കുമ്പോൾ അയ്യോ അതിന് ആളുടെ അടുത്ത് പോയില്ലല്ലോ, താൻ അത് ചെയ്തത് തെറ്റായി പോയി. പക്ഷെ അതിന് എണീക്കുമ്പോഴാണ് ദൈവത്തിനോട് താൻ ചെയ്തതിനൊക്കെ അദ്ദേഹം സോറി പറയുന്നത്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു വീക്ക്, അതായത് അദ്ദേഹം റെഡി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരം അതിന് അദ്ദേഹത്തിനെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പോകുന്നതാണ് തനിക്ക് റെസ്റ്റ് ഇല്ല, ഇതില്ല, എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ അവിടെയുള്ള കുതിരേനെ എടുത്തുകൊണ്ട് അദ്ദേഹം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. കാരണം താൻ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ചെയ്യാതെ പോകുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് കുതിരേനെ ഓടിച്ച് അദ്ദേഹം ആ ആളുടെ ഓൾഡ് മാൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ഭാര്യ കതവ് തുറക്കുമ്പോൾ ഷി വാസ് ഷോക്ക്ഡ് ബൈ സീയിങ് ദ ഫാദർ ഗിലിഗൻ അഗെയിൻ ഇൻ ദാറ്റ് ഹൗസ്. എന്താണ്, അപ്പോൾ ആ സമയത്ത് അത്രയും വീക്ക് ആയിട്ടിരുന്ന ഫാദർ അവിടെ ഉറങ്ങിപ്പോയ സമയത്ത് ഇവിടെ മരിച്ചുപോയ ആ ഓൾഡ് മാൻ്റെ അന്ത്യദേശം, അതായത് ലാസ്റ്റ് പ്രെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം അദ്ദേഹത്തിന്റെ രൂപത്തിൽ ഒരു ഏഞ്ചലിനെ വിടാണ് അവിടേക്ക് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ഭാര്യ, അല്ലെങ്കിൽ ആ ഓൾഡ് മാൻ്റെ ഭാര്യ ഷോക്ക്ഡ് ആകുമ്പോൾ ഫാദർ എന്താ വീണ്ടും വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഫാദർ ഗിലിഗൻ നടക്കും തനിക്ക് മുൻപേ തന്നെ പോലെ ഒരാളെ ദൈവം എനിക്ക് വേണ്ടി വിട്ടല്ലോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു കഥ, അല്ലെങ്കിൽ ആ ഒരു പ്രീസ്റ്റിന്റെ ലൈഫിലേക്ക് ദൈവം ഇന്റർഫിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവം ഇടപെടുന്ന ആ ഒരു ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കഥ പോലെയാണ് ഈ പോയത്തിൽ പറഞ്ഞു തരുന്നത്. സീരിയസ്ലി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള ഒരു പോയാണ് ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടന്റ് ഏകദേശം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് നമ്മുടെ വേർഡ്സിൽ എഴുതാം. നമുക്ക് എന്താണോ ആ ഒരു പോയിമിന്ന് മനസ്സിലായി നമ്മുടെ വേർഡ്സിൽ കൃത്യമായിട്ട് എഴുതാം. ഓക്കെ, കുറെ എഴുതിക്കൂടേണ്ട കാര്യമില്ല. ഡോണ്ട് ഗോ ഫോർ ക്വാണ്ടിറ്റി. ഓക്കെ, ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യരുത്. യു ഷുഡ് ഫോക്കസ് ഓൺ ക്വാളിറ്റി. എന്താണോ എഴുതുന്നത് അതിന് ക്വാളിറ്റി ഉണ്ടാവണം. കുറെ എഴുതി കൂട്ടിയിട്ട് കാര്യമില്ല. എന്താണോ നമ്മൾ എഴുതുന്നത് അതിൽ ക്വാളിറ്റി, അതിൽ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. എന്തൊക്കെയായാലും ഒരു കുഴപ്പമില്ല, ഫുൾ മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കൺക്ലൂഷൻ പാരഗ്രാഫിൽ പകുതി ആ പോയത്തില്, ഏത് പോയത്തിന്റെ ആണെങ്കിലും അതിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഏതാണ് അത് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ അതിനൊരു എക്സാമ്പിളും എടുത്തു കൊടുക്കുക. എന്താണ് ആ ഇപ്പോൾ ഇമേജസ് ആണെങ്കിൽ അതല്ല പേഴ്സോണിഫിക്കേഷൻ ആണെങ്കിൽ, മെറ്റഫർ ആണെങ്കിൽ, അലിട്രേഷൻ ആണെങ്കിൽ അത് ഓരോന്ന് മെൻഷൻ ചെയ്തിട്ട് ആ പോയത്തിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എക്സാമ്പിളോട് കൂടി നമ്മൾ എഴുതി കഴിഞ്ഞാൽ
നമ്മുടെ കൺക്ലൂഷനും. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ ഒന്ന് കുടിച്ച് നോക്കാം ടീച്ചർ. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്ന കാര്യം നമുക്ക് ജസ്റ്റ് പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടാൽ നോക്കുന്നവർക്ക് അതൊന്ന് ഫോക്കസ് ചെയ്ത് വായിക്കാൻ പറ്റും. തീർച്ചയായും. അപ്പൊ നമ്മൾ എഴുതുന്ന മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്രീസിയേഷനും എന്താണ് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതുന്ന കാര്യങ്ങൾ ജസ്റ്റ് പെൻസിലുണ്ട്, പേനോണ്ടല്ല പെൻസിലോട് നമ്മളൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിടാം. ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അണ്ടർലൈൻ ചെയ്തിടാം മെയിൻ പോയിന്റ്സ്. എസ്പെഷ്യലി ഇപ്പോൾ പോയത്തിന്റെ കേസിലാണെങ്കിൽ പോയറ്റിക്കൽ ഡിവൈസും അതിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എക്സാമ്പിളും നമ്മൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ നോക്കുന്നവർക്ക് അത് ഇത്തിരി കൂടി ഇത് എഴുതിയിട്ടുണ്ടല്ലോ, ആ പോയിന്റ് വന്നിട്ടുണ്ടല്ലോ എന്നത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അവർക്കത്. അപ്പൊ അത് മൊത്തം വായിക്കേണ്ട കാര്യമില്ല, നമ്മുടെ സ്റ്റുഡന്റിന് കൃത്യമായിട്ട് ആൻസർ ഉണ്ടെന്നുള്ളൊരു റെഡ് ലൈൻ കണ്ട, അല്ലെ റെഡ് ലൈൻ വേണമെന്നില്ല, വേണ്ട നമ്മൾ ഏത് പേനയും കൊണ്ടാണ് അത് വെച്ച് താഴെ ഒരു അണ്ടർലൈൻ ചെയ്യുക. സോ ദാറ്റ് അത് ഹൈലൈറ്റ് ആയി നിൽക്കാൻ വേണ്ടി മാത്രം അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മുടെ എക്സാമിനർ അല്ല ആരാണോ ചെക്ക് ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ സ്റ്റുഡന്റിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൺക്ലൂഷനിലേക്ക് പോലെ ടീച്ചറെ. ദ പോയം ഈസ് എ ലിറ്റററി ബാലഡ് ആണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലിറ്റററി ബാലഡ് ആണ്. ദ പോയം ഇസ് റിച്ച് വിത്ത് ഇമേജറീസ് നല്ലോണം ഇമേജറീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ ഗ്രീൻ സോഡ് is an example of visual image. Other image ആണ്. Okay, the sparrow chirping is an example of auditory image. For half his flock were in the beds is the imagery of metaphor. Metaphor എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. മെറ്റഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ് എ കമ്പാരിസൺ, ഒന്നിനെ മറ്റൊന്നുമായിട്ട് ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യണം. അവിടെ ലൈക്കും ആസൊന്നും ഉണ്ടാവില്ല, നേരിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് അതുപോലെയാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ മെറ്റഫർ. ലൈക്കും മാസം വെച്ച് ഉപയോഗിച്ചിട്ട് ഇതേപോലെ അതുപോലെയാണ് എന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ അതെന്തായി സിമിലിയായി. ഓക്കെ, അപ്പൊ മെറ്റഫറും സിമിലിയും ഇത് പിള്ളേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കമ്പാരിസൺ ആയതുകൊണ്ട് ഇറ്റ്സ് കൺഫ്യൂസ്ഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. മെറ്റഫർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കമ്പാരിസൺ ആണ്, അവിടെ ലൈക്കും മാസും ഉണ്ടാവില്ല. സിമിലി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ലൈക്ക് അല്ലെങ്കിൽ അസ് വെച്ചിട്ട് തന്നെ ആയിരിക്കും അവിടെ കമ്പാരിസൺ വരുന്നത്. അപ്പോൾ ആസും ലൈക്കും വന്നാൽ സിമിലി, അതുപോലെ തന്നെയാണ് ഇതിനെങ്കിൽ മെറ്റഫർ. ഓക്കെ, ഇതാണ്. ഓക്കെ, അപ്പൊ ഇനി മറന്നു പോകുക, മെറ്റഫറും സിമിലി മറന്നു പോകില്ല എന്നുള്ള ഫയർ ഒന്ന് പോയിട്ട് നോക്കട്ടെ. അടുത്ത സിമിലി വരുന്നുണ്ട്. The man died as merry as a bird. Okay, so as അവിടെ വന്ന കാരണം സിമിലി ആണ്, സിമിലിയുടെ എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത റൈമിംഗ് സ്കീം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ABCD is the rhyming scheme of the poem. The poem shows the love and care of the god. Okay, ABCB ആണ് ഡാഡി, അത് ടൈപ്പ് ചെയ്തതിൽ വന്ന മിസ്റ്റേക്ക് ആണ്. ABCB ആണ് നമ്മുടെ ഫാദർ ബാലഗിലിയന്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. ABCB, ലെറ്റ് മീ റിപ്പീറ്റ് ഒന്നുകൂടി. ABCB ആണ് നമ്മുടെ ഈ ഒരു ഇതിന്റെ റൈമിംഗ് സ്കീം. ഓക്കെ, പിന്നെ പോയിറ്റിന്റെ തീം അവസാനം കൊടുത്തിട്ടുണ്ടല്ലേ, ലവ് ആൻഡ് കെയർ ഓഫ് ദ ഗോഡ്. അപ്പൊ ആ തീം വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി എടുത്ത് ലാസ്റ്റ് എടുത്തിട്ട് അതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പോയറ്റിക് ഡിവൈസസ് വെച്ചിട്ട് അവസാനിപ്പിക്കാതെ തീമിൽ പറഞ്ഞിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നമ്മൾ തീമായിട്ട് എന്ത് കൊടുത്തിരിക്കണോ അത്, അല്ലെങ്കിൽ ഓൾ ദീസ് ഡിവൈസസ് ആഡ് ബ്യൂട്ടി ടു ദിസ് പോം, അങ്ങനെ എന്തെങ്കിലും നമ്മുടേതായ ഒരു ഓൺവേർഡ്സും കൂടി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്രീസിയേഷൻ, അല്ലെങ്കിൽ യു കൻ ഓൾസോ കൺക്ലൂഡ് ദിസ് പോയം ഈസ് എ റിയലി ബ്യൂട്ടിഫുൾ പോയം എന്ന് പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് അപ്രീസിയേഷൻ ഓഫ് ദ പോം എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് ഒന്നുകിൽ ആ പോയതിന് ഹെഡിങ് എഴുതാം, അല്ലെങ്കിൽ പോയതിന് ഹെഡിങ് മാത്രം എടുത്ത് നമ്മൾ എഴുതാം. ഓക്കെ, അപ്രീസിയേഷൻ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് ഹെഡിങ് വേണം. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? 3 പാരഗ്രാഫിലായിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. നമ്മളപ്പോ സൂപ്പർ ആയിട്ട് തകർക്കും. അപ്രീസിയേഷൻ ബാലഡ് ഓഫ് ഫാദർ ഗിരിഗൻ വന്നാൽ അടിച്ച് പൊളിച്ച് എഴുതുന്നുള്ളവരൊന്ന് ഫയർ ഇട്ട് നോക്കട്ടെ. അടിച്ച് പൊളിച്ച് ഏതൊരു അപ്രീസിയേഷൻ വന്നാലും എഴുതുന്നു. ഓക്കെ, വെരി നൈസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത അപ്രീസിയേഷനോട് പോകാം, ദാറ്റ് ഈസ് പോയിട്രി. Okay, so introduction നമ്മൾ പറഞ്ഞ പോലെ poetry, the beautiful and meaningful poem written by famous Chilean poet Pablo Neruda. ഈ സെന്റൻസ് അവർക്ക് എപ്പോഴും ഉപയോഗിക്കട്ടോ, ബ്യൂട്ടിഫുൾ ആൻഡ് മീനിങ്ഫുൾ പോം. അത് ഏത് പോയം ബ്യൂട്ടിഫുൾ ഉം മീനിങ്ഫുൾ ആയിരിക്കും. അതെ. Okay, the poem is celebrated of his poetic ecstasy and he has experienced when he was embraced by the poetic creativity. Okay, അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് അല്ലേ. സെലിബ്രേഷൻ ആണ്, പോയിറ്റിക് എക്സ്റ്റസിയുടെ സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. And that he experienced when he was embraced by the poetic creativity. Okay. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പാബ്ലോ നെരൂഡ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ചിലിയൻ പോയിറ്റിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയാണ് പോയട്രി എന്നുള്ളത്. ഇവിടെ ഇദ്ദേഹത്തിന് ആ പോയിറ്റിക്കൽ ക്രിയേറ്റിവിറ്റി അദ്ദേഹത്തിന് തേടി വരും, അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി അദ്ദേഹത്തിൽ വന്നു കഴിയുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മാറ്റങ്ങളാണ്. 3 ഫേസസ് ആയിട്ടാണ് ആക്ച്വലി പോയതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പോയിറ്റിക്കൽ ആ ഒരു ക്രിയേറ്റിവിറ്റി വരുന്നതിന് മുമ്പ് അദ്ദേഹം മറ്റുള്ളവരെ അറിയപ്പെടുന്നില്ല, ഹി ഹാഡ് നോ ഫേസ് ആൻഡ് നോ വേർഡ്സ്, അതായത് അദ്ദേഹം മറ്റുള്ളവരാൽ അറിയപ്പെട്ടിരുന്നില്ല.
ഓക്കെ. ഈ ഒരു ക്രിയേറ്റിവിറ്റി വന്ന് അദ്ദേഹം കുറച്ച് പോയിംസ് ഒക്കെ എഴുതി കഴിഞ്ഞ പിന്നെയാണ് അദ്ദേഹം പാബ്ലോ നെരൂഡ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു പോയട്രിക്കൽ ക്രിയേറ്റിവിറ്റി വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനും അതിനുശേഷം അദ്ദേഹത്തിന് തേടി ആ പോയിട്രി വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൽ വരുന്ന ആ ഒരു മാറ്റങ്ങൾ, അദ്ദേഹത്തിന് ഏത് കാര്യങ്ങളും വളരെ ഇതായിട്ട് ഇമാജിനേറ്റീവ് പവർ വളരെ ഇതാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇമാജിനേഷൻ പവറിലൂടെ കൊണ്ടുവരാനൊക്കെ ഉള്ള ആ ഒരു കഴിവെടുത്ത് കാണിക്കുന്നത്. പിന്നെ എന്താണ്, ആദ്യത്തെ ലൈൻ എഴുതുന്നു. ഈ ഒരു പോയിട്രി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തനിക്ക് കവിത എഴുതാനുള്ള ഒരു കഴിവുണ്ടെന്ന് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം ആദ്യത്തെ ലൈൻ എഴുതാണ്. സോ പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു പോയിൻ നോൺസെൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യുന്നത് കവിതയെ പറ്റിയിട്ട് കവിത എങ്ങനെ എഴുതണം എന്ന് അറിയാൻ പാടില്ലാത്ത ഒരാള് എഴുതുന്ന, പക്ഷെ അതേപോലെ തന്നെ ഒരു പോർ വിസ്ഡം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒന്നും അറിയില്ലെങ്കിലും താൻ ആദ്യമായിട്ട് എഴുതുന്ന ഒരു ലൈൻ അത് എഴുതുന്ന ആളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വലിയൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത ഒരാൾ എഴുതുന്ന ഒരു പോർ വിസ്ഡം ആയിട്ടും അതേപോലെ തന്നെ ഒരു നോൺസെൻസുമായിട്ടാണ് നമ്മുടെ പാബ്ലോ നെരൂഡ ആ ഒരു വരിയെ കാണുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ പോയിറ്റിക്കൽ ക്രിയേറ്റിവിറ്റി തേടി വരുന്നതിന് മുമ്പും അതിനുശേഷവും ഫസ്റ്റ് ലൈൻ എഴുതുമ്പോൾ ഉള്ള ആ ഒരു മാറ്റങ്ങളാണ് ഈ പോയത്തിന്റെ മെയിൻ തീമായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം അല്ലേ? കൺക്ലൂഷൻ അല്ലേ? The poem is in the free verse style. Free verse style ആണ് നമ്മുടെ പോയം എഴുതിയിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഫ്രീ വേഴ്സ് സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർവതി അതിന് കറക്റ്റ് ആയിട്ട് റൈമിംഗ് സ്കീം ഉണ്ടാവില്ല, റൈമിംഗ് വേർഡ്സ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ ലൈൻ ലെങ്ത് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പോയിറ്റിന് തോന്നുന്ന ആ ഒരു ഫീലിങ്സ് അദ്ദേഹത്തിന്റെ ആ ഒരു അത്രയും സിൻസിയറിറ്റി അദ്ദേഹം എഴുതുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതില് നമുക്കൊരു ഇത്ര ലൈൻ ലെങ്ത് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ അതിൽ ഇത്ര റൈമിംഗ് സ്കീമോ റൈമിംഗ് വേർഡ്സ് ഉണ്ടാവണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതേപോലെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു റൈമിംഗ് സ്കീമോ റൈമിംഗ് വേർഡ്സോ ലൈൻ ലെങ്തോ ഒന്നും ഇല്ലാതെയുള്ള പോയത്തിനാണ് നമ്മൾ സാധാരണ ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? Poetry came in search of me and touched me is an example of personification. Now personification ടീച്ചർ ടച്ച് ആർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഈ മനുഷ്യന്റെ ക്വാളിറ്റി നൽകി ഒന്നിനെ റിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. പേഴ്സോണിഫിക്കേഷൻ, ആ പേഴ്സൺ എന്ന് പറയുന്നത് തന്നെ ഉണ്ട് എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ? ഓക്കെ. Now expressions like a note, no voice, no voices, no silence, pure wisdom are the examples of contrast. Contrast ചെയ്യാണ് അവിടെ അല്ലേ? കുറെ കാര്യങ്ങളെ വെച്ചിട്ട് കോൺട്രാസ്റ്റിംഗ് നടത്തുകയാണ്. Then something started in my soul is the example, it's an example of alliteration. അപ്പോൾ നമുക്ക് എന്താണ് alliteration ഒന്ന് കാണാം അല്ലേ? Something started in my soul. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള സൗണ്ട് ഏതാണെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ വന്നേ, വേഗാവട്ടെ. സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സൗണ്ട് ഏതാണ്? ചാറ്റ് ബോക്സിൽ വേഗം കമന്റ് ഇട്ട മക്കളെ നോക്കട്ടെ. ആൻസർ പോരട്ടെ? അപ്പൊ ഇതേപോലെ കോൺസണന്റ് സൗണ്ടിന്റെ റെപ്പിറ്റേഷൻ ആണ് പാർവതി ആക്ച്വലി അലിട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെ കോൺസണന്റ് സൗണ്ടിന്റെ ഇതുണ്ട്, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കടുംപിടുത്തുണ്ട്. വേർഡിന്റെ ബിഗിനിങ്ങിൽ തന്നെ വേണം വരാൻ. നോക്കി, സംതിങ് ബിഗിനിങ്ങിലാണ് വന്നിരിക്കുന്നത്, അതുപോലെ സ്റ്റാർട്ടഡ് പിന്നെ സോളിലും ആദ്യം. അപ്പൊ കോൺസണന്റ് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ആ വേർഡിന്റെ ആദ്യം വരണം തീർച്ചയായും. അപ്പൊ അതാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ ആണ്, പക്ഷേ ആ പർട്ടിക്കുലർ വേർഡിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ആ ഒരു സൗണ്ട് ആ വേർഡിന്റെ ബിഗിനിങ്ങിൽ വേണം വരാനായിട്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ കൃത്യമായിട്ട് ഒരു നല്ല ലൈൻ ഉണ്ട്, ഓൾ ദീസ് ആഡ്സ് ബ്യൂട്ടി ടു ദ പോയം. നമുക്ക് ഏത് പോയമിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ? കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെ, തീർച്ചയായും. പോയട്രി വാസ് വെൽ അപ്രീഷിയേറ്റഡ് പോയം ഓഫ് പാബ്ലോ നെരൂഡ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് മദർ ടു സൺ എന്ന് പറഞ്ഞ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എല്ലാവർക്കും അറിയാം അമ്മ മകനോട് പറയുന്ന കാര്യങ്ങൾ, അഡ്വൈസസ് ആണ് മെയിൻ ആയിട്ട് ഇതിലുള്ളത് അല്ലേ? ഓക്കെ, സോ മദർ ടു സൺ is a meaningful poem written by a very well known American writer Langston Hughes. ഓക്കെ, ദിസ് ഇസ് എ ഡ്രമാറ്റിക് മോണോലോഗ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരൊറ്റ ആള് മാത്രമാണ് സംസാരിക്കുന്നത്. അതായത് അമ്മയാണ് മകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് അഡ്വൈസസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ലൈഫിന്റെ ബുദ്ധിമുട്ടൊക്കെയാണ് മകനോട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? And that also in free verse style. നമ്മൾ മുമ്പ് പറഞ്ഞ അവിടെയും എന്തില്ല കറക്റ്റ് ആയിട്ട് റൈമിംഗ് സ്കീമോ റൈമിംഗ് വേർഡ്സോ ലൈൻ ലെങ്തോ ഒന്നുമില്ല. സോ ദാറ്റ് പോയം ഓൾസോ ഫ്രീ വേഴ്സ്. ഓക്കെ, ദ സ്പീക്കർ ഓഫ് ദ പോയം ഈസ് എ ആഫ്രോ അമേരിക്കൻ മദർ. അപ്പോൾ ആഫ്രോ അമേരിക്കൻ മദർ നമ്മൾ അപ്പോൾ ആ ഒരു ടൈമിൽ എഴുതിയ കാര്യം, ബിക്കോസ് ആഫ്രോ അമേരിക്കൻ അന്ന് ആൾക്കാർ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് ടീച്ചറെ. ബിക്കോസ് ആഫ്രിക്കൻ ആണ്, സോ ബ്ലാക്സ് ആയതിന്റെ ഒരു ഹാഷ്ടാഗും കിട്ടും അവർക്ക് എന്തൊക്കെയായാലും. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മദർ. അപ്പൊ അതിന്റെ ഒരു ഡിഫിക്കൽട്ടി എന്നിട്ടും മറികടന്നിട്ട് ഞാൻ ഇത്രയും എത്തിയില്ലേ എന്ന് മകനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ മകൻ അവിടെ അറിയേണ്ട കാര്യം എന്താണ്? എന്തൊരു തടസ്സം മുമ്പിൽ വന്നാലും നമ്മൾ അതിനെ നേരിട്ട് മുമ്പിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം അല്ലെ ടീച്ചറെ? അതെല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണല്ലേ, എന്തൊക്കെ തടസ്സം നമ്മൾ മുമ്പിൽ വന്നാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കണം, വീണ് പോകരുത്. അതെ,
വീണ് പോയി അവിടെ കിടന്ന് അവിടെ തീർന്നു ലൈഫ്. വി ഷുഡ് ഓവർകം. എക്സാക്ട്ലി, വി ഷുഡ് ഓവർകം. ഹൈലൈറ്റ് എന്ന് പറയുന്നത് അമ്മയുടെ ലൈഫിനെ കമ്പയർ ചെയ്യുന്ന ഒരു ക്രിസ്റ്റൽ സ്റ്റെയർസ് ആയിട്ടാണ്. ക്രിസ്റ്റൽ സ്റ്റെയർസ്. ത്രൂ ഔട്ട് ദിസ് പോയം നമ്മുടെ പോയിറ്റ് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റഫറും ഇത് തന്നെയാണ്. ലൈഫിനെ, അമ്മയുടെ ലൈഫിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റൽ സ്റ്റെയർ. അതുപോലെ അല്ല, കാരണം ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ സ്മൂത്ത് ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ അമ്മയുടെ ലൈഫ്, നമ്മുടെ ഈ പോയറ്റിൽ പറയുന്ന നമ്മുടെ അമ്മയുടെ ലൈഫ് അത്ര സ്മൂത്ത് അല്ല, അത്ര ഒരുപാട് ഡിഫിക്കൽട്ടീസ്, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ലേഡിയാണ് നമ്മുടെ ഈ പോയത്തിലെ മദർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ലൈഫിൽ നടന്ന ആ ഒരു എക്സ്പീരിയൻസ്, കാര്യങ്ങൾ, ആ പ്രോബ്ലംസ് ഒക്കെ മകനോട് പറഞ്ഞു കൊടുത്തിട്ട് മകൻ ഒരിക്കലും വീണ് പോവരുത്. എന്ത് പ്രോബ്ലം വന്നാലും വളരെ എന്താ പറയാ കറേജോടുകൂടി അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം. സ്റ്റെയറിൽ ഇരിക്കരുത്. പറഞ്ഞു ഓൾറെഡി എന്താണ് സ്റ്റെയർ ആണ് അല്ലേ, ക്രിസ്റ്റൽ സ്റ്റെയർ. ജീവിതം എന്ന് പറയുന്നത് പടിപടി പോലെ കയറി പോകുന്നത്. അപ്പൊ ഒരു സ്റ്റെപ്പിൽ പോലും ഇരിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക. പിന്നെ മദർ പറഞ്ഞു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ ഇരിക്കില്ല ലൈഫ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകും ഒരു ഡിഫിക്കൽട്ടി. പക്ഷെ നമ്മൾ അതിനെയും താണ്ടി we should move forward. എപ്പോഴും അതിൽ തന്നെ അയ്യോ വേദന എടുക്കണു എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കരുത്. But we should move forward with all the courage and determination. Okay? Yes. Okay, now we go for the conclusion. അല്ലേ, the poem is a free verse, നമ്മൾ already പറഞ്ഞു. So that it has no stanza and no stanza system and rhyming scheme. Stanza system ഇല്ല, rhyming scheme ഇല്ല. The life of the mother is compared to crystal stairs. The figure of speech metaphor is aptly used in this poem. Correct ആയിട്ട് figure of speech യൂസ് ചെയ്തിട്ടുണ്ട്. Metaphor ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ. The language of the poem is Afro-American dialect. നമുക്ക് poem വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും Afro-American dialectലാണ് ഈ poem എഴുതിയിരിക്കുന്നത് അല്ലേ. The poem ends with a message to go forward in spite of the problems. Okay? ഡിറ്റർമിനേഷനും കറേജും കൂടി മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. Move forward with all the power അല്ലേ. ഓക്കെ, വെരി നൈസ്. ഓക്കെ, അപ്പൊ അപ്രീസിയേഷൻ ഏത് ചോദിച്ചാലും ഇതേപോലെ തന്നെ വേണം നമ്മൾ എന്തും ഒരുങ്ങാനായിട്ട്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പോയാണെങ്കിലും, അതേപോലെ തന്നെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന പോയാണെങ്കിലും നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനിലും വരുന്ന കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അതേപോലെ തന്നെ കണ്ടന്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ അതും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അപ്രീസിയേഷൻ വന്നാൽ അടിച്ചു പൊളി ചെയ്തെന്നുള്ള ആൾക്കാർ ന്യൂട്ടന്റെ ആപ്പിൾ ഒന്ന് ഇട്ടേ നോക്കട്ടെ. കമോൺ, ന്യൂട്ടന്റെ ആപ്പിൾ കണ്ടിട്ട് ഒന്ന് കാണട്ടെ. ഫയർ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പോകുന്നു. കമോൺ കമോൺ. Okay, wow. Wow, വന്നു തുടങ്ങി. യെസ്, ഫയറും ആ ഫ്ലഗ് തുടങ്ങി. ഓക്കെ, അത് കാണുമ്പോൾ നമുക്കും വലിയൊരു സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്രിസിയേഷൻ അവർക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്ക് കിട്ടും അപ്രിസിയേഷനിലും. ബിക്കോസ് നമ്മൾ ഇൻട്രോഡക്ടറി കൺക്ലൂഷൻ ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ ആയാലും മാറ്റർ എന്തൊക്കെയായാലും അവർക്ക് അറിയാം. അവർ കൺക്ലൂഷനിലും ആ ഇൻട്രൊഡക്ഷനിലും പ്രോബ്ലം ഉണ്ടായത് നമ്മൾ ശരിയായി കൊടുത്തിട്ടുണ്ടല്ലേ ടീച്ചറെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റിലേക്ക് പോവാം അല്ലേ. അല്ലേ, യെസ്, ദാറ്റ് ഈസ് ദി ക്യാരക്ടർ സ്കെച്ച്. ഇമ്പോർട്ടന്റ് ആണല്ലോ ടീച്ചറെ. എക്സാമിന് സാധാരണ ചോദിച്ചിരിക്കുന്ന ഹോമിയോപത്ത് ഡോക്ടർ, അത് ഏത് ക്യാരക്ടർ, ഏത് കഥയിലെ ക്യാരക്ടർ എന്നറിയോ? എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ട് ടേക്കറാണ്. ആൻഡ് മിസ്റ്റർ ജോൺ ഫ്രം ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. മാർത്ത is the main character of scholarship jacket. Martha's grandfather, അത് തന്നെയാണ്. Then Vanga's grandfather, വാങ്ക ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ. Yes, constant matrix, അതാണ് അദ്ദേഹത്തിന്റെ പേര്. Okay, then Kiran എന്ന് പറയുന്നത് Castaway ലേഡി. And then Neelkanta again from Castaway. Yes. Okay, ഇതൊക്കെയാണ് സാധാരണ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്യാരക്ടർ സ്കെച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, നൈസ്. അപ്പോൾ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് നോക്കാം അല്ലേ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് വാങ്കാസ് ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. അപ്പോൾ നമ്മൾ പോയിന്റ് വൈസ് പറഞ്ഞു പോവാം. ഓക്കെ, യു ഹാവ് ടു എക്സ്പാൻഡ് ദിസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നമ്മൾ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. ഈ പോയിന്റ്സ് വെച്ചിട്ട് വേണം നമ്മുടെ വാങ്കാസ് ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എഴുതാനായിട്ട്. മിക്കവാറും ചിലപ്പോൾ പാർവതി മിക്കവാറും ഇത് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ലാസ്റ്റ് 2 യൂണിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. അപ്പൊ മിക്കവാറും നമുക്ക് പ്രതീക്ഷിക്കാം വാങ്കാസ് ഗ്രാൻഡ് ഫാദർ, അതുമല്ലെങ്കിൽ ചിലപ്പോൾ മാർത്ത. പക്ഷെ മാർത്തയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. നമുക്ക് ഇൻസിഡൻസ് അറിയാം, മാർത്തയുടെ കാര്യങ്ങൾ അറിയാം, സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് വാങ്കയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ. സോ ഹി വാസ് എ ഓൾഡ് മാൻ ഓഫ് 65. ഗ്രാൻഡ് ഫാദർ ആണ്, ഡെഫിനറ്റ്ലി ഹി വിൽ ബി ഓൾഡ് ആൻഡ് ഓഫ് 65 ഏജ്.
സ്മോൾ ലീൻ അജൈൽ വിത്ത് എ സ്മൈലിംഗ് ഫേസ്. എപ്പോഴും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന എന്താണ്? സ്മൈലിംഗ് ഫേസ്. ഓക്കെ, ഫണി ആൻഡ് ടോക്കറ്റീവ്. അത് നമുക്കറിയാം അല്ലെ, ഗ്രാൻഡ് ഫാദറിന്റെ ആ നാട്ടിൽ തന്നെ അവിടെയുള്ള കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ലേഡീസ് ആയിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ വർക്കേഴ്സ് ആണ് ഏത് നേരം തമാശ വളരെ ടോക്കറ്റീവ് ആയിട്ട് നടക്കുന്ന വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ കോൺസ്റ്റന്റ് മാക്രേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹി വാസ് വർക്കിംഗ് ആസ് എ നൈറ്റ് വാച്ച്മാൻ. ഓക്കെ, ദെൻ ഫെയ്ത്ത്ഫുൾ ആൻഡ് ഹി ഈസ് എ റിയലി ഒബീഡിയന്റ് പേഴ്സൺ. ഓക്കെ, ഫെയ്ത്ത്ഫുൾ എന്ന് പറയുമ്പോൾ ഭയങ്കര വിശ്വാസം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. ആൻഡ് ഹി വാസ് റിയലി ഒബീഡിയന്റ് ഇൻ വാട്ട് എവർ ഹി ഈസ് ഡൂയിങ്. Then loved his grandson very much. That is ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഗ്രാൻഡ് ഫാദർ ആണ് നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റുന്ന കോൺസ്റ്റന്റ് മാക്രേച്ചർ. ഓവറോൾ ഹി ഈസ് എ ലവബിൾ ക്യാരക്ടർ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കാറ്റ സ്കെച്ച് ചോദിക്കുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട മെയിൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മുടെ കോൺസ്റ്റന്റ് മാക്രേച്ചറിന്റെ കാറ്റ സ്കെച്ച് വളരെ നല്ല രീതിയിൽ നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ എല്ലാവരും? ഓക്കെ, നൈസ്, വെരി നൈസ്. ഓക്കെ, സോ കിരൺ വരാൻ സാധ്യതയുള്ള ഒരു കാറ്റ് സ്കെച്ച് ആണ് കിരൺ. അതും നമ്മുടെ 5th യൂണിറ്റിൽ വരുന്ന ഒരു കാസ്റ്റവേ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലെ ക്യാരക്ടർ കിരൺ. Okay, daughter-in-law of the family and wife of Sharath. Okay, greatly loved by husband, mother-in-law and the villagers. Means she was really a nice person. എല്ലാവർക്കും ഇഷ്ടമാണ് കിരണിനെ. Then shows extreme hospitality to നീൽകണ്ഠ. നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കിരണ് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ആയിരുന്നു നീൽകണ്ഠ ആയിട്ടല്ലേ. അവിടെ അത്രയും ഒരു അജൈൽ അല്ല, ഭയങ്കര ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് കിരൺ പോയി താമസിക്കുമ്പോൾ അവിടെ കൂട്ടായിട്ട് കിരണ് ഉണ്ടാകുന്ന ആരാണ്? നീൽകണ്ഠ. So definitely she will be extremely hospitable and extremely lovable towards Neelkantha. Has great love and care on that boy. ആ ഒരു ബോയിനോട് നല്ലോണം സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ്. Tries to be a sister and a mother to him. Okay. Then neglects Neelkantha after the arrival of Satish. Okay, Satish എന്ന് പറയുന്നത് ശരത്തിന്റെ ബ്രദർ ആണ്. കിരണിനെ സംബന്ധിച്ച് കിരണിന്റെ ബ്രദർ. Okay. Then fails to understand the feeling of Neelkantha, heartbroken when comes to know that Neelkantha had left the home. അതായത് സതീഷിന്റെ വരവോടുകൂടി പിന്നെ നമ്മുടെ നീൽകണ്ഠയെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അവോയ്ഡ് ചെയ്യുന്ന വെച്ചാൽ സതീഷിനോടൊപ്പമാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ കിരൺ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയൊരു അവഗണന നമ്മുടെ നീൽകണ്ഠയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, then loving, kind, sympathetic and faithful young lady. Okay, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാ മക്കളുടെയും മനസ്സിൽ വേണം. കിരൺ എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ക്യാറ്റ് സ്കെച്ചിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോട്ട് ഔട്ട് ചെയ്യുക. അത് വെച്ചിട്ട് വേണം നമ്മുടെ ക്യാറ്റ് സ്കെച്ച് എഴുതാനായിട്ട്. ഓക്കെ, so Kiran, I think clear and Israel, we'll go for the next one now. Okay, so that is the profile writing. Profile writing ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി നമുക്ക് എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് സെന്റൻസ് ആക്കി എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന വില്യം വേർഡ്സ്വർത്ത്, രവീന്ദ്രനാഥ് ടാഗോർ, ആന്റോൺ ചെക്കോവ്, വൈക്കം മുഹമ്മദ് ബഷീർ. ഇതിൽ ആന്റൺ ചെക്കോവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു റൈറ്ററിനെ കുറിച്ചിട്ട് ഓൾറെഡി അവർക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല, SSCക്കും വേണമെങ്കിൽ അത് ചോദിക്കാം. കാണാം, നമുക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പോയിന്റ് വെച്ചിട്ട് സൂപ്പർ ആയിട്ട് പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതാൻ പറ്റും. പ്രൊഫൈൽ റൈറ്റിംഗ് 6 മാർക്സിന്റെ പേടിക്കേണ്ട 6 മാർക്സിന്റെ അത്രയും രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് ആന്റൺ ചെക്കോ ഇത്രയും കൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് അത് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വെക്കാം എല്ലാ മക്കളും. എന്തൊക്കെയായാലും നമുക്ക് ഹിന്റ്സ് കൊടുത്തിട്ടുണ്ടാവും, അവാർഡ്സ്, വർക്ക്സ്, നോട്ടബിൾ വർക്ക്സ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് നല്ലൊരു സെന്റൻസ് ആക്കിയാൽ മാത്രം മതി അതിനെ. അപ്പൊ അതെങ്ങനെയാണ് സെന്റൻസ് ആക്കണമെന്ന് കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന്. വെരി നൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്തൊരു ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ഇയർ വന്നത്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ആന്റോൺ ചെക്കോവ് യൂസിംഗ് ദി ഹിന്റ്സ് ഗിവൺ. ബോൺ January 29, 1860, ടാങ്ക്രോം, റഷ്യ. എഡ്യൂക്കേഷൻ ഫസ്റ്റ് മോസ്കോ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഓക്യുപ്പേഷൻ ഫിസിഷ്യൻ ആയിരുന്നു. ഫേമസ് ആസ് പ്ലേ റൈറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ. നോട്ടബിൾ വർക്ക്സ് 3 Sisters, The Cherry Orchard and The Lady with the Dog. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് പുഷ്കിൻ പ്രൈസ് ആണ് കിട്ടിയത്. ഡൈഡ് July 14, 1904, ജർമ്മനി. ഓക്കെ, ഇത്രയും കാര്യം ഡെഫിനറ്റ്ലി ബോൺ എന്താണ്, എവിടെ ജനിച്ചത്, എന്താണ് ഓക്യുപ്പേഷൻ, ഫേമസ് എന്തിനായിരുന്നു, നോട്ടബിൾ വർക്ക്, അവാർഡ്സ് ആൻഡ് ഡൈഡ്. ഈ കാര്യങ്ങളായിരിക്കും കോമൺ ആയിട്ട് എല്ലാവരും പ്രൊഫൈൽ ചോദിച്ചാൽ ഇതേ മോഡല് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടാവുക. ഇനി ഈ കാര്യങ്ങളാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് നമ്മൾ എഴുതി ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ പോകുന്നത്. സോ പ്രൊഫൈൽ എഴുതുമ്പോൾ ഹെഡിങ് ആരെ കുറിച്ചിട്ടാണോ നമ്മൾ എഴുതുന്നത് ആ ഒരു ഹെഡിങ് കറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, ഏത് റൈറ്ററിനെ കുറിച്ചിട്ടാണോ നമുക്ക് പ്രൊഫൈൽ എഴുതാൻ വന്നിരിക്കുന്നത് ആ ആളുടെ പേര് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് നമ്മളിവിടെ
എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന ആന്റണി ചെക്കോവിന്റെ തന്നെയാണ്. ആന്റണി ചെക്കോവ് കൃത്യമായിട്ട് നമ്മൾ പേര് എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ആന്റണി ചെക്കോവ് വാസ് ബോൺ ഓൺ 29 January in 1980 at Tangsong, Russia. He studied in first Moscow State Medical University. ഇവിടെ കൃത്യമായിട്ട് വാസ് ബോൺ അല്ലേ ടീച്ചറെ? വാസ് ബോൺ ഓൺ ഡേറ്റിന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ഓൺ ആണ്. അതേപോലെ തന്നെ ഇയറിന് മുമ്പ് in 1816. അതുപോലെ എവിടെയാണ്? അറ്റ്. അത് സ്മോൾ പ്ലേസസ് ആണെങ്കിൽ അറ്റ് എന്ന് എഴുതാം. വലിയ വലിയ പ്ലേസസ് ഒക്കെയാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ ഇൻ ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ റഷ്യക്ക് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഇൻ ആഡ് ചെയ്യാം. ഇൻ റഷ്യ എന്ന് നമുക്ക് അവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ റഷ്യ അങ്ങനെയുള്ള വലിയ വലിയ പ്ലേസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ വന്നിട്ടുള്ള എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കറക്റ്റ് ആയിട്ട് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ. പിന്നെ എവിടെയാണ് സ്റ്റഡീഡ്? അറ്റ്. അതും എവിടെയാണോ നമ്മൾ പഠിച്ചിരുന്നത്. അപ്പം വി ഷുഡ് ഓൾവേസ് യൂസ് അറ്റ്. ഓക്കെ. അറ്റ് ഫസ്റ്റ് മോസ്കോ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ് ഹി വർക്ക്ഡ് ആസ്. എന്തായിട്ടാണ് പണി ചെയ്തിരുന്നത് അല്ലേ? വാട്ട് വാസ് ഹിസ് പ്രൊഫഷണൽ ഓക്യുപ്പേഷൻ എന്തായിരുന്നു? So he worked as a physician. Okay. And he was famous as playwright, short story writer. അദ്ദേഹം ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് അതിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ബട്ട് അതേപോലെ തന്നെ രണ്ട് വേർഡ് ആഡ് കയറി വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഹി വാസ് ഫേമസ് ആസ് എ പ്ലേറൈറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. വളരെ ഫേമസ് ആണ്. നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതെങ്ങനെ തന്നെ എഴുതിയത്? ഹിസ് നോട്ടബിൾ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് അത് ഏതൊക്കെ വർക്കാണോ കൊടുത്തിരിക്കുന്നത് അതെല്ലാം നോട്ടബിൾ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ആ വർക്ക്സ് എന്തൊക്കെയാണോ തന്നിരിക്കുന്നത് അത് കോമേറ്റ് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. And then he received Pushkin Prize for his contribution. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു അവാർഡാണ് പുഷ്കിൻ. One of the important prizes. One of the greatest literature prize ആണ് പുഷ്കിൻ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ ആന്റണി ചെക്കോവ് പാസ്ഡ് അവേ. പാസ്ഡ് അവേ എന്ന് എഴുതാം. ഡൈഡ് എന്ന് എഴുതരുത്. പാസ്ഡ് അവേ അല്ലേ ടീച്ചർ? എഴുതിയാലും കുഴപ്പമില്ല. നല്ലോണം യൂസ് ചെയ്യുന്ന വേർഡ് ആണ് പാസ്ഡ് അവേ. അത് മാക്സിമം യൂസ് ചെയ്യാൻ തന്നെ നോക്കാം. സോ പാസ്ഡ് അവേ ഓൺ 14 July 1904. അവിടെയും ഡേറ്റിന് മുൻപ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. അതേപോലെ തന്നെ പ്ലേസിന് മുമ്പ് നമ്മൾ കൊടുക്കേണ്ടത് ഇൻ. ഓക്കെ. അപ്പോൾ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ഈ പ്രിപ്പോസിഷൻസിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുക. ഡേറ്റിന് മുൻപ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ഡേറ്റ് മെൻഷൻ ചെയ്യേണ്ടത് എപ്പോഴും ഓൺ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഇയർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻ കൊടുത്തിട്ട് ഇൻ ചേർത്തിട്ട് വേണം എഴുതാൻ. ചില പ്രൈസ് ഒക്കെ കൊടുക്കുമ്പോഴേ ബ്രാക്കറ്റിലായിരിക്കും ഇയർ കൊടുക്കുക. അപ്പൊ ചില മക്കൾ അതേപോലെ തന്നെ എടുത്തെഴുതും. അവിടെ അവർ ആക്ച്വലി ബ്രാക്കറ്റ് തരുന്നത് ഇവരെങ്ങനെയാണ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്ന നോക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ബ്രാക്കറ്റ് കളഞ്ഞിട്ട് വേണം നമ്മൾ പ്രൈസ് മെൻഷൻ ചെയ്യുമ്പോൾ ഇൻ കേസ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എഴുതാനായിട്ട്. ഓക്കെ. അപ്പൊ അവിടെ എന്ത് ചേർക്കാം? ഇൻ ചേർക്കുക. ഇയറിന് മുമ്പ് എപ്പോഴും എന്ത് ചേർക്കണം? ഇൻ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ചേർക്കുക. അതേപോലെ തന്നെ വലിയ വലിയ പ്ലേസസ് മെൻഷൻ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിലും ഇതേപോലെ ഇൻ അല്ലെങ്കിൽ അറ്റ് ചേർക്കാം. സ്മോൾ പ്ലേസസിന് മുമ്പിൽ അറ്റ്, ബിഗ് പ്ലേസസിന് മുമ്പിൽ ഇൻ. ഓക്കെ. അപ്പൊ പ്രൊഫൈല് ഓക്കെ ആണോ? ഇതേപോലെയുള്ള ഫോർമാറ്റ് വന്നാൽ അതിനെ സെന്റൻസ് ആക്കി 6 മാർക്കിന്റെ ആ ഒരു പ്രൊഫൈൽ റൈറ്റിംഗിന്റെ മാർക്ക് ഞങ്ങൾ മേടിക്കും എന്നുള്ളവരൊന്ന് ഫയർ ഇട്ടേ നോക്കട്ടെ. Okay. Yes. Okay. Very nice. So now നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാലോ. The next topic that is common interview questions. Interview questions ഷുവർ ആയിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ നമുക്ക് കോമൺ ആയിട്ട് ഏതൊരു സെലിബ്രിറ്റി ആയാലും റൈറ്റർ ആയാലും നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന കുറച്ചൊരു 7 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അതാണ് നമ്മളിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കി പോയാലും നമുക്ക് മനസ്സിലാവും ഇത് ആരോട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ആരാണെന്നില്ല, ഇന്ന ആളെന്നോ ഒന്നുമില്ല, ആരോട് വേണമെങ്കിലും. ചില ടെൻഷനൊക്കെ അടിച്ചിട്ട് ഇവർക്ക് ആ പർട്ടിക്കുലർ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാലോ എന്ന് പേടിച്ചിട്ട് ചിലവർ അത് സ്കിപ്പ് ചെയ്യും. പക്ഷേ ഭയങ്കരമായിട്ട് ആൻസർ അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 5 മാർക്കിന്റെ അല്ലെങ്കിൽ 6 മാർക്കിന്റെ ചോദ്യം വരുന്നതാണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ ഏത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വന്നാലും ഈ കാണുന്ന ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടാലും So, what was the biggest challenge you faced in your life? Who was your role model? Tell me about an unforgettable incident in your life. What advice would you like to give to your youngsters? Tell me something about your family. What is the aim in your life? How do you react to criticism? How do you spend your leisure time? Common ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന കോമൺ ആയിട്ട് കേൾക്കുന്ന ചോദ്യങ്ങളാണ്. എയിം, ഫാമിലി, പിന്നെന്താണ് റോൾ മോഡൽ, യങ് ജനറേഷൻ എന്താണുള്ളത്. ഇതൊക്കെ എല്ലാ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനും നമ്മൾ ചോദിച്ച് കാണുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 5 എഴുതിയാൽ തന്നെ അവർക്ക് 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് അത്രയും പാരഗ്രാഫ് എഴുതാം, നമുക്ക് അത്രയും സമയം ലാഭിക്കാം അല്ലെ ടീച്ചർ? നമുക്ക് ഈ 5 ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു 5 അല്ലെങ്കിൽ 6 എണ്ണം മക്കൾ പഠിച്ചിട്ട് പോവാം. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെച്ചാൽ നമ്മുടെ ആ മാർക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഇനി ഒരിക്കലും വിട്ടുകളയരുത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ലെറ്റർ റൈറ്റിംഗ് കോമൺ ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്ന ലെറ്റർ റൈറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. യു കെൻ സീ സത്യജിത് റേ ഹാഡ് ടു ഫേസ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ഇൻ ഷൂട്ടിംഗ് ദ സീൻ. ടീച്ചറെ പ്രോജക്റ്റ് ഡയഗ്രാം ആണ് വന്നിരിക്കുന്നത്. Okay, he writes a letter to his friend describing his experiences. Prepare a likely letter. ഇവിടെയും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഫേസ് ചെയ്ത എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. And second question, after reading the anecdote, the best investment I ever made, you decided to send a letter to Mr. John congratulating him. Prepare a likely letter. ഇതും അതേപോലെ തന്നെയാണ്. കാരണം അദ്ദേഹം ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഒരു അഡ്വക്കേറ്റ് ആവുന്നു, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വർക്ക് ഒക്കെ ചെയ്യുന്നു. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ടാണ് ആള് മൊത്തത്തിലേക്ക് ചേഞ്ച് ആവുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ചേഞ്ചസ് ഓക്കെ 25 years ബിഫോർ അദ്ദേഹം വളരെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ് ഒരു 25 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ലൈഫിൽ വരുന്ന ആ ഒരു ചേഞ്ച് മൊത്തത്തിൽ ചേഞ്ച് ആയി. അപ്പൊ ആ ഒരു കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു ചാരിറ്റബിൾ വർക്ക്സ് എന്താണ്, എങ്ങനെ അദ്ദേഹം ആരാണ് ഇപ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ആ ലെറ്റർ എഴുതാനായിട്ട്. അടുത്ത മാർത്തയാണല്ലേ? മാർത്ത, സ്കോളർഷിപ്പ് ജാക്കറ്റ്. Martha was extremely happy on the day she received the scholarship jacket. Imagine that she wrote a letter to her friend describing all the incidents that happened in the school. Prepare a likely letter. Again, friend-നോട് എഴുതുന്നത് ഇൻഫോർമൽ ആണ്. യെസ്, ഇൻഫോർമൽ തന്നെയാണ്. ഇവിടെയും നമ്മൾ നറേറ്റ് ചെയ്യുന്നത് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആ ഒരു ചാപ്റ്ററിൽ നടന്ന ഇൻസിഡൻസ് അവിടെ നമ്മൾ നറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കേ, നെക്സ്റ്റ് എഴുതേണ്ടി വരും റൈറ്റിൽ. So next one. Okay. The boy in the story, Adventures in the Banyan Tree, writes a letter to one of his friends describing the attachment with the banyan tree. Draft a likely letter. Again, informal letter. അപ്പോൾ SSLC ഫോക്കസ് ചെയ്യുന്നത് ഇൻഫോർമൽ ലെറ്റേഴ്സിലാണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ രണ്ടിന്റെയും ഫോർമാറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഫ്രണ്ട്ലി ലെറ്റർ ആണെങ്കിലും ശരി, ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിലും ശരി, നമ്മൾ അതെങ്ങനെയാണ് എഴുതേണ്ടത്, അതിന്റെ ഫോർമാറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതെ. The Snake and the Mirror is an interesting story written by Y.K. Muhammad Bashir. After reading the story, you decide to write a letter to one of your friends describing the various events in that story. Prepare a likely letter. നമ്മളാണ് എഴുതുന്നത്. നമ്മൾ ആ കഥ വായിച്ചിട്ട് അതിൽ നമ്മളാണ് എഴുതുന്ന രീതിയിലാണ്. സോ എപ്പോഴും നമ്മൾ വായിക്കുക കൃത്യമായിട്ട് ആർക്കാണ് എഴുതുന്നത്, ആർക്കാണ് എഴുതുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് തന്നെ നമ്മളത് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫോർമാറ്റ്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ പാർവതി? സോ ഫോർമാറ്റ്, അപ്പൊ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഫ്രണ്ട്ലി ലെറ്റർ ആണ്. സോ നമുക്ക് അതിന്റെ ഫോർമാറ്റുകൾ നോക്കാം. ലെറ്റർ റൈറ്റിംഗ്, ദാറ്റ് ഇസ് ഫസ്റ്റ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് എന്താണ്, അതിപ്പോ ഫോർമലായാലും ഇൻഫോർമൽ ആയാലും ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് സെന്റേഴ്സ്. ആരാണോ ലെറ്റർ ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ് കൊടുക്കാം. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ചില ആൾക്കാർ അഡ്രസ്സിന് ശേഷം ഒരു സ്പേസ് കൊടുക്കണം. സ്പേസ് ഇമ്പോർട്ടന്റ് ആണ്. അഡ്രസ് എഴുതി കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ എന്താണ് ലൈൻ പേപ്പർ ആണെങ്കിൽ ഒരു ലൈൻ വിട്ടിട്ട് അല്ലെങ്കിൽ ലൈൻ പോലും ആവശ്യമൊന്നുമില്ല. പേപ്പറിൽ ലാവിഷായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ സ്പേസ് കൊടുക്കേണ്ടത് നല്ല രീതിയിൽ സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെ നമ്മൾ ലെറ്റർ മാക്സിമം ലെറ്റർ എഴുതുമ്പോൾ ട്രൈ ടു സ്റ്റാർട്ട് വിത്ത് എ ന്യൂ ഫ്രഷ് പേജ്. സ്റ്റാർട്ടിംഗിൽ തുടങ്ങി നമുക്ക് കൃത്യമായിട്ട് ഒരു പേജിൽ എൻഡ് ആവാൻ പറ്റുമല്ലോ. നമുക്ക് ഫ്രഷ് പേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഇടയ്ക്ക് വെച്ച് പേജ് വിട്ടുപോയെന്ന് വെച്ചാൽ നോ പ്രോബ്ലം. ഓക്കെ, ഫ്രഷ് പേജിൽ തന്നെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി പ്രസന്റഡ് ബ്യൂട്ടിഫുള്ളി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഡേറ്റ് മെൻഷൻ ചെയ്യുക. ഡേറ്റിന് ശേഷം ഇതേപോലെ തന്നെ സ്പേസ് വിട്ടിട്ട് വേണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സല്യൂട്ടേഷൻ ആണ്. ഫ്രണ്ട്ലി ലെറ്റർ ആയതുകൊണ്ട് നമുക്ക് ഹലോ ഡിയർ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്, മൈ ഡിയർ ഫ്രണ്ട് എന്നോ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ ലൈൻ വിട്ടിരിക്കുന്ന മുമ്പായിട്ട് എഴുതിയിരിക്കുന്ന 2 ലൈൻസ് നമുക്ക് ഏതൊരു ലെറ്ററിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും കൺക്ലൂഷൻ പാരഗ്രാഫാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കണ്ടന്റ് പാരഗ്രാഫ് അത് നമുക്ക് തരുന്ന ചോദ്യത്തിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാനായിട്ട്. എന്താണോ അവിടെ കണ്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത് അത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവിടെ കണ്ടന്റ് കൊടുക്കുക. ഏത് ഫ്രണ്ട്ലി ലെറ്റർ വന്നാലും അതിന് കൊടുക്കേണ്ട ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ കൺക്ലൂഷനും ഞങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം അല്ലേ? So how are you, my dear friend? Hope you are fine. I'm very happy to write this letter and I have something special to share with you. അല്ലേ, നമ്മൾ ആർക്കും ഒരു കൂട്ടുകാരനെ വിളിക്കുമ്പോഴായാലും നമ്മൾ ആലോചിക്കുന്ന സുഖമാണോന്നല്ലേ, അത് തന്നെയാണ് നമ്മൾ ലെറ്ററിൽ എഴുതുന്നത് അല്ലേ? So hope you are fine. I'm very happy to write this letter to you. Okay, and എനിക്ക് എന്തോ ഒരു കാര്യമായിട്ട് സ്പെഷ്യൽ എനിക്ക് കുറച്ച് ഷെയർ ചെയ്യാനുണ്ട് കുറച്ച് ബാക്കി ബാലൻസ് എഴുതുന്ന ഷെയറിംഗ് കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത്. എന്താണോ അത് ബേസ് ചെയ്തുള്ള ഏത് ഇൻസിഡൻസ് ആണോ അവിടെ കൊടുക്കാനുള്ളത് അത് അവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ദെൻ നമ്മൾ ലെറ്റർ കൺക്ലൂഡ് ചെയ്യാണ്. I am concluding my words and hoping to meet you soon, dear. Okay, convey my regards to your family members. Okay, convey my regards എന്ന് വെച്ചാൽ എന്റെ അന്വേഷണങ്ങൾ നിന്റെ ഫാമിലി നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും നമ്മളത് ആരോട് ലെറ്റർ എഴുതുമ്പോൾ അങ്ങനെ പറയുമല്ലോ, എന്നെ പറ്റി ഫോൺ വിളിച്ചല്ലോ അവിടെ ആരൊക്കെയുണ്ട് സുഖമാണോ അന്വേഷണം അറിയിക്കണം. അതെ, അതാണ് convey my regards. Okay,
ഓക്കെ, പിന്നെ താഴെ യുവർ ലവിംഗ്ലി സിഗ്നേച്ചർ നെയിം. ഓക്കെ, അപ്പൊ ഫാമിലി ലെറ്റർ വന്നാല് അടിച്ചു പൊളിച്ച് എഴുതുന്നുള്ളവരൊന്നും നമ്മുടെ ന്യൂട്ടന്റെ ആപ്പിളൊക്കെ ഒന്ന് വേഗം ഇട്ട് നോക്കട്ടെ. ന്യൂട്ടന്റെ ആപ്പിൾ ഫയർ ഇഷ്ടമുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രണ്ട്ലി ലെറ്ററിന്റെ ഫോമാറ്റ് കഴിഞ്ഞു. കൊടുക്കേണ്ട ഇൻട്രഡക്ഷൻ പാരഗ്രാഫ് എന്താണെന്നുള്ളതും കൺക്ലൂഷൻ പാരഗ്രാഫും ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങൾ എഴുതേണ്ടത് കണ്ടന്റ് പാരഗ്രാഫാണ്. അപ്പൊ അത് സമ്മറി അറിയാന്നുണ്ടെങ്കിൽ അതും നമുക്ക് എളുപ്പമായിട്ട് നോ പ്രോബ്ലം. സമ്മറി ഇല്ലാത്തതിന്റെ ഒന്ന് ഒടിച്ചു വായിച്ചിട്ട് തന്നെ നമുക്ക് ഫുൾ മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ ടീച്ചറെ. അതേപോലെ തന്നെ നമ്മൾ ഫോർമാറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫോർമാറ്റിന് തന്നെ മാർക്ക് വിടും. ഇപ്പൊ ഒരു 5 മാർക്കിന്റെ ആണെങ്കിൽ 2 മാർക്കിനെങ്കിൽ 1.5 മാർക്കിനും നമ്മുടെ ഫോർമാറ്റ് ഉണ്ടാവും. 1.5 മാർക്ക് തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ മക്കളെ വിട്ടു പോകരുത്, മാറി പോകരുത്. ആ സ്റ്റെപ്പ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ സ്പേസ് വിട്ടിട്ട് എഴുതാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സർ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കേ, നൗ ഇതാണ് ഫോർമൽ ലെറ്റർ, ഒഫീഷ്യൽ ലെറ്റർ. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ ഫ്രണ്ട്ലി ലെറ്റർ അല്ല കേട്ടോ. ഇത് ഒഫീഷ്യൽ ആയിട്ട് ചിലപ്പോൾ എഡിറ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ വല്ല മാനേജറിന് എഴുതുമ്പോഴാണ് പോലീസ് ഓഫീസേഴ്സിനോ ക്ലാസ് ടീച്ചേഴ്സിനോ പ്രിൻസിപ്പാളിനൊക്കെ എഴുതുന്ന ലെറ്ററിനാണ് നമ്മൾ എന്ത് പറയുക? സോറി, ഒഫീഷ്യൽ ലെറ്റർ ഓർ യു കെൻ സേ ഫോർമൽ ലെറ്റർ. സോ സെൻഡേഴ്സ് അഡ്രസ് ആണ് നമ്മൾ ആദ്യം ആരാണോ എഴുതുന്നത് അവരുടെ അഡ്രസ് ഡേറ്റ് എഴുതിയിട്ടാണ്. പിന്നെ റിസീവേഴ്സ് അഡ്രസ് നമ്മൾ അതിന് ആരാണോ റിസീവ് ചെയ്യുന്നത്. ഇപ്പോൾ എഡിറ്റർ ആണെങ്കിൽ ടു ദ എഡിറ്റർ, പ്രിൻസിപ്പൾ ആണെങ്കിൽ ടു ദ പ്രിൻസിപ്പൽ, അല്ലെങ്കിൽ ഇപ്പോൾ മാനേജർ ആണെങ്കിൽ ടു ദ മാനേജർ. ടു ഫ്രം അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരിക്കലും ടൂം ഫ്രം ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട. ആദ്യം സെൻറ്റേഴ്സ് ഇപ്പം നമ്മളാണ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതാം. സ്പേസിന്റെ കാര്യം വിട്ടുപോകരുത്. ഓക്കെ, അതിനുശേഷം ഡേറ്റിന് ശേഷം ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ് എഡിറ്റർ, ഏതാണോ ന്യൂസ് പേപ്പറിന്റെ പേര് വെച്ചാൽ അങ്ങനെ വേണം. ദ ഹിന്ദു ആണെങ്കിൽ ദ ഹിന്ദു, ഇപ്പൊ പ്രിൻസിപ്പൽ ആണെങ്കിൽ ആ സ്കൂളിന്റെ പേര് നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്ത് അങ്ങനെ എഴുതാം. അടുത്തത് സാല്യൂട്ടേഷൻ. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട സാല്യൂട്ടേഷൻ ഡിയർ എന്ന് നമുക്ക് അങ്ങനെ റെസ്പെക്റ്റഡ്, വി ഷുഡ് റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ. അപ്പൊ റെസ്പെക്റ്റഡ് സർ ഓർ മാഡം. ഓക്കെ, അത് വേണം കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് സബ്ജക്ട്. ഓക്കെ, സബ്ജക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പാർവതി നമ്മൾ എന്തിനെ കുറിച്ച്, ഒഫീഷ്യൽസ് അല്ലേ, വളരെ ബിസിയുള്ള ആൾക്കാരാണ്. ത്രൂ ലെറ്റർ ഫുൾ അവർ വായിക്കാനായിട്ട് ചിലപ്പോൾ സമയം എടുക്കില്ല. അപ്പൊ അവരിങ്ങനെ സബ്ജക്ട് എന്തിനെ കുറിച്ചിട്ടാണ് ഒക്കെയാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് തോന്നിയെങ്കിൽ അവർ ആ ലെറ്റർ വായിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു മുന്നോടിയായിട്ട് എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ അതിന് കൊടുക്കുന്നത്. ലെറ്റർ ഇപ്പൊ ചൈൽഡ് അബ്യൂസിനെ കുറിച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യും ചൈൽഡ് അബ്യൂസ്, അബൌട്ട് ചൈൽഡ് അബ്യൂസ്. പിന്നെ ശ്രദ്ധിക്കുന്ന സബ്ജക്ട് ഭയങ്കരമായിട്ട് നീട്ടരുത്. ഓക്കെ, ഒരു 5 വേർഡ്സ് മാക്സിമം അല്ല ടീച്ചറെ, അത് മതി. അതിൽ കൂടുതൽ നമ്മൾ ഒരുപാട് സെന്റൻസ് വൈസ് സെന്റൻസ് ആയിട്ട് ഒരിക്കലും സബ്ജക്ട് നമ്മൾ മെൻഷൻ ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒരൊറ്റ വേർഡ് അതല്ലെങ്കിൽ ഒരു സെന്റൻസിൽ ഒരൊറ്റ സെന്റൻസ് അത് മതി. അതിൽ കൂടുതൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. സബ്ജക്ട് അത് എന്താണെന്ന് വെച്ചത് മെൻഷൻ ചെയ്യാം. ദെൻ ബോഡി ഓഫ് ദ ലെറ്റർ ആണ് പിന്നെ വരുന്നത്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമല്ലേ. നമ്മൾ എന്തൊരു കാര്യത്തിൽ കണ്ടാലും നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് ടീച്ചർ ആദ്യം കൊടുക്കുന്നത്. സോ ഫസ്റ്റ് പാരഗ്രാഫ് ഷുഡ് ഓൾവേസ് ബി ഇൻട്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമ്മൾ ആരാണോ എന്തിനാണ് ലെറ്റർ എഴുതുന്നതെന്ന് നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാരഗ്രാഫ് ആണ് ബോഡി, എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ കൊടുക്കണം മാറ്ററിന്റെ. അതുപോലെ തേർഡ് പാരഗ്രാഫ് ആണ് കൺക്ലൂഷൻ. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഈസ് ദർ എനി സൊല്യൂഷൻസ് ഫോർ ദിസ് അല്ലെ ടീച്ചർ. സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ് കൺക്ലൂഷൻ പാർട്ട്. അതുപോലെ നെക്സ്റ്റ് കോംപ്ലിമെന്ററി ക്ലോസ് കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞു കൺക്ലൂഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലെറ്റർ ക്ലോസ് ചെയ്യണം. അവിടെ യുവർ ലവിംഗ്ലി സിൻസിയർലി അങ്ങനെ എന്ത് ചെയ്യും നമുക്ക്, അല്ലെങ്കിൽ താങ്കിങ് യു അങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. അതുപോലെ അപ്പോൾ ഒഫീഷ്യൽ ലെറ്റർ ഒരിക്കലും ഡിയർ ഫ്രണ്ട്, ഡിയറസ്റ്റ് ഫ്രണ്ട്, അതേപോലെ തന്നെ എന്തെങ്കിലും കൊണ്ടുവന്ന് യുവേഴ്സ് ലവിംഗ്ലി എന്നൊന്നും നമ്മൾ കൊടുക്കരുത്. സോ ഈ പറയുന്ന ലെറ്റർ ഏതാണ് നോക്കുക. ഫോർമൽ ആണെങ്കിൽ ഇതൊക്കെ കൊടുക്കുക, ഇൻഫോർമൽ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ ഡിയർ എന്നൊക്കെ അല്ലേ പറഞ്ഞ് അഡ്രസ് ചെയ്യുന്നത്. സോ അങ്ങനെ കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഫയർ. ഫോർമൽ ലെറ്ററിന്റെയും ഇൻഫോർമൽ ലെറ്ററിന്റെയും ഫോർമാറ്റ് ഓക്കെയാണ്, ഞങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളവരൊന്ന് കൈവീശ് ചെയ്ത് നോക്കട്ടെ. ഫയർ ഇട്ട് ആപ്പിൾ ഇട്ട് എല്ലാവരും ആപ്പിൾ ഇട്ട്. ഓക്കെ ഫൈൻ. ഓക്കേടാ. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഫോർമൽ ലെറ്ററിന്റെ തന്നെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫോർമാറ്റ് കൊടുത്തപ്പോൾ ഫ്രം എന്നും ടു എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ എക്സാം എഴുതുമ്പോൾ അത് എഴുതിയത്, കാരണം ഫ്രം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വരേണ്ടതെന്നാണ്. അതേപോലെ തന്നെ ടു എന്ന് ഉദ്ദേശിക്കുന്നത് ആർക്കാണോ നമ്മളെ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സ് വരുന്ന രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ഫ്രമും ടൂവും മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എക്സാമിൽ എഴുതുമ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങളും വരരുത്. ഓക്കെ, അതേപോലെ തന്നെ സല്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു, റെസ്പെക്റ്റഡ് സർ ഓർ മാഡം. ഓക്കെ, അതുപോലെ സബ്ജക്ട് പറയുമ്പോൾ റിഗാർഡിംഗ് എന്തിനെ പറ്റിയാണ് നമ്മൾ ആദ്യം അല്ല ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഐ ആം ഡാഷ് സ്റ്റുഡന്റ് ഓഫ് ദിസ് സ്കൂൾ. ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു ദാറ്റ് ഈ ഒരു സംഭവമാണ് അല്ലെ മാറ്റർ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. മാറ്റർ കൊടുക്കുക. അതിനുശേഷം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സെക്കൻഡ് പാരഗ്രാഫ് ആയിട്ട് എഴുതാം. പിന്നെ കൺക്ലൂഷൻ പാരഗ്രാഫ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ടേക്ക്
the necessary I actions. believe that you will take it as a serious way. So I kindly request you to take necessary actions. ഇത് ഇതേപോലെയുള്ള ചൈൽഡ് അബ്യൂസ് പോലുള്ള ലെറ്റർ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ common ആയിട്ട് കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കാവുന്ന 2 സെന്റൻസ് ആണ് ഇതെല്ലാം. അതേപോലെ തന്നെ അതിന്റെ പേരിരിക്കും യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നാണ്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും എന്റെ മക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് സെറ്റ് ആയി കാണും അല്ലേ? നമ്മുടെ മക്കൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ, ടൈം കളയാണ്ട്. ദാറ്റ് ഈസ് ദ നോട്ടീസ്. ഓക്കെ, ഏറ്റവും എളുപ്പവും ഏറ്റവും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് നോട്ടീസ് എന്നുള്ളത്. ഓക്കെ, ഈ കാണുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് നോട്ടീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പുറത്ത് 2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഇതിൽ ഫസ്റ്റ് എന്താണ്, ദ ഫിലിം ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ ഫീച്ചറിംഗ് ദ പോപ്പുലർ ഫിലിം ഓഫ് റിനൗണ്ട് ഫിലിം ഡയറക്ടർ സത്യജിത് റേ ആൻഡ് മജിദ് മജീദി. അതായത് നമ്മുടെ ലിറ്റിൽ സിസ്റ്റർ അല്ലേ, ലിറ്റിൽ സിസ്റ്റർ ഷൂവിന്റെ ചാപ്റ്റർ. പ്രിപ്പയർ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് എവരിവൺ ടു ദ ഫെസ്റ്റിവൽ. ഫിലിം ഫെസ്റ്റിവൽ ആണ് നോട്ടീസ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അതുപോലെ അടുത്തത് പിന്നെ സത്യജിത് റേന്റെ സിനിമയാണ് അല്ലേ ടീച്ചറെ? ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ് ടു ഓർഗനൈസ് എ 2-day സത്യജിത് റേ ഫിലിം ഫെസ്റ്റിവൽ. റേസ് ഫിലിം ലൈക്ക് പതേർ പാഞ്ചാലി ആൻഡ് അപരിചിതോ ആൻഡ് അപുർ സൻസാർ ആൻഡ് ചാരുലത will be screened in the festival. Renowned filmmaker Adur Gopalakrishnan has consented to inaugurate the festival. Draft a notice showing the details of the festival. So, 2 നോട്ടീസും ബേസ് ചെയ്ത് വന്നിരിക്കുന്നത് ഫിലിം ഫെസ്റ്റിവലിൽ തന്നെയാണ്. അതെ. അപ്പോൾ നെക്സ്റ്റ് സർ. ഓക്കെ, now the English club of your school has decided to stage a play based on the story Snake and the Mirror. Draft a notice inviting all the teachers and students to watch the play. അതുപോലെ the film club of your school has made a short film based on Never 'N''s. A well-known actor has consented to inaugurate the function. Prepare a notice inviting all the students to the function. എപ്പോഴും നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം അല്ലേ ടീച്ചറെ? ലാസ്റ്റ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം ഫംഗ്ഷനിലോട്ട്. ഓക്കെ, നോട്ടീസ് ഇതും ഷുവർ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നോട്ടീസ് ഫിലിം ഫെസ്റ്റിവൽ തന്നെ അല്ലെ, ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നോട്ടീസ് വന്നാലും നമ്മൾ സെറ്റ് ആണ് അല്ലെ എഴുതാനായിട്ട്. അപ്പൊ എന്നാലും നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒരു ഫോർമാറ്റ് കാണാം നമുക്ക്. ഓക്കെ, ഫോർമാറ്റ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഫസ്റ്റ് നോട്ടീസ് കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയെടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ സ്കൂള്, അത് നമുക്ക് നമ്മുടെ സ്കൂളിന്റെ പേര് SS ചെയ്തോണ്ട് നമ്മുടെ സ്കൂളിന്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് മെൻഷനിങ് ദ സ്കൂൾ പർട്ടിക്കുലർ നെയിം യു ക്യാൻ റൈറ്റ് ABC സ്കൂൾ ഓർ ABCD സ്കൂൾ എന്ന്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും സ്കൂൾ ആഗ്രഹമുണ്ട് എഴുതാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഓൺ എനി സ്കൂൾ നെയിം, നോ പ്രോബ്ലം. നമ്മുടെ ഓക്കെ, അങ്ങനെ വേണമെങ്കിലും എഴുതാം. സാധാരണ നമ്മൾ ABCD സ്കൂൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ആൻഡ് പ്ലേസ് യു ക്യാൻ ഗിവ് എനി നെയിം ഓഫ് ദറ്റ് പ്ലേസ്. ആൻഡ് ദെൻ എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് അതിന്റെ ഒരു ടോപ്പിക്കും കൂടി നമ്മൾ അവിടെ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ ഫിലിം ഫെസ്റ്റ് 2023 or 24 അങ്ങനെ എന്തെങ്കിലും, അതല്ല സ്റ്റേജ് ഡ്രാമ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ നോട്ടീസ് തയ്യാറാക്കുന്നത് ആ ഒരു ഹെഡിങ്ങും കൂടി അവിടെ ചെയ്യണം. ഓക്കെ, അതുപോലെ അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് ഫ്രണ്ട്സ് വെച്ചിട്ടാണ്. സല്യൂട്ടേഷൻ, നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് വിളിക്കണമല്ലോ കൂട്ടുകാരെ എന്നുള്ള രീതിയിൽ അവരെ സല്യൂട്ട് ചെയ്ത് സല്യൂട്ടേഷൻ കൊടുത്തിട്ട് വേണം നമ്മുടെ നോട്ടീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. Yes, exactly. So the English club of our school has decided to conduct a film festival at 10 AM on 20th May 2023 in the school auditorium. So എപ്പോഴാണ്, that is the time, date and the venue should be clearly mentioned. ഏത് നോട്ടീസ് വന്നാലും നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, ഡേറ്റ്, അതേപോലെ തന്നെ പ്ലേസ് ആൻഡ് ദെൻ ടൈം. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ നോട്ടീസിൽ മെയിൻ ആയിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ 3 കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ബിഗിനിങ്ങിൽ നമ്മൾ തുടങ്ങുന്നത് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഏത് ക്ലബ്ബാണ് ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അത് അതേപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ക്വസ്റ്റ്യനിൽ വരുമ്പോൾ യുവർ സ്കൂൾ എന്നായിരിക്കും വരിക, നമ്മളത് എടുത്ത് എഴുതുമ്പോൾ അവർ സ്കൂൾ എന്നാക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ എടുത്ത് എഴുതും. നമുക്ക് ഇഷ്ടമുള്ള ഇനാഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് കൊടുക്കാം. ഇനി അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതണമെന്നില്ല. മീൻസ് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നോട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതല്ല ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ഓൾ ആർ വെൽക്കം ടു ദിസ് ഫംഗ്ഷൻ അങ്ങനെ എഴുതി നമുക്ക് നമ്മുടെ നോട്ടീസ് സെറ്റ് ആക്കാനായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം പറയുമ്പോൾ എപ്പോഴും നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതുകൂടാതെ ഡേറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വേണം. ആൻഡ് ദെൻ പ്ലേസിന് മുൻപ് ഇൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിപ്പോസിഷൻ യൂസിങ്ങിന്റെ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ടൈമിന് മുൻപ് അറ്റ്, ഡേറ്റിന് മുൻപ് ഓൺ, അതേപോലെ തന്നെ പ്ലേസിന് മുമ്പായിട്ട് ഇൻ. ഈ 3 പ്രിപ്പോസിഷൻസും 3 കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നമ്മുടെ നോട്ടീസിൽ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മുടെ നോട്ടീസ് ഓക്കെ ആയി എന്നാണ് അർത്ഥം. ഓക്കെ,
ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് സെക്രട്ടറി, ഇംഗ്ലീഷ് ക്ലബ്, സിഗ്നേച്ചർ, അതുപോലെ താഴെ ഡേറ്റ് മെൻഷൻ. അത് നമ്മൾ നോട്ടീസ് തയ്യാറാക്കുന്ന ഡേറ്റ് ആണ്. അപ്പോൾ അത് നമ്മളവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ നോട്ടീസിൽ കൊടുക്കുന്ന ഡേറ്റ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് വേണം. കാരണം വരാൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഡേറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞു പോയ ഡേറ്റ് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് വരാൻ പോകുന്ന ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് വേണം. എപ്പോഴും എന്താണോ പ്രോഗ്രാം നടക്കാൻ പോകുന്നതും അതും അതുപോലെ എഴുതുന്ന എപ്പോഴാണോ ആ ഒരു ഡേറ്റ് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. അത് മിസ്മാച്ച് ആവരുത്. ഓക്കെ. അതേപോലെ തന്നെ നോട്ടീസിന്റെ അവസാനം നമ്മൾ കൊടുക്കേണ്ടത് നോട്ടീസ് തയ്യാറാക്കുന്ന ദിവസത്തെ ഡേറ്റും ആണ്. ഓക്കെ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്, മാറിപ്പോവരുത്. ഓക്കെ. സോ ഐ തിങ്ക് ടീച്ചർ നോട്ടീസിന് ഫുൾ മാർക്ക് ഉറപ്പുണ്ട്. ഉറപ്പല്ലേ? എന്ന് നോക്കട്ടെ. നോട്ടീസ് മേടിക്കുന്നുള്ളവർക്കൊന്ന് വേഗം ഫയറിട്ട് നോക്കട്ടെ. കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ചിലവർക്ക് ഇത്രയും മാത്രമേ ഇതായാലും ഫുൾ മാർക്ക് കിട്ടുമെന്ന് തോന്നണുണ്ടാ? എനിക്ക് തോന്നണില്ല. ഇല്ല, എന്തോ ഒരു കുറവ് കൂടി. എല്ലാവരും ഫയർ കിട്ടും, ഫുൾ മാർക്ക് കിട്ടും എന്ന് ഞാൻ ഉറപ്പ് തരില്ല. കാരണം നമുക്ക് നോട്ടീസിന്റെ കൂടെ തന്നെ ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. പ്രോഗ്രാം ലിസ്റ്റ്. മക്കളത് മറന്നുപോയോ ചോദിക്കാനായിട്ട്? പ്രോഗ്രാം ലിസ്റ്റും കൂടി ഉണ്ട്. കാരണം നോട്ടീസ് ഇപ്പൊ മിക്ക സ്കൂളുകളിലും അവരെ പഠിപ്പിക്കുന്ന നോട്ടീസിന്റെ ആ ഒരു കണ്ടന്റ് കൂടാതെ പ്രോഗ്രാം ലിസ്റ്റും കൂടി ഉണ്ടെങ്കിലും മാർക്ക് കൊടുക്കുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ലിസ്റ്റും നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിടാം. എന്തൊക്കെയായാലും കുഴപ്പമില്ലല്ലോ, ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു സംഭവത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ എന്തൊക്കെയായാലും അത് മറക്കാണ്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആദ്യം പ്രോഗ്രാം എഴുതാം. അതിൽ തന്നെ ഡേറ്റും ടൈമും വെനും ഇത് 3 നിർബന്ധമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. സാധാരണ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓട്ടോമാറ്റിക്കലി എഴുതി പോകുമ്പോൾ പ്രോഗ്രാം എഴുതും, വെൽക്കം സ്പീച്ച്, പ്രെയർ, അങ്ങനെ നമ്മൾ എഴുതി പോകും. പക്ഷെ ഈ 3 കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനായിട്ട് നമ്മൾ മറന്നു. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാം ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അതായത് ഡേറ്റ്, ടൈം, വെനു ഇത് 3ഉം നമ്മുടെ കണ്ടന്റിൽ കൊടുത്ത കാര്യങ്ങൾ തന്നെ വേണം വരാനായിട്ട്. അവിടെ നോട്ടീസിൽ കൊടുക്കുന്ന ഡേറ്റും ഇവിടെ പ്രോഗ്രാമിൽ വരുമ്പോൾ പറയുന്ന ഡേറ്റും രണ്ടും രണ്ടായി പോകരുത്. കണ്ടന്റിൽ എന്താണോ ഡേറ്റും ടൈമും വെനും നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് അതേപോലെ തന്നെ വേണം ഇവിടെ എടുത്ത് എഴുതാനായിട്ട്. ഇവിടെ നമുക്ക് പ്രിപ്പോസിഷന്റെ യൂസിംഗ് വേണ്ട. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് എപ്പോഴും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പ്രെയർ ഉണ്ടാവും അല്ലേ? അതുപോലെ വെൽക്കം സ്പീച്ച്, പിന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ്. ഓക്കെ. ആരാണോ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത് ആ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ് ഉണ്ടാവും. അതുപോലെ ഇനാഗ്രേഷൻ ആരാണോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഇനാഗ്രേഷൻ ഉണ്ടാവും. അതുപോലെ ഫെലിസിറ്റേഷൻ, പിന്നെ വോട്ട് ഓഫ് താങ്ക്സ്, നാഷണൽ ആന്തം. എപ്പോഴും നമ്മളൊരു പ്രോഗ്രാം മാക്സിമം എൻഡ് ചെയ്യുന്നത് നാഷണൽ ആന്തം വെച്ചിട്ടാണ്. സോ കോമൺലി യു കെൻ യൂസ് ദ വേർഡ് നാഷണൽ ആന്തം ഇൻ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ഓക്കെ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ പേര് വരെയാണ്, പക്ഷെ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി, അതായത് പ്രയർ മോഡൽ ജസ്റ്റ് എടുത്തിട്ടുള്ളൂ. അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞാൽ പ്രോഗ്രാമിന്റെ ഹെഡിങ് കഴിഞ്ഞാൽ ടൈം, ഡേറ്റ്, വെനു അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കേണ്ട പ്രോഗ്രാംസിന്റെ ലിസ്റ്റ് മാത്രം മക്കളൊന്ന് വേഗം നോട്ട് ചെയ്യുക. ഓക്കെ. ഇത് കറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കേണ്ട ആളുകൾ നമ്മുടെ പ്രോഗ്രാമിന്റെ നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രോഗ്രാം ലിസ്റ്റ് എന്തൊക്കെയാണ്, എന്തെല്ലാം പ്രോഗ്രാംസ് ആണ് നമ്മൾ ആ നോട്ടീസിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോട്ട് ഔട്ട് ചെയ്യാം. അപ്പൊ ഇനി സെറ്റ് അല്ലേ നോട്ടീസിന്റെ ഫുൾ മാർക്ക്? ഇപ്പൊ എല്ലാം ഓക്കെ. അപ്പോ നെക്സ്റ്റ് സ്ലൈഡ്സ്. ഓക്കെ. അപ്പൊ നമ്മുടെ മെയിൻ വില്ലൻ എത്തിയിട്ടുണ്ടല്ലേ? പക്ഷെ വില്ലനായിട്ട് കണക്കാക്കരുത്. ഭയങ്കര ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ റൈറ്റിംഗ് സെക്ഷനും നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പൊ ഇനി റൈറ്റിംഗ് സെക്ഷൻ ടെക്സ്റ്റ് ബേസ് ചെയ്ത് വരുന്ന ഏത് റൈറ്റിംഗ് സെക്ഷൻ വന്നാലും അടിച്ചു പൊളിച്ച് ഞങ്ങൾ എഴുതുന്നുള്ള മക്കളൊന്ന് ഫയർ ഇട്ടേ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ഗ്രാമറിലോട്ട് പോകാം. സെക്ഷനിൽ ഉറപ്പായിട്ട് അവർക്ക് ഫുൾ മാർക്ക് ഉണ്ട് ടീച്ചർ. മറക്കണ്ട. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെരി നൈസ്, വെരി ഗുഡ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ നമ്മൾക്ക് ഇനി ഗ്രാമറിലേക്ക് കിടക്കാം അല്ലെ? ഗ്രാമറിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നൗൺ ഫ്രേസ്, ഇഫ് ക്ലോസ്, ഹാഡ് ബെറ്റർ, റിപ്പോർട്ടഡ് സ്പീച്ചിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചേഞ്ച് ഇൻ ടെൻസ്. അതൊരു സാധനം കിട്ടിയ പിന്നെ സൂപ്പർ ആയിട്ട് സെന്റൻസ് വന്നാൽ നമുക്ക് ഈസി ആയിട്ട്. അതെ. അതുപോലെ പ്രോനൗൺസ് ഉണ്ട്. ചേഞ്ച് ഇൻ പ്രോനൗൺ, ചേഞ്ച് ഇൻ ടൈം, അതുപോലെ ഫ്രേസൽ വെർബ് ആൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഓക്കെ. WH ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ടീച്ചർ? WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്ലൈഡ്, ദാറ്റ് ഈസ് ദ നൗൺ ഫ്രേസ് അല്ലേ? ഓക്കെ. സോ എ നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസിൽ എന്താണ്? നൗൺ ഫ്രേസിൽ ഇവിടെ കാണുന്നത് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫങ്ഷൻസ് ലൈക്ക് എ നൗൺ. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം മൈ ഗ്രീൻ സോക്സ് ആർ ഇൻ ദി ഹാമ്പർ അല്ലേ? മൈ ഗ്രീൻ സോക്സ്. ഇവിടെ സോക്സിന് എക്സ്ട്രാ ആയിട്ട് മൈ ഗ്രീൻ സോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? So this particular group of words, it functions as a noun, okay, in the hamper. അതുപോലെ തന്നെ the cat with the strip tried to trip me. Okay, tried to trip me. Okay, so ഇവിടെ cat with the strips ആണ്. Okay, clear അല്ലേ? Okay അല്ലേ? Okay. So ഇനി noun phrase ന്റെ next slide sir. Okay, അപ്പോൾ noun phrase ഇതാണ്, group of words that functions like a noun. Okay, അപ്പോൾ ഇവിടെ നമുക്ക്
നൗൺ ഫ്രേസുകൾ ഐഡന്റിഫൈ ചെയ്യാം അല്ലേ ടീച്ചറെ? യെസ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് സെന്റൻസ് നോക്കാം. അലി വെന്റ് ഇൻസൈഡ് ദ ബേക്കറി. ഈ സെന്റൻസിൽ നൗൺ ഫ്രേസ് ഏതാണ് എന്നുള്ളത് വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ കമന്റ് ഇട്ടേ. ഓക്കെ, സ്പീഡ് അപ്പ് ആവട്ടെ. അതിന്റെ ആൻസർ മക്കൾ തന്നെ കറക്റ്റ് ആയിട്ട് പറയാം. അലി വെന്റ് ഇൻസൈഡ് ദ ബേക്കറി. യെസ്, ആൻസേഴ്സ് വരുന്നുണ്ട് പാർവതി. യെസ്, എക്സാക്ട്ലി അലി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം വെന്റ് എന്ന് പറയുന്നത് വെർബാണ്. വെർബ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കത് വെർബ് ഫ്രേസ് എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ എവിടെയാണോ വെർബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടം വരെയുള്ള ഭാഗമായിരിക്കും ഏത് സെന്റൻസിലാണെങ്കിലും നൗൺ ഫ്രേസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് സെന്റൻസ്. ദ കുക്ക് വാസ് ബേക്കിംഗ് എ കേക്ക്. ഓക്കെ, ആൻസർ പോരട്ടെ, വേഗം പോരട്ടെ. ദ കുക്ക് വാസ് ബേക്കിംഗ് എ കേക്ക്. The cook. Yes, very good, very good. The cook ആണ്. കാരണം was baking, was എന്നുള്ളത് ഹെൽപ്പിംഗ് വെർബ് ആണ്. അപ്പൊ അത് വെർബിന്റെ ഇതിൽ തന്നെ നമുക്ക് വരുന്നത്. അപ്പോൾ ഹെൽപ്പിംഗ് വെർബ് ആണെങ്കിൽ ശരി, വെർബ് ആണ് ശരി, സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ അവിടെ തുടങ്ങി അങ്ങോട്ട് വെർബ് ഫ്രേസും അവിടെ നിന്ന് ഇങ്ങോട്ട് noun ഫ്രേസും ആയിരിക്കും. Okay, then the group of men was standing in the queue. A group of men was standing in the queue. Come on, പെട്ടെന്ന് പോരട്ടെ. A group of men was standing in the queue. Yes, very good. A group of men. Okay. Mr. John spoke with really feeling. എന്തായിരിക്കും അതിൽ ആൻസർ വരിക? എന്തായിരിക്കും? Come on. Mr. John spoke with really feeling. ആൻസർ മിസ്റ്റർ ജോൺ സ്പോക്ക് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ് അല്ലേ? പാസീവ് ഫോം ഓഫ് വെർബാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A few drop of blood glistered on the cobra's back. ഓക്കെ, പോരട്ടെ മക്കളെ, ആൻസർ പോരട്ടെ. ആ സെന്റൻസിൽ ഏതാണ് നൗൺ ഫ്രേസ്? യെസ്, എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ്. അപ്പോൾ നമ്മൾ നൗൺ ഫ്രേസ് കണ്ടെത്തി. ആ നൗൺ ഫ്രേസിനെ നിർത്തി കൊടുക്കുന്നത് ബാക്കി അങ്ങോട്ട് വെർബ് ഫ്രേസ് ചോദിച്ചാലും അവർക്ക് ഏത് പറ്റും. ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? വെർബ് ഫ്രേസ് ആണ്. ആ പിന്നെ നോൺ ഫ്രേസും വെർബ് ഫ്രേസ് വന്നാലും കൺഫ്യൂഷൻ ഇല്ല, ഞങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളവരൊന്ന് ന്യൂട്ടൺ ആപ്പിൾ ഇട്ട് നോക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്നിട്ട് വേണം നമുക്ക് അടുത്ത ഗ്രാമർ സെക്ഷനിലോട്ട് പോകാനായിട്ട്. സ്പീഡ് അപ്പ് വരട്ടെ. Okay, very nice. Yes, very good. Okay. അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് പോരാ ടീച്ചറെ. Okay, so next one. If close ആണ്. അപ്പോൾ if closeൽ നമുക്കറിയാം ഒരു സെന്റൻസ് സെന്റൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് if ചേർന്ന് വരുന്ന പാർട്ട് ഓഫ് സെന്റൻസിനെയാണ് നമ്മൾ if close സെന്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ ബാക്കി വരുന്നതാണ് മെയിൻ ക്ലോസ്. അതായത് ആ ഒരു സെന്റൻസ് മീനിങ് ഫുൾ ആയിരിക്കില്ല. അപ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ ആഡ് ചെയ്യുന്ന റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്നും പറയുന്നത്. if close സെന്റൻസിന് നമുക്ക് രണ്ട് പാർട്ട് സെന്റൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. if close എന്നും മെയിൻ ക്ലോസ് എന്നും. എക്സാമിന് ഇവർക്ക് ചിലപ്പോൾ if close തന്നിട്ട് മെയിൻ ക്ലോസ് എഴുതാൻ ചോദിക്കാം, ചിലപ്പോൾ മെയിൻ ക്ലോസ് തന്നിട്ട് if ക്ലോസ് ചോദിക്കും. അപ്പൊ അത് ഏത് കണ്ടീഷൻ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. if ക്ലോസ് ഇവർക്ക് കോമൺലി ചോദിച്ചു കാണുന്നത് 3 കണ്ടീഷൻസ് ആണ്. ഒന്ന് ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ ആൻഡ് തേർഡ് കണ്ടീഷൻ. സീറോ കണ്ടീഷൻ നമുക്ക് പഠിക്കാം. സീറോ കണ്ടീഷൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇപ്പോൾ ചോദിച്ചു കാണുന്നത് ഫസ്റ്റ്, സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ്. അതിൽ തന്നെ മോസ്റ്റ് കോമൺലി ചോദിച്ചു കാണുന്നത് തേർഡ് കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫസ്റ്റ് കണ്ടീഷനിലേക്ക് പോവാം അല്ലേ? ഓക്കെ, സോ if plus simple present gives main clause will plus v1 form. Okay, v1 form simple present വരുമ്പോഴാണ് അവിടെ ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത്. if ന്റെ കൂടെ വരുന്നത് if ക്ലോസിന്റെ കൂടെ വരുന്ന സെന്റൻസിൽ വെർബിന്റെ v1 ഫോം ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച മക്കളെ അത് ഏത് കണ്ടീഷൻ ആയിരിക്കും? ഫസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസ് സെന്റൻസ് നമ്മൾ എഴുതുന്നത് എപ്പോഴും will plus v1. അവിടെ വില്ലിന്റെ സ്ഥാനത്ത് ഷാൾ വന്നാലും അതേപോലെ തന്നെ ക്യാൻ ഏതോ മോഡൽ ഓക്സിലറി അതിന്റെ പ്രസന്റ് ഫോം യൂസ് ചെയ്താലും നമുക്കത് അവിടെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതും ഇങ്ങനെ തന്നെയാണ്. if ക്ലോസിന്റെ കൂടെ വരേണ്ടത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ v1 ഉം മെയിൻ ക്ലോസിൽ വരേണ്ടത് will plus v1 ഉം ആയിരിക്കണം. ഓക്കെ, അപ്പൊ മെയിൻ ക്ലോസ് സെന്റൻസ് തരുന്നത് will plus v1 ഏതെങ്കിലും ഒരു വെർബ് ഫോം ആണെന്നുണ്ടെങ്കിൽ ഉടനെ if ക്ലോസ് നമ്മൾ എഴുതേണ്ടത് v1 വെച്ചിട്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു ഫോർമാറ്റ് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ ഇപ്പൊ സെക്കൻഡ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ if plus simple past ആണ്. അപ്പൊ ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റിന് കൂടെ v2 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. v2 ഫോം. അതുപോലെ മെയിൻ ക്ലോസിൽ അപ്പോൾ എന്താവും? വുഡ് പ്ലസ് v1 ആയിരിക്കും. ഓക്കെ, വുഡ് എന്ന് പറഞ്ഞ മോഡൽ ഓക്സിലറി ആണ്. സോ നമുക്കറിയാം മോഡൽ ഓക്സിലറി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഫോം അതെപ്പോഴും v1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് കണ്ടീഷനിൽ if ക്ലോസിന്റെ കൂടെ ചേർന്ന് വരുന്ന സെന്റൻസിൽ നമ്മൾ കൊടുക്കുന്ന വെർബിന്റെ ഫോം v2 ഉം മെയിൻ ക്ലോസിൽ നമ്മൾ എഴുതുന്നത് വുഡ് പ്ലസ് v1 ഉം ആയിരിക്കണം.
അപ്പോൾ എന്തൊക്കെയാണ് മാഡം പറഞ്ഞ ഒരു കാര്യം മറക്കരുത്, ഓക്സിലറി വെർബിന്റെ കൂടെ വെർബ്. ഓക്കെ, then we are moving to the third condition. if plus past perfect അതായത് V3 ഫോം അല്ലേ ടീച്ചർ? had plus V3. had plus V3 past perfect എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമാറ്റ് subject plus had plus V3 ആണ്. ഓക്കെ, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ had. yes, had V3. past perfect എന്ന് പറയുമ്പോൾ V3 ഫോം ആയി. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാർഡ് പ്ലസ് V3 ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈഫ് ക്ലോസിന്റെ കൂടെ ചേർന്ന് വരുന്നത് ഹാർഡ് പ്ലസ് V3യും അതേപോലെ തന്നെ മെയിൻ ക്ലോസിൽ വരേണ്ടത് വുഡ് ഹാവ് V3യും ആണ്. ഓക്കെ, വുഡ് ഹാവ് V3. അപ്പോൾ ഒരു കാര്യം നോക്കുക, ഹാസ്, ഹാവ്, ഹാഡ്, ഇത് മൂന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട വെർബിന്റെ ഫോം അത് എപ്പോഴും എന്തായിരിക്കണം? V3 ആയിരിക്കണം. ഇത് ഞാനിപ്പോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്നറിയോ? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് ചോദിക്കാൻ സാധ്യത എഡിറ്റിംഗ് വരും നമുക്ക് അല്ലെ. കുറച്ച് കഴിയുമ്പോൾ ഒരു പാസേജ് വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറയും, അതിൽ ചോദിച്ച് കാണുന്നതാണ്. ചിലപ്പോൾ ഹാസ് ഹാവ് കഴിഞ്ഞിട്ട് തരുന്ന വെർബിന്റെ ഫോം ചിലപ്പോൾ V1 ആയിരിക്കും, ചിലപ്പോൾ V2 ആയിരിക്കും വരിക. അപ്പോൾ അത് അവിടെ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ഓർത്ത് വെക്കുക. ഹാസ്, ഹാവ്, ഹാഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഫോം അത് എപ്പോഴും അത് ഏത് സിറ്റുവേഷൻ ആയാലും അവിടെ നമ്മൾ കൊടുക്കുന്നത് V3 ഫോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ഈഫ് ക്ലോസിന്റെ കൂടെ V1, മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1. സെക്കൻഡ് കണ്ടീഷനിൽ ഈഫ് ക്ലോസിന്റെ കൂടെ V2, മെയിൻ ക്ലോസിൽ വരുന്നത് വുഡ് പ്ലസ് V1. ഓക്കെ, ആൻഡ് ഇൻ തേർഡ് കണ്ടീഷൻ ഈഫ് ക്ലോസിന്റെ കൂടെ ഹാർഡ് പ്ലസ് V3, മെയിൻ ക്ലോസിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് വുഡ് ഹാവ് V3. ഇവിടെ ഹാർഡ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ ഹാവ് ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ഓക്കെ, മൂന്ന് കണ്ടീഷന്റെയും ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഈഫ് ക്ലോസ് തന്നാലും മെയിൻ ക്ലോസ് വന്നാലും സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏത് കണ്ടീഷനിലാണ് കിടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഫോർമാറ്റ് അറിയാം. ഗ്രാമർ ആയപ്പോൾ മക്കൾക്ക് ഒരു ചെറിയൊരു മുഖത്തേക്ക് ഒരു വാട്ടം കാണുന്നുണ്ട്, അവരുടെ ഇമേജസ് അയക്കുന്ന ഇമോജിന്ന് അറിയാൻ പറ്റുന്നുണ്ട് അവരുടെ ഒരു ഇത്. സാറില്ല, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് അതേപോലെ തന്നെ എക്സസൈസും കൂടി നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടല്ലോ ടീച്ചറെ. സോ ഇഫ് യു ടേക്ക് സം മെഡിസിൻസ് യു വിൽ ഫീൽ ബെറ്റർ. ഇഫ് യു ഗോ ഔട്ട് നൗ യു വിൽ ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ. ഓക്കെ, ഓക്കെ, വെരി നൈസ്. സോ ഇഫ് യു, ഇനി നിങ്ങൾ പറയൂ ബാക്കി. ഇഫ് യു ഡാഷ് യു വിൽ പാസ് ദി എക്സാം. എന്തായിരിക്കും അവിടെ വരാം? എന്തായിരിക്കും? Yes, if you dash you will pass the exam. You will pass the exam. അവിടെ ഈഫ് ക്ലോസിന്റെ കൂടെ വരേണ്ടത് എന്തായിരിക്കും? ആ മെയിൻ ക്ലോസ് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു തന്നെ. യു വിൽ പാസ് ദ എക്സാം. നീ എക്സാം ജയിക്കും. എക്സാം ജയിക്കണമെങ്കിൽ എന്ത് വേണം? വാട്ട് വി വാണ്ട് ടു ഡു? വേഗം കൊടുക്കൂ, ആൻസർ വരട്ടെ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഈഫ് ക്ലോസിൽ നമ്മൾ കൊടുക്കേണ്ടത് V1 ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇഫ് യു വർക്ക് ഹാർഡ്, ഓക്കെ, സ്റ്റഡി വെൽ, ഇഫ് യു വർക്ക് ഹാർഡ്, ഇഫ് യു സ്റ്റഡീഡ് എന്നാണ് വന്നിരിക്കുന്നത് ടീച്ചറെ. സ്റ്റഡി വെൽ അല്ലെങ്കിൽ ഇഫ് യു വർക്ക് ഹാർഡ്, ഇത് രണ്ട് എഴുതാനും ഓക്കെയാണ്. ഓക്കെ, പ്രസന്റ് ഫോം അല്ലെങ്കിൽ V1 ഫോം ആണ് ഫസ്റ്റ് കണ്ടീഷനിൽ ഈഫ് ക്ലോസിന്റെ കൂടെ കൊടുക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും സ്റ്റഡി വെല്ല് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സൂപ്പർ, അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ, അപ്പൊ മെയിൻ ക്ലോസ് നോക്കാം. ഇവിടെ മെയിൻ ക്ലോസ് ആണ് വന്നിരിക്കുന്നത്. അവിടെ വിൽ പ്ലസ് V1 ആയതുകൊണ്ടാണ് ഈഫ് ക്ലോസ് നമ്മൾ V1 വെച്ചത്. ഇനി നമുക്ക് ഈഫ് ക്ലോസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈഫ് ക്ലോസിന്റെ കൂടെ വന്നിരിക്കുന്നത് V1 ആണെങ്കിൽ മെയിൻ ക്ലോസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വിൽ പ്ലസ് V1 വെച്ചിട്ടായിരിക്കണം. അപ്പൊ ഇഫ് യു പ്ലേ വെൽ, നല്ലതുപോലെ കളിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? Yes, you will win the game. Already കുട്ടികൾ ആൻസർ അയച്ചു കഴിഞ്ഞു. You will win the game. Okay, if you play well, you will win the game. Okay, ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആയെങ്കിൽ ഒന്ന് ഫയർ ഇട്ട മക്കളെ നോക്കട്ടെ. സെറ്റ് അല്ലേ? എന്നിട്ട് നമുക്ക് അടുത്ത സെക്കൻഡ് കണ്ടീഷനിലോട്ട് പോകാം. അപ്പൊ നമുക്ക് അടുത്ത സെക്കൻഡ് കണ്ടീഷൻ. അതിൽ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടാണ് തുടങ്ങുന്നത്. ഇഫ് യു ടുക്ക് മെഡിസിൻസ് യു വുഡ് ഫീൽ ബെറ്റർ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഈഫ് ക്ലോസിന്റെ കൂടെ ചേർത്തിരിക്കുന്നത് വെർബിന്റെ V2 ഫോം. ടേക്ക് എന്ന് പറയുന്ന വെർബിന്റെ V2 ഫോമായി ടുക്ക് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മെയിൻ ക്ലോസ് വുഡ് ഫീൽ. വില്ലിന്റെ പാസ്റ്റ് ഫോം, പാസ്റ്റ് ആയതുകൊണ്ട് വില്ലിന്റെ തന്നെ പാസ്റ്റ് ഫോം ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് യു വെന്റ് ഔട്ട് യു വുഡ് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ. ഓക്കെ, if you went out, go in the past form. ഇന്ന് നമ്മൾ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നേരത്തെ എഴുതിയ സെയിം സെന്റൻസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ ഒരു എക്സസൈസ് ആയിട്ട് ഇഫ് യു സ്റ്റഡീഡ് വെൽ എന്തായിരിക്കും അതിന്റെ മെയിൻ ക്ലോസ് വരാ? ഇഫ് യു സ്റ്റഡീഡ് വെൽ
അതിന്റെ മെയിൻ ക്ലോസ് മക്കൾ ഒന്ന് വേഗം. യെസ്, യു വുഡ് പാസ് ദ എക്സാം. വെരി ഗുഡ്, വെരി ഗുഡ്. യു വുഡ് പാസ് ദ എക്സാം. പെർഫെക്റ്റ്ലി മക്കൾക്ക് എല്ലാവർക്കും അതിന്റെ ആ ഒരു ഇതെന്താന്നുള്ളത് ക്ലിക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെയിൻ ക്ലോസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, യു വുഡ് വിൻ ദ ഗെയിം. യു വുഡ് വിൻ ദ ഗെയിം. അപ്പൊ അവിടെ ഈഫ് ക്ലോസ് എന്താ വരേണ്ടതെന്ന് വേഗം മെൻഷൻ ചെയ്തേ മക്കളെ. ഈഫ് ക്ലോസിൽ എന്താണ് വരേണ്ടത് എന്നുള്ളത് വേഗം മെൻഷൻ ചെയ്യാം. ഈഫ് ക്ലോസിൽ എന്ത് വരണം? സെക്കൻഡ് കണ്ടീഷൻ ആണ്. അവിടെ മെയിൻ ക്ലോസ് തന്നിരിക്കുന്നത് വുഡ് ആണ്. വുഡ് പ്ലസ് V1 ആണ്. വുഡ് പ്ലസ് V1. യെസ്, ഇഫ് യു പ്ലേഡ് വെൽ. വെരി ഗുഡ്, ഇഫ് യു പ്ലേഡ് വെൽ. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനും എൻ്റെ മക്കൾക്ക് ഓക്കെ എന്ന് കരുതുന്നത് പോരട്ടെ നമ്മുടെ ന്യൂട്ടന്റെ ആപ്പിൾ. ആൻഡ് ദെൻ വി വിൽ മൂവ് ടു the third condition and one of the ആപ്പിൾ most വന്നിട്ട് വേണം important നമുക്ക് condition. തേർഡ് കണ്ടീഷനിലോട്ട് പോകാനായിട്ട്. You are waiting for your Newton's apple. Yes. Okay. Super. അപ്പൊ നമുക്കിനി തേർഡ് കണ്ടീഷനിലോട്ട് പോകാം. തേർഡ് കണ്ടീഷൻ ആണ് സാധാരണ നമുക്ക് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഇഫ് ക്ലോസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് കണ്ടീഷൻ. Okay. So if you had taken some medicines, you would have felt better. Okay. If you had taken, yes. V3 ആണ്. V3 ആണ്. If you had taken, hard plus V3. അപ്പോൾ അവിടെ would have. Okay. would already അവിടെ നമ്മൾ യൂസ് ചെയ്ത സെക്കൻഡ് കണ്ടീഷനിൽ അവിടെ നമ്മൾ എക്സ്ട്രാ എന്താ ആഡ് ചെയ്യാം? have ആഡ് ചെയ്യാം. have ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഫോം അതെപ്പോഴും V3 ആയിരിക്കണം. Okay. So if you had gone out now, you would have get wet in the rain. Okay. അപ്പോൾ ഇനി നമുക്ക് എക്സസൈസിലോട്ട് പോകാം. If you മെയിൻ if ക്ലോസ് നമുക്ക് തന്നിട്ടില്ല. മെയിൻ ക്ലോസ് തന്നിരിക്കുന്നത് യു വുഡ് ഹാവ് പാസ് ദ എക്സാം. അപ്പൊ എന്തായിരിക്കും അവിടെ ഈഫ് ക്ലോസിൽ കൂടെ വരേണ്ടത്? ഈഫ് ക്ലോസിൽ വരേണ്ട സെന്റൻസിന്റെ യെസ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. ഹാഡ് സ്റ്റഡീഡ് വെൽ. സ്റ്റഡി എന്ന് പറയുന്ന വെർബിന്റെ V2ഉം V3ഉം സെയിം ആണ്. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. സോ ഇഫ് യു ഹാഡ് studied well, you would have passed the exam. Then അടുത്ത സെന്റൻസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? യെസ്, if ക്ലോസ് ആണ് തന്നിരിക്കുന്നത്. മെയിൻ ക്ലോസ് നമ്മൾ കണ്ടെത്തണം. if you had played well. if you had played well, അതെന്തായിരിക്കും അവിടെ വരിക? മെയിൻ ക്ലോസ് എന്താ വരിക? ഒന്ന് വേഗം നമ്മുടെ കമന്റ് ബോക്സിലോട്ട് ആൻസർ ഇട്ടടാ. If you had played well, you would have won the game. Yes, very nice. You would have won the game. Exactly. Would കഴിഞ്ഞിട്ട് have വരും plus V3 form. Okay. അപ്പോൾ നമ്മുടെ മൂന്ന് കണ്ടീഷൻ if ക്ലോസും മൂന്ന് കണ്ടീഷൻ നമ്മൾ എങ്ങനെയാണ് സെന്റൻസ് എഴുതേണ്ടത്? ഇനി വന്നാല് ഈഫ് ക്ലോസ് വന്നാല് അടിച്ചു പൊളിച്ച് ഒരു മിസ്റ്റേക്കും വരുത്താതെ ഞങ്ങൾ എഴുതുന്ന കോൺഫിഡന്റ് ഉള്ളവരൊന്ന് വേഗം നമ്മൾ ഫയർ ഇട്ട് നോക്കട്ടെ. ഇതൊന്നും ഒന്നുമല്ലല്ലോ ടീച്ചർ. യെസ്, ഇത് ഇഫ് ക്ലോസ് ഓക്കെ ആണ്. അല്ലേ? ഇപ്പൊ ഈഫ് ക്ലോസിന്റെ ആ ഒരു ടെൻഷനൊക്കെ മാറിയില്ലേ മക്കളുടെ എല്ലാവരുടെയും? അപ്പോൾ പോരട്ടെ നോക്കട്ടെ. നിങ്ങളെ ഫയർ വന്നിട്ട് വേണം നമുക്ക് അടുത്ത ഗ്രാമർ ടോപ്പിക്കിലേക്ക് പോകാനായിട്ട്. യെസ്, ഫയർ വന്നു കഴിഞ്ഞു. ദാറ്റ് മീൻസ് they are okay with the topic. Okay, so now moving on to the next topic, that is had better. അല്ലേ? അഡ്വൈസ് ആണ്. അഡ്വൈസ്, വാർണിംഗ്, സജഷൻസ് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്. അപ്പൊ വരുമ്പോഴാണ് നമ്മൾ ഹാഡ് ബെറ്റർ കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ ജോൺ, യു ഹാഡ് ബെറ്റർ ഫയൽ എ കംപ്ലൈന്റ്. ഇവിടെ നമ്മൾ തൊട്ട് താഴെ തന്നിരിക്കുന്ന ഡയലോഗ് കൂടി നോക്കാം. ഹാഡ് ബെറ്റർ സാധാരണ ഇവർക്ക് തരുന്നത് ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. യു ഹാഡ് ബെറ്റർ. അതിനുശേഷം അവർ എഴുതേണ്ട കാര്യങ്ങൾ അവിടെ ഡാഷ് അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ അപ്പൊ അവിടെ കൊടുക്കേണ്ട വെർബ് എന്താണോ അത് തൊട്ട് താഴെയുള്ള കോൺവെർസേഷൻ കറക്റ്റ് ആയിട്ട് ആ ഒരു ഡയലോഗിൽ കിടപ്പുണ്ടാവും. അപ്പൊ ജോൺ എന്തോ പറയുന്നുണ്ട്, അതിന് മറുപടി ആയിട്ട് ഫ്രണ്ട് പറയുന്ന കാര്യമാണ് യെസ് ഐ ഹാവ് ഓൾറെഡി ഫൈൽഡ് ദ കംപ്ലൈന്റ്. ഓൾറെഡി ഞാൻ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ യു ഹാഡ് ബെറ്റർ. അപ്പോൾ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, നീ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നീ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നീ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ നല്ല അഡ്വൈസ്, സജഷൻസ് ഒക്കെ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ് ബെറ്റർ കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന വെർബിന്റെ ഫോം അത് എപ്പോഴും V1 ആയിരിക്കും. ചിലവരുണ്ട്, ചില മക്കളുണ്ട് ഒന്ന് മോഡിഫൈ ആയിക്കോട്ടെ, ഇത്തിരി ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതി വെറുതെ ആവശ്യമായിട്ട് ഒരു 2 കൊണ്ടുവന്ന് ചേർക്കും. ഹാർഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഒരു ആവശ്യം ഉണ്ടാവില്ല, നല്ലോണം കളക്കുന്ന ഒരു 2നെ കൊണ്ടുവന്ന് അങ്ങനെ എഴുതി ചേർക്കും. ചിലപ്പോൾ നമുക്ക് സെന്റൻസ് കറക്റ്റ് എടുത്ത് പക്ഷേ കറക്റ്റ് സെന്റൻസ് ആയിരിക്കും നമ്മൾ എഴുതുന്നത്. ശേഷം നമ്മൾ V1 ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താ കാര്യം, ആ 2 നമ്മുടെ മാർക്ക് മൊത്തത്തിലാണ് കഴിയും. ഈവൻ അത് 1 മാർക്കാണെങ്കിൽ പോലും അത് നമ്മളെ നഷ്ടപ്പെടുത്തി കളയും. അപ്പൊ ഒരിക്കലും മക്കൾ 2 മെൻഷൻ ചെയ്ത് ഹാർഡ് ബെറ്റർ കഴിഞ്ഞാൽ പിന്നെ ഉടനടി നമ്മൾ കൊടുക്കേണ്ടത് V1 ഫോം ആയിരിക്കണം. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ഫൈൽഡ് ആണ്. ഫൈൽഡ് എ കംപ്ലൈന്റ്. ആ ഫൈൽഡ് എന്നുള്ളതിന്റെ പ്രസന്റ് ഫോം ഫൈൽ. യു ഹാഡ് ബെറ്റർ ഫൈൽ എ കംപ്ലൈന്റ്. ചിലവർ വന്നുകൊണ്ട് യു ഹാഡ് ബെറ്റർ ടു ഫൈൽ എ കംപ്ലൈന്റ്. ആ 2 ഇനി നമുക്ക് വേണ്ട. ഒരു കാരണവശാലും ഹാർഡ് ബെറ്റർ കഴിഞ്ഞാൽ 2 ആഡ് ചെയ്യരുത്, അത് തെറ്റാണ്. അപ്പൊ അങ്ങനെ യു ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ
ടു വേണ്ട. നമുക്ക് തൊട്ട് താഴെ കിടക്കുന്ന ഡയലോഗിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ വെർബ് എന്താണ് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ V1 ഫോം എടുത്ത് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? വെരി നൈസ്, വെരി ഗുഡ്. അടുത്ത സ്ലൈഡ് സാറേ. നെക്സ്റ്റ് സ്ലൈഡ് സർ. ഓക്കെ, ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഹാർഡ് ബെറ്റർ യൂസ് യൂസ് എ വെർബ് റൈറ്റ് ആഫ്റ്റർ ദ ഹാർഡ് ബെറ്റർ. ഹാർഡ് ബെറ്റർ കഴിഞ്ഞാൽ ഉടനടി നമ്മൾ വെർബിന്റെ ഫോം യൂസ് ചെയ്യാം. റൂൾ 2 എന്ന് പറയുന്നത് ഒന്ന് ഹാർഡ് ബെറ്റർ കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് വെർബാണ്. രണ്ടാമത് ആ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും V1 അല്ലെങ്കിൽ ബേസ് ഫോം ആയിരിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, നെവർ യൂസ് ടു ആഫ്റ്റർ ഹാർഡ് ബെറ്റർ. ഹാർഡ് ബെറ്റർ കഴിഞ്ഞാൽ ഒരിക്കലും. അപ്പോ മക്കൾക്ക് ഒന്നും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ, ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിട്ട് കുറച്ച് ഹാർഡ് ബെറ്റർ വെച്ചിട്ട് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യു ഹാഡ് ബെറ്റർ വാഷ് യുവർ ക്ലോത്ത്സ്. You had better to wash your clothes. നമ്മൾ പറയുന്നില്ല. You had better wash your clothes. നമ്മൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. V1 ഫോം ആണ്, ബേസ് ഫോം ആണ്. അതുപോലെ you had better study well. You had better drive carefully. You had better write neatly. You had better brush your teeth. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ നോക്കൂ, നമ്മൾ ആ വെർബ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന വെർബിന്റെ ഫോംസ് എല്ലാം V1 ആണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്താണ് to യൂസ് ചെയ്തിട്ടുണ്ട്. ഒറ്റ സെന്റൻസ് നമുക്ക് to കാണാൻ പറ്റില്ല. അപ്പൊ അതിനർത്ഥം തന്നെ എന്താണ്, ടു ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇനി ഹാർഡ് ബെറ്റർ വന്നാൽ അടിച്ചു പൊളിച്ചത് അതിന്റെ ഉപയോഗിക്കേണ്ട വെർബ് അത് മക്കളെ നോട്ട് ചെയ്യുക. തൊട്ട് താഴെ കിടക്കുന്ന ഡയലോഗിൽ ഉണ്ടാവും അവിടെ കൊടുക്കേണ്ട വെർബ് എന്താണെന്നുള്ളത്. അത് ഒരു കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ ഇനി ഹാർഡ് ബെറ്റർ വെർബിന്റെ V1 ഫോം അത് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഹാർഡ് ബെറ്റർ കഴിഞ്ഞ അപ്പൊ തന്നെ. ഓക്കെ, വെരി നൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. പക്ഷെ അതിക്ക് മുമ്പ് ഒരു ഹാർഡ് ബെറ്റർ ഓക്കെ എന്ന് പറയണ്ടേ? ഫയർ ആയിന്നുണ്ടെങ്കിൽ ഒന്ന് ഫയർ ഇട്ടേ മക്കളെ, ഞങ്ങൾക്കൊന്നും ഇതാവണ്ടേ. കം ഓൺ. യെസ്, ആപ്പിളും ഫയറൊക്കെ വന്നിട്ടുണ്ട് ടീച്ചറെ. അപ്പൊ നമുക്ക് WH ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് ക്വസ്റ്റ്യൻ പ്ലസ് ഓക്സിലറി സബ്ജക്ട് പ്ലസ് വെർബ് വരുമ്പോഴാണ് വേണം WH ഫ്രെയിം ചെയ്യാനുള്ള ഫോർമാറ്റ് ആണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടായിരിക്കണം. WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻ വേർഡിൽ തന്നെ ആയിരിക്കണം. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്സിലറി വെർബ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റ് പിന്നെ വെർബ്. ചില സിറ്റുവേഷനിൽ ക്വസ്റ്റ്യൻ വേർഡും വെർബ് മാത്രം മതി. അങ്ങനെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്ന സിറ്റുവേഷനിൽ അങ്ങനെ മാത്രം ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന സെന്റൻസ് നോക്കിയിട്ട് വേണം ആ ക്വസ്റ്റ്യൻ നമ്മൾ ഫ്രെയിം ചെയ്യാനായിട്ട്. കാരണം തൊട്ട് താഴെ നമുക്ക് അതിന്റെ ആൻസർ തന്നിട്ടുണ്ടാവും. ആ ആൻസറിൽ നിന്ന് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തെടുക്കാൻ വേണ്ടി. ഓക്കെ, സോ ഫസ്റ്റ് താഴെ ഫ്രണ്ട് ഐ വിൽ ഗോ ടുമോറോ. അപ്പൊ രവി എന്ത് ചോദിക്കണം? വെൻ വിൽ യു ഗോ? ടൈമാണ്, എപ്പോഴാണ് പോകുന്നത് ചോദിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് വെൻ ആണ്. ക്വസ്റ്റ്യൻ വേർഡ് വെൻ ആണ്. അതുപോലെ ഇപ്പൊ മനു രവിയുടെ കോൺവെർസേഷൻ നോക്കിയാൽ രവി ചോദിക്കുന്നത്, രവി പറയുന്നത് എന്താണ്? രവി, രാം ഇസ് മൈ ഫ്രണ്ട്. അപ്പൊ അറിയില്ല രാം ആരാണെന്ന്, മനുവിന് അറിയില്ല. സോ മെൻഷൻ ചെയ്യണം. സോ ഹൂ ഈസ് രാം. അതുപോലെ അടുത്തത് അനു തമ്മിൽ ടൈം തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഹി റീച്ച്ഡ് ഹിയർ യെസ്റ്റർഡേ. ആദ്യത്തെ സെന്റൻസ് ഐ വിൽ ഗോ ടുമോറോ. ആ ഒരു ഇത് വെച്ചിട്ട് വേണം. അപ്പൊ ടൈം ആയതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. പിന്നെ ഓക്സിലറി വെർബ് ആണ് പറയുന്നത്. അപ്പൊ അതുപോലെ സെന്റൻസിൽ ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതേ ഓക്സിലറി വെർബ് എടുത്ത് എഴുതാം. പിന്നെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം യു തന്നെ ആയിരിക്കുള്ളൂ സബ്ജക്റ്റ് ആയിട്ട് വരാം. ഓക്കെ, പിന്നെ വെർബ് ഏതാണോ അത് അതേപോലെ എടുത്ത് എഴുതാം. ഇനി അടുത്ത ലാസ്റ്റ് നോക്കാം. അനു തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് പറഞ്ഞു ഐ കെപ്റ്റ് മൈ ബുക്സ് ഇൻ ദ ഷെൽഫ്. അപ്പോ ഷെൽഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ഇറ്റ്സ് എ പ്ലേസ് അല്ലേ? സോ യു ഷുഡ് സേ വേർ ഡിഡ് യു കീപ്. അവിടെ എന്തുകൊണ്ടാ ഡിഡ് വന്നെന്ന് മെൻഷൻ ചെയ്യാത്തത്? Where did you keep books? I kept. Yes. അവിടെ kept ആണ് വന്നിരിക്കുന്നത്. V2 ഫോം ആണ്. അപ്പോ ആൻസർ വരുമ്പോൾ വെർബിന്റെ ഫോം നോക്കാം. കെപ്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെപ്റ്റ് എന്ന് പറയുന്ന വെർബിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി ഏതാണെന്നറിയോ? ഡിഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഡിഡ് വന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൻസർ പാസ്റ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ പാസ്റ്റ് തന്നെ വേണം ചോദിക്കാനായിട്ട്. ഓക്കെ, തൊട്ട് മുകളിലും അതുപോലെ തന്നെ നമുക്കാണ് ഹി റീച്ച്ഡ് ഹിയർ യെസ്റ്റർഡേ. റീച്ച് അല്ല വന്നിരിക്കുന്നത്, റീച്ച്ഡ് ആണ്. സോ അതും പാസ്റ്റ് ആയതുകൊണ്ടാണ് ഡിഡ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യന്റെയും വെർബ് അല്ലെങ്കിൽ ടെൻസ് സെയിം ആയിരിക്കണം. ഓക്കെ, ഫ്യൂച്ചറിലാണെങ്കിൽ ഫ്യൂച്ചർ ടെൻസിൽ എഴുതാം, പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ്. ഓക്കെ, ആ ഒരു ഇതിൽ വേണം ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ WH ക്വസ്റ്റ്യൻ ഓക്കെ ആയി. അടുത്ത സ്ലൈഡും കൂടി ഒന്ന് കാണിച്ചു സാറേ. ക്വസ്റ്റ്യൻ വേർഡ്സ് ആണല്ലേ. വാട്ട് നമ്മൾ മാറ്ററിനാണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ചോയ്സിനാണ് യൂസ് ചെയ്യുന്നത്, വെൻ യൂസ് ചെയ്യുന്ന ടൈമിനാണ്, വൈ ഫോർ റീസൺസ്, വെയർ ഫോർ പ്ലേസസ്, ഹൂ ഫോർ പേഴ്സൺ ആൻഡ് ഹൗ ഫോർ ദി പ്രോസസ്.
ഹൗ ഇസ് ദ പ്രോസസ് നമ്മൾ ചോദിക്കില്ല. അപ്പോൾ WH ക്വസ്റ്റ്യൻ വന്നാൽ എപ്പോഴും എന്ത് ചെയ്യുക, അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ആൻസർ എന്താണോ അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആണോ നമുക്ക് കൊടുക്കേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്യുക. ടൈം ആണോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇനി വല്ല നമുക്ക് ടൈം ആണോ തന്നിരിക്കുന്നത്, ഏതെങ്കിലും വ്യക്തിനെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അതനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ടെൻസ് നോക്കുക. ടെൻസിനനുസരിച്ചിട്ട് അവിടെ വന്നിരിക്കുന്ന ഓക്സിലറി സബ്ജക്ട് അതേപോലെ യു ആയിരിക്കും കോമൺലി. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്ന വെർബ് ഏതാന്ന് വെച്ചാൽ അതും കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ WH ക്വസ്റ്റ്യൻ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫയർ പോരട്ടെ. വി ആർ മൂവിങ് ടു നെക്സ്റ്റ് സെക്ഷൻ. യെസ്, റിപ്പോർട്ട് സ്പീച്ച്. ഓക്കെ ടീച്ചറെ, എല്ലാവർക്കും ഡൗട്ട് ഒരേപോലെ പലരും പേടിയോടെ കാണുന്ന ഒന്നായിരിക്കും റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത് അല്ലേ? ഒരു പേടിയും ഒരു ടെൻഷനും വേണ്ടതാ. ഈ കാണുന്ന ഇപ്പോ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു സ്ലൈഡിലെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. യെസ്, ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗം പ്രശ്നങ്ങൾ തീർന്നു തന്നെ നമുക്ക് 3/4 തന്നെ തീർന്നു. നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ 3/4 ഓഫ് our problems related to reported speech will be തീർന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ടെൻസിന്റെ ചേഞ്ചസ് ആണ് നോക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമുക്ക് സെന്റൻസ് വരുന്നതെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ആ വരുന്ന സെന്റൻസിനെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരെ സിമ്പിൾ പാസ്റ്റിലോട്ടായി മാറും. അപ്പോൾ സിമ്പിൾ പ്രസന്റിൽ വരുന്ന സെന്റൻസ് അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം, അതിലെ ഫോർമാറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം. ഇപ്പൊ വെർബിന്റെ V1 ഫോം ആണ് വന്നിരിക്കുന്നത്. സബ്ജക്ട് പ്ലസ് V1 ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ടെൻസ് ആയിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അതിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരെ V1 എന്നുള്ളത് എന്താകും? V2 ആകും. പിന്നെ സബ്ജക്റ്റിൽ വരുന്ന മാറ്റം നമുക്ക് ലാസ്റ്റ് പറയാം അല്ലെ, ഓരോ പ്രൊനൗൺസിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ വെർബിന്റെ മാറ്റം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. തന്നിരിക്കുന്ന സെന്റൻസിൽ V1 ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരെ എന്താകും? V2 ആകും. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ സാം ആർ പ്ലസ് വെർബ് പ്ലസ് ING ഈ ഒരു ഫോർമാറ്റ് ഉണ്ടോ നോക്കാം. ഈ സാം ആർ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. ഏത് കണ്ടിന്യൂസ് ആണെങ്കിലും ING ആയിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ ഓക്സിലറി വെർബായ ഈ സാം ആർ ഉണ്ടാകും. ഓക്കെ, അങ്ങനെ ഈ സാം ആർ പ്ലസ് വെർബ് പ്ലസ് ING മോഡിൽ വരുന്ന സെന്റൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നത് വാസ് ഓവർ പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അപ്പൊ ഈ സാം ആർ എന്നുള്ളത് മാത്രം അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്താക്കാം? വാസ് അല്ലെങ്കിൽ വേർ എന്നാക്കാം. ആണ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആയിരുന്നു എന്നാകും. ഓക്കെ, അപ്പൊ ഈ സാം ആറ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നേരെ എന്താക്കാം? പാസ്റ്റ് അല്ലെങ്കിൽ വേർ. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ചേഞ്ച് ഇൻടു പാസ്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? അതിപ്പോ എങ്ങനെയാണ്? എസ് പ്ലസ് ഹാവ് ഓർ ഹാസ് വരും. പെർഫെക്റ്റ് വരുമ്പോൾ അവിടെ ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഫോം ആണ് വരുന്നത്. പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും വരെ. ഇതായിരിക്കും അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ. അതുപോലെ ആ ഒരു പ്രസന്റ് പെർഫെക്റ്റ് മാറുന്ന എന്തിലേക്കാണ്? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്. സിമ്പിൾ ആണ്. ആ ഹാസ് ഓർ ഹാവിന്റെ സ്ഥലത്ത് ബാക്കി സ്ഥാനത്ത് നേരെ നമ്മൾ എന്ത് ചെയ്യുക? ഹാഡ് ചേർക്കുക. ഓക്കെ, അത് ഏത് സെന്റൻസ് ആണെങ്കിലും ഹാസ് ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരെ എന്താക്കാം? ഹാഡ് ആക്കാം. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇതേപോലെ തന്നെയാണ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ING ആണ്. പക്ഷേ ഇവിടെ പെർഫെക്റ്റ് വന്നതുകൊണ്ട് നമ്മൾ ബീൻ ആഡ് ചെയ്യണം. ആൻഡ് ഹിയർ when we change it into report speech ലോട്ട് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടാണ് മാറുന്നത്. അതായത് ഓൾമോസ്റ്റ് എല്ലാ പ്രസന്റൻസും നേരെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പാസ്റ്റിലോട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ചേഞ്ച് into പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെയും ചേഞ്ച് പ്രത്യേകിച്ചൊന്നുമില്ല. പാർവതി ഹാസ് ഹാവ് എടുത്ത് മാറ്റിയിട്ട് അവിടെ എന്താക്കാം? ഹാർഡ് ആക്കാം. ബാക്കി ബീൻ പ്ലസ് ING അതെല്ലാം അതേപോലെ തന്നെ. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് വന്നാലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നാലും അതില് ഹാസ് ഹാവ് ബീൻ പ്ലസ് ING അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ടെൻസിൽ വരുന്ന സെന്റൻസിന്റെ ഹാസ് ഹാവ് എടുത്ത് അങ്ങോട്ട് കളഞ്ഞിട്ട് അവിടെ എന്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ നമ്മുടെ 4 ചേഞ്ച് ഇൻ ടെൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോലെ ടീച്ചർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ പാസ്റ്റ് ടെൻസ്. ഓക്കെ, പാസ്റ്റ് ടെൻസിൽ ആകെ 2 ചേഞ്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. സിമ്പിൾ പാസ്റ്റ്, അതായത് തരുന്ന സെന്റൻസിൽ വെർബിന്റെ V2 ഫോം ആണെങ്കിൽ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3 ആവും. അതായത് സിമ്പിൾ പാസ്റ്റ്. നേരത്തെ നമ്മൾ പ്രസന്റിലെ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് പാസ്റ്റിലായിരുന്നു. അപ്പൊ പിന്നെ പാസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ ആരും പ്രസന്റിൽ കൊണ്ടൊന്ന് റിപ്പോർട്ട് ചെയ്യില്ല. പാസ്റ്റിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആകും. അതായത് V2 ചേഞ്ച് into ഹാഡ് പ്ലസ് V3. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ്, അതായത് വാസോ വേർ പ്ലസ് ING വരും. ഓക്കെ, അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഒരു ബീൻ എക്സ്ട്രാ വരില്ല ടീച്ചറെ. ഹാഡ് ബീൻ ചേർക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് ഓവർ പ്ലസ് ING ആണ് തരുന്ന സെന്റൻസ് എങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നത്
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ടാണ്. അതായത് ഹാർഡ് ബീൻ പ്ലസ് ഐ എൻ ജി, വാസോ വേറെടുത്ത് മാറ്റാം, എന്നിട്ട് ഹാർഡ് ബീൻ ആഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. വാസോ വേറെടുത്ത് മാറ്റിയിട്ട് അവിടെ എന്താ ആഡ് ചെയ്യാം? ഹാർഡ് ബീൻ ആഡ് ചെയ്യാം. അതുപോലെ ഇനി ലാസ്റ്റത്തെ രണ്ടെണ്ണം ഒരു ചേഞ്ചും ഇല്ല. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ, അതായത് ഹാർഡ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഹാർഡ് പ്ലസ് V3 തന്നെ. ഹാർഡ് ബീൻ പ്ലസ് ഐ എൻ ജി വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാർഡ് ബീൻ പ്ലസ് ഐ എൻ ജി. അതില് ഒരു ചേഞ്ചും ഇല്ല. പ്രൊനൗൺസിലും ടൈമിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. അതല്ലാതെ അതിൽ ഒരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും there is no change, it remains same. ഓക്കെ ആണല്ലോ പാസ്റ്റിന്റെ കാര്യം. നെക്സ്റ്റ് ഇനി ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചറിൽ പ്രത്യേകിച്ച് നമുക്ക് വലിയ മാറ്റങ്ങൾ, പ്രൊനൗൺസിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടാവും. അതുകൂടാതെ ടൈമിലൊക്കെ വരുന്ന ടുമാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന മാറ്റം ഉണ്ടാവും. അതുകൂടാതെ പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിൽ ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി വെർബ്സ് ആണ്. ഓക്കെ, വില്ല് വുഡ് ആവും, അതുപോലെ ഷാല് ഷുഡ് ആവും, ക്യാൻ കുഡ് ആവും, മേ മൈറ്റ് ആവും. ഈ ഒരു ഫ്യൂച്ചർ ടെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആണ് ശരി, സ്റ്റേറ്റ്മെന്റ് ആണ് ശരി, ഈ പറയുന്ന വേർഡ്സ് വിൽ, ഷാൾ, ക്യാൻ, മേ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നേരെ അതിന്റെ പാസ്റ്റിലോട്ടാക്കാം. വില്ലാണെങ്കിൽ വുഡ്, ഷാളാണെങ്കിൽ ഷുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ്, മേ ആണെങ്കിൽ മൈറ്റ്. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, വെരി നൈസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. ഇനി ചേഞ്ച് ഓഫ് ടൈം ഓർ പ്ലേസ്. നമുക്ക് കുറെ ചേഞ്ച് ഇൻ ടൈം ഓർ പ്ലേസ്, അതൊന്നുമില്ല. ആ ഒരു നിയർനെസ് ഓഫ് ദ ടൈം ഓർ ദ പ്ലേസ് അത് നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ ഡയറക്ട് സ്പീച്ച് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറുമ്പോൾ എങ്ങനെയാകും എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ നോക്കേണ്ടത്. സോ നെക്സ്റ്റ് സ്ലൈഡ്സ് ദോ. ഓക്കെ, സോ നൗ ദെൻ നൗ, എഗോ ബിഫോർ ആകും, ദിസ് ദാറ്റ് ആകും, ദീസ് ദോസ് ആകും, അതുപോലെ ഹിയർ ദേർ ആകും, ടുഡേ ദാറ്റ് ഡേ ആകും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്സ്. ലാസ്റ്റ് നൈറ്റ് ദ പ്രീവിയസ് നൈറ്റ് ആവും. ഓക്കെ, ലാസ്റ്റ് വീക്ക് ദ പ്രീവിയസ് വീക്ക്, നെക്സ്റ്റ് ഇയർ ദ ഫോളോയിങ് ഇയർ. ഓക്കെ, നെക്സ്റ്റ് ഇയർ നമ്മൾ നെക്സ്റ്റ് ഇയർ എഴുതരുത്, ഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ദ ഫോളോയിങ് ഇയർ എന്ന് പറഞ്ഞ് എഴുതുക. ടുമോറോ ദ നെക്സ്റ്റ് ഡേ, അതുപോലെ യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ. അപ്പൊ ഇതേപോലെയുള്ള ടൈം മെൻഷൻ ചെയ്ത് നമ്മൾ തരുന്ന സെന്റൻസിൽ, അത് ക്വസ്റ്റ്യൻ ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ ഈ പറയുന്ന വേർഡ്സ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരെ അവിടെ പറഞ്ഞിരിക്കുന്ന ഇതിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ടുമാറോ ആണെന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ഡേ എന്നാക്കാം.
ഓക്കെ, അപ്പൊ ബാക്ക് ടു ദ വീഡിയോ അല്ലേ ടീച്ചറെ? യെസ്. ഓക്കെ, അപ്പോൾ വൈ ആർ യു ക്രൈങ് അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ആയത്. അപ്പോൾ അതിന്റെ ടെൻസ് ഒന്ന് വേഗം പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് അതില് ഓക്സിലറി വെർബ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം, വെർബിന്റെ ഫോം നോക്കാം. അത് വെച്ചിട്ട് ഹെൽപ്പിംഗ് വെർബിന്റെയും മെയിൻ വെർബിന്റെയും ഫോം നോക്കിയിട്ട് ഒന്ന് വേഗം അതൊന്ന് കമന്റ് ചെയ്ത് മക്കളെ. വേഗം ആയിക്കോട്ടെ, ഏതാണ് ടെൻസ് എന്നുള്ളത്? വേഗം ആയിക്കോട്ടെ നോക്കട്ടെ. ഓക്കെ, പെട്ടെന്ന് കമോൺ. യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ? വൈ ആർ യു ക്രൈയിങ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്ന സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ചേഞ്ച് ഇൻടു പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട സംഭവങ്ങളൊക്കെ മാക്സിമം ബിഗിനിങ് അവർ തന്നിട്ടുണ്ടോ? ഫ്രണ്ട് ആസ്ക്ഡ് ടു വാങ്ക. ഓക്കെ, ഫ്രണ്ട് ആസ്ക്ഡ് വാങ്ക എന്ന് പറഞ്ഞിട്ട് ബിഗിനിങ് ലൈൻ നമുക്ക് തന്നിട്ടുണ്ടാവും. നമുക്കപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം റിപ്പോർട്ട് അവിടെ ചെയ്താൽ മതി. അപ്പൊ വൈ ആർ യു ക്രൈയിങ് എന്നുള്ളത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേർഡിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം കറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ് അവിടെ ഇപ്പൊ വൈ ആണ് വന്നിരിക്കുന്നത്, അപ്പൊ വൈ എടുത്ത് ചെയ്താൽ. അതല്ല വാട്ട് ആണ് വന്നിരിക്കുന്നതെങ്കിൽ വാട്ട് യൂസ് ചെയ്യാം, ഹൂ ആണെങ്കിൽ ഹൂ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വെൻ ആണെങ്കിൽ വെൻ യൂസ് ചെയ്യാം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആണോ വന്നിരിക്കുന്നത് അത് അതേപോലെ തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, ഫ്രണ്ട് ആസ്ക്ഡ് വാങ്ക വൈ. പിന്നെ എന്താണ്? ആർ യു ക്രൈയിങ് എന്നാണ് വന്നിരിക്കുന്നത്. അതിനെ നമ്മളൊന്ന് സെന്റൻസ് ആക്കി എഴുതുമ്പോൾ യു ആർ ക്രൈയിങ് എന്നാകും അല്ലെ? അപ്പൊ യു ആർ ക്രൈയിങ് എന്നുള്ളതിനെ നമ്മൾ എന്താക്കാൻ പോകണം? റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരെ എന്താകും? പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. അപ്പൊ വൈ യു എന്നുള്ളത് ചേഞ്ച് ചെയ്യും, അതായത് പ്രനൗൺ ചേഞ്ച് ചെയ്യും. യു എന്നുള്ളത് ഒന്നുകിൽ ഹി ആകും അല്ലെങ്കിൽ ഷീ എന്നാകും. അവിടെ നമുക്ക് തരുന്ന ആ വ്യക്തിയുടെ ജെൻഡറിനനുസരിച്ചിട്ട് ഒന്നുകിൽ ഹി ആകും അല്ലെങ്കിൽ ഷീ ആകും. അപ്പൊ വൈ ഷീ ഓ ഹി. ഓക്കെ, പിന്നെ ഹി ഓ ഷീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് വാസ് ക്രൈയിങ് എന്ന് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, അതിന് വാങ്ക റിപ്ലൈ കൊടുക്കുന്നത് ഏതാണെന്ന് നോക്കി. മൈ മാസ്റ്റർ ഹാസ് ബീറ്റൺ. ഹാസ് ബീറ്റൺ എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാസ് ബീറ്റൺ എന്നുള്ളത്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്ന സെന്റൻസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? പാസ്റ്റ് പെർഫെക്റ്റ് ആകും. അപ്പൊ വാങ്ക റിപ്ലൈഡ് എന്താ പറയുന്നത്? മൈ മാസ്റ്റർ എന്നുള്ളത് വാങ്ക പറയുന്ന കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹിസ് മാസ്റ്റർ എന്നാകും. ഹിസ് മാസ്റ്റർ ഹാഡ് ബീറ്റൺ മീ എന്നുള്ളത് ഹിം എന്നാകും. ഓക്കെ, അപ്പൊ ഹിസ് മാസ്റ്റർ ഹാഡ് ബീറ്റൺ. പിന്നെ അതുപോലെ തന്നെ എടുത്ത് എഴുതാൻ ടീച്ചറെ വിത്ത് അത് അതേപോലെ തന്നെ എടുത്ത് എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ ജോൺ ഡു യു റിമെമ്പർ മീ. അത് ഹെൽപ്പിംഗ് വെർബിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഡു യു റിമെമ്പർ മീ. അപ്പൊ ഹെൽപ്പിംഗ് വെർബ് ഈ സം ആർ WH ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ വേർഡിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ഈ ഫോർ വെദർ വെച്ചിട്ട് വേണം നമ്മളത് കൊടുക്കാനായിട്ട്. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഹെൽപ്പിംഗ് വെർബിലായിരിക്കും. ഈ സം ആർ വാസ് വർ ഹാസ് ഹാവ് ഹാഡ് ഡു ഡിഡ് ഡസ് വിൽ ഷാൾ മേ ക്യാൻ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഹെൽപ്പിംഗ് വെർബ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതേപോലെ WH വേർഡ്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ക്വസ്റ്റ്യൻ വേർഡ്. ആ ക്വസ്റ്റ്യൻ വേർഡ് അതേപോലെ തന്നെ എടുത്ത് എഴുതാം. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ക്രോണിൻ. ഓക്കെ, മിസ്റ്റർ ജോൺ ക്രോണോട് ചോദിക്കാണ് ഇഫ് ഓർ വെദർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യും, ഒന്നുകിൽ ഇഫ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യുക. ഇനി ഡു യു റിമെമ്പർ മീ. ഡു എന്ന് പറയുന്നത് പ്രസന്റ് ഫോം ആയതുകൊണ്ട് തന്നെ റിമെമ്പർ ഡു സാധാരണ നമ്മൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. സോ ദ ഗിവൺ സെന്റൻസ് ഈസ് ഇൻ സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആകും. അപ്പോൾ ഡു യു റിമെമ്പർ മീ എന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ വേർഡിന് പകരമാണ് നമ്മൾ ഇവിടെ ഇഫ് ഓർ വെദർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ഡോക്ടർ ക്രോണിൻ ഇഫ് ഓർ വെദർ. യു എന്നുള്ളത് ഹി എന്നാകും. റിമെമ്പർ എന്നുള്ളത് V1 ആണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിമെമ്പേർഡ്. ഹി റിമെമ്പേർഡ് ഹിം. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഡോക്ടർ ക്രോണിൻ റിപ്ലൈ കൊടുക്കുന്നത് ഐ ഹാവ് നെവർ സീൻ യു ഇൻ മൈ ലൈഫ്. അപ്പൊ അതെങ്ങനെയാവും ടീച്ചറെ? ഹാവ് സീൻ ആണ് വന്നിരിക്കുന്നത്. ഹാവ് സീൻ എന്ന് പറയുമ്പോൾ തന്നെ അതെന്തായി? പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്ന സെന്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്. സോ ഡോക്ടർ ക്രോണിൻ റിപ്ലൈഡ് ദാറ്റ് he had never seen them. I have never seen എന്നുള്ളത് നേരെ he had never seen him in his life. Okay, great.
അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇതും അതേപോലെ തന്നെയാണ്, ബാക്കിയുള്ള കാര്യങ്ങളും സെയിം അതേപോലെ തന്നെ. ടെൻസിൽ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് എന്താണോ അത് വെച്ച് എഴുതുക. ബാക്കി ആ സെന്റൻസിനെ ഏത് ടെൻസിലോട്ടാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ടെൻസിലോട്ട് തന്നെ ആ സെന്റൻസിനെ കൊണ്ടുവരാം, ആ സെന്റൻസിന്റെ ഫോർമാറ്റിലോട്ട് കൊണ്ടുവരാം. ഇനി എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഫോർ വെദർ കൊടുക്കുക, അതിനുശേഷം ആ സെന്റൻസിന്റെ ഏത് ടെൻസിലോട്ടാണോ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ആ ടെൻസിലേക്ക് ആ സെന്റൻസ് കൊണ്ടുവരാം. ഓക്കെ, ഇനി നമ്മൾ കോൺവെർസേഷൻസ് ആണ് നമ്മുടെ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ എന്തായിരിക്കും? ഫ്രണ്ട് യു ലുക്ക് റിയലി സാഡ് ഡാഷ്. ഇനി നമ്മൾ ഫിൽ ചെയ്ത് പോയി എന്തായിരിക്കും നെക്സ്റ്റ് വരാം? യു ലുക്ക് റിയലി സാഡ്. യു ലുക്ക് റിയലി. ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട്, കോമ കഴിഞ്ഞിട്ടാണ് ഹൈഫൺ, ഹൈഫൺ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് കോമ, കോമ കഴിഞ്ഞിട്ട് ഡാഷ് ആൻഡ് ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാർവതി അവിടെ കൊടുക്കേണ്ടത് എന്താണ് മക്കളെ? ഒന്ന് പറഞ്ഞേ വേഗാവട്ടെ. കമോൺ, എന്താണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്? അതെ, ഡോണ്ട് യു ആണ് കൊടുക്കേണ്ടത് നമ്മൾ. ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസിലെ ഹെൽപ്പിംഗ് വെർബ് ഏതാണോ അത് ഐഡന്റിഫൈ ചെയ്യുക, അത് അതേപോലെ എടുത്ത് എഴുതുക. ദെൻ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗിന്റെ കൂടെ നോട്ട് ചേർക്കുക. തന്നിരിക്കുന്ന സെന്റൻസിൽ നോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നോട്ട് ഉണ്ടെങ്കിൽ ടാഗിന്റെ കൂടെ നമ്മൾ അത് ചേർക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഹെൽപ്പിംഗ് വെർബ് തന്നിട്ടില്ല. ഇല്ല. യു ലുക്ക് റിയലി സാഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കാതിരിക്കാൻ പറ്റുമോ? നോ. അപ്പൊ അവിടെ ഹൈഡ് ചെയ്ത് കിടക്കുന്ന ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. മെയിൻ വെർബ് എടുക്കുക, മെയിൻ വെർബിന്റെ ഫോം നോക്കുക. V1 ഫോം ആണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഡു ആയിരിക്കണം. V2 ഫോം ആണെങ്കിൽ ഇപ്പൊ ലുക്ഡ് എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഡിഡ് ആയിരിക്കണം. ഇനി ലുക്സ് വെർബിന്റെ എസ് ഫോം ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുക ഡെസ് ആയിരിക്കും. അപ്പോൾ ഓക്സിലിയറി വെർബ്, ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ ഡു, ഡിഡ്, ഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ യു ലുക്ക് റിയലി സാഡ് എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരേണ്ടത് ഡോണ്ട് യു. അവിടെ ലുക്ക് ആയതുകൊണ്ട് പ്രസന്റ് ഫോം ആയതുകൊണ്ട് ഡു, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നോട്ട് ചേർത്തിരുന്നത് ഡോണ്ട് യു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പറയാം. മാർത്ത, യെസ് ഐ നെവർ തോട്ട് ഐ ഷുഡ് പേ ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. പെട്ടെന്ന് പറഞ്ഞു പോയേ, ABCD എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടുപോയിക്കോ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫ്രണ്ടിന്റെ റിപ്ലൈ എന്തായിരിക്കും ടീച്ചറെ? എന്തായാലും ചോദ്യം ചോദിക്കുന്നുണ്ട്, അതിന് മറുപടി ആയിട്ട് മാർത്ത പറയുന്നത് നോ ഐ വോണ്ട് ഗെറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ദിസ് ഇയർ. അപ്പൊ നോ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗ് അല്ല. ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഒരു കോമ ഉണ്ടാവും, കോമ തന്നിട്ടായിരിക്കും നമുക്ക് എഴുതാൻ തരാം. അപ്പൊ ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പൊ അത് എങ്ങനെ എഴുതും? വെരി ഗുഡ്, വന്നിട്ടുണ്ട്. വിൽ യു നമുക്ക് ഏത് സിറ്റുവേഷനിലും എസ് ഓർ നോ ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ താഴെ തന്നിരിക്കുന്ന സെന്റൻസിലെ ഹെൽപ്പിംഗ് വെർബ് ഏതാന്ന് നോക്കാം. ആ ഹെൽപ്പിംഗ് വെർബ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് എഴുതാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യം എടുത്ത് എഴുതാം. അവിടെ ഐ എന്നുള്ളത് നേരെ യു ആക്കാം. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ യു എന്ന് പറയുന്ന പ്രൊനൗൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആണ് they can take such decisions as they please. അപ്പൊ താഴെ ഫ്രണ്ട് എന്തായിരിക്കും പറയാം? ഫ്രണ്ട് എന്തോ ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവർക്ക് അങ്ങനെ ഡിസിഷൻസ് ഒക്കെ അവരുടെ ഇഷ്ടത്തിന് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ അവിടെ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അല്ലെ. ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? അവിടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അവിടെ എസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ ഉണ്ടാവും. അപ്പൊ അവിടെ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എന്തായിരിക്കും? യെസ്, വേഗം പോരട്ടെ, കമന്റ്സ് പോരട്ടെ. അവിടെ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? യെസ്, how can they take such decisions? Okay, how can they take such decisions? Okay, അപ്പൊ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെ അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നു. they can take decisions as they please, അതായത് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് തീരുമാനിക്കാം. ബിക്കോസ് ദാറ്റ് മാനേജ്മെന്റ് അങ്ങനെയാണ്, മാനേജ്മെന്റിന്റെ തീരുമാനമാണ്. ഇനി അടുത്ത നോക്കി, ഫ്രണ്ട് എന്തോ ചോദിക്കുന്നു, അതിന് മറുപടി ആയിട്ട് മാർത്ത പറഞ്ഞു ഐ ക്യാൻ പേ ദ എമൗണ്ട് ദി ഡിമാൻഡ്. ഐ ക്യാൻ't പേ ദ എമൗണ്ട് ദേ ഡിമാൻഡ്. അവിടെ നോ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരാ? അവിടെ തന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? ആൻസർ എന്ത് വരും? they can approach the grandfather. അത് കൊടുത്തിട്ടുണ്ട് ടീച്ചറെ. if you ask him. ഇനിയിപ്പോ അടുത്തല്ലേ നമ്മൾ നോക്കേണ്ടത്? ഓക്കെ, ഓൾറെഡി നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയാം. അവിടെ തന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് ക്യാൻ ആണ്. അപ്പൊ ക്യാൻ യു പേ ദ എമൗണ്ട് ദേ ഡിമാൻഡ്. ഓക്കെ, ഓൾറെഡി കറക്റ്റ് ആൻസർ മക്കൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. ആൻഡ് ദെൻ വി ആർ മൂവിംഗ് ടു നെക്സ്റ്റ്, ദാറ്റ് ഈസ് ഈഫ് ക്ലോസ് ആണ്. അവിടെ നോക്കാട്ടാ, ദേ യു ക്യാൻ അപ്രോച്ച് ഗ്രാൻഡ് ദെൻ യു ക്യാൻ അപ്രോച്ച് ഗ്രാൻഡ് ഫാദർ. അപ്പൊ എമൗണ്ട് അടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ നിന്റെ ഗ്രാൻഡ് ഫാദറിനെ ചോദിക്കും. സജഷൻ പറയാണ്. ഇഫ് യു ആസ്ക് ഹിം, നീ ചോദിക്കുകയാണെങ്കിൽ
ഇഫ് യു ആസ്ക് അവിടെ ഇഫ് ക്ലോസിന്റെ കൂടെ ഫസ്റ്റ് വെർബിന്റെ V1 ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കും വരാ? ഇഫ് യു ആസ്ക് ഹിം എന്തായിരിക്കും വരാ ഒന്ന് പറഞ്ഞേ. ഇഫ് യു ആസ്ക് ഹിം കഴിഞ്ഞിട്ട് എന്തായിരിക്കും വരാ? He will give the money. Yes, he will give the money. Very nice, very good. He will give the money. Super, അടിപൊളിയായിട്ടാ. അപ്പോ if clause പിള്ളേര് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. Then you had better കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ തന്നിട്ടില്ല. അതിന് താഴെ കിടക്കുന്ന ഡയലോഗ് നോക്കാം. Yes, I am thinking of complaining to the higher authorities. അവിടെ എന്ത് വെർബ് ആയിരിക്കും കൊടുക്കേണ്ടത്? അവിടെ ഏതായിരിക്കും ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട വെർബ്? I am thinking of complaining to the higher authorities. Okay, so അപ്പോൾ അവിടെ എന്ത് വരണം? യു ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ എന്ത്? യെസ്, കംപ്ലൈൻ. യു ഹാഡ് ബെറ്റർ കംപ്ലൈൻ ടു ഹയർ അതോറിറ്റി. സൂപ്പർ, അടിപൊളിയായിട്ട് മക്കൾ ചെയ്തിട്ടുണ്ട്. ഇഫ് ക്ലോസ് ഓൾമോസ്റ്റ് എല്ലാരും കവർ ആയില്ല ടീച്ചറെ. ഇഫ് ക്ലോസും ഓക്കെ ആയിട്ടുണ്ട്, WH ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഗ്രാമറും അവർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഗ്രാമറും നമ്മൾ ഫ്രേസൽ വെർബ്സ് ബാക്കി. യെസ്, ഫ്രേസൽ വെർബും കൂടി ഉണ്ട് അല്ലേ? ഫ്രേസൽ വെർബും കൂടി ബാക്കിയുണ്ട്. ഓക്കെ സർ, നെക്സ്റ്റ് സ്ലൈഡ് സർ. ഫ്രേസൽ വെർബിന്റെ സ്ലൈഡ് ഇടാം. അത് വേണ്ട, ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് സർ. ഓക്കെ, ഫ്രേസൽ വെർബ്. ഓക്കെ, അപ്പൊ ഒരു വെർബ് പ്ലസ് പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ആഡ്വർബ് വരുമ്പോഴാണ് അതൊരു ഫ്രേസൽ വെർബ് ആവുന്നത്. ഫ്രേസ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നിൽ കൂടുതൽ, നോട്ട് എ സെന്റൻസ് ബട്ട് എ സ്മോളർ സെന്റൻസ്. ഭയങ്കര ചെറിയൊരു സെന്റൻസിനാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത് ടീച്ചറെ. അപ്പൊ ഫ്രേസൽ വെർബ് എന്ന് പറയുന്ന വെർബ് ഒരു ചെറിയ വിത്ത് എക്സ്ട്രാ ഒരു പ്രിപ്പോസിഷനും ആഡ്വർബും കൂടി വരുമ്പോഴാണ് അതൊരു ഫ്രേസൽ വെർബ് ആയി മാറുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡ് അപ്പ്. സോ സ്റ്റാൻഡ് അപ്പ്, അതുപോലെ സിറ്റ് ഡൗൺ, അതൊക്കെയാണ് ഇവിടുത്തെ ഫ്രേസൽ വെർബ്. ഓക്കെ, യു കെൻ സീ ദി ഇമേജറി ആസ് വെൽ. ഓക്കെ സർ, നെക്സ്റ്റ് സ്ലൈഡ്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ഫ്രേസൽ വെർബ്സ്. ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രേസൽ വെർബ്സ് ഏതൊക്കെയാണ്? കോമൺലി ചോദിച്ചു കണ്ടിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ് നമ്മളിപ്പോ കാണുന്നത്. ഓക്കെ, സോ പുട്ട് അപ്പ് വിത്ത്, അതായത് ടോളറേറ്റ് ചെയ്യുക. Take aback, be shocked or surprised. Take aback ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ സർപ്രൈസ് ആകുക. അതെ. Put across, കൺവേ ചെയ്യുക. To say something to someone. അത് ടീച്ചർ പറഞ്ഞ പോലെ ഐഡിയാസ് കൊടുക്കാതെ. Get along, go along അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് ഒരുമിച്ച് പോകുക, ഒത്തുപോകുക. Set out, അതായത് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുക, ഒരു യാത്ര തുടങ്ങുക എന്നൊക്കെ പറയുന്നത് സെറ്റ് ഔട്ട്. ഗീവ് അപ്പ്, ഞാൻ ഗീവ് അപ്പ് ചെയ്തു മീൻസ് സറണ്ടർ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അബാൻഡൻ ചെയ്തു, വിട്ടു, ഞാൻ മതി എന്നുള്ള രീതിയിൽ. അതുപോലെ കം അക്രോസ്, ഫൈൻഡ് ഓർ മീറ്റ്. അപ്പൊ ഞാനും ടീച്ചറും പുറത്ത്, സോ അപ്പൊ ഞാൻ പറയും ഐ കം അക്രോസ് ടു മീറ്റ് ടീച്ചർ യെസ്റ്റർഡേ. ഓക്കെ, അതുപോലെ ഗോ ത്രൂ എന്ന് വെച്ചാൽ എക്സാമിൻ ചെയ്യാം കെയർഫുള്ളി, നല്ല കൃത്യമായിട്ട് അത് എക്സാമിൻ ചെയ്യാം. കോൾ ഓൺ എന്ന് വെച്ചാൽ വിസിറ്റ് ഓർ ആസ്ക് ടു സ്പീക്ക്. അതുപോലെ കോൾ ഓഫ് എന്ന് പറയുമ്പോൾ ടു ക്യാൻസൽ സംതിങ്. പുട്ട് ഓൺ എന്ന് പറയുമ്പോൾ ടു വെയർ. അതുപോലെ പുട്ട് ഫോർവേഡ് എന്ന് പറയുമ്പോൾ ടു സബ്മിറ്റ്. ഓക്കെ സർ, നെക്സ്റ്റ് വൺ. അതുപോലെ പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാനാണ് അല്ലെ ടീച്ചർ? പുട്ട് ഔട്ട് ദ ഫയർ. പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഡിലേ, വൈകിപ്പിക്കുക. അതുപോലെ ഗെറ്റ് അപ്പ് എന്ന് വെച്ചാൽ സ്റ്റാൻഡ് അപ്പ്. ഗെറ്റ് ത്രൂ എന്ന് പറയുമ്പോൾ അത് ഫിനിഷ് ചെയ്തു. സെറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ടു ബിഗിൻ എ ജേർണി. അതുപോലെ ഗിവ് ഇൻ എന്ന് പറയുമ്പോൾ ഈൽഡ് അല്ലെ? അതുപോലെ ടേക്ക് ഓഫ് എന്ന് പറയുമ്പോൾ ലിഫ്റ്റ് ഓഫ്. ടേക്ക് ഓഫ്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നൊക്കെ നമ്മൾ പറയില്ലേ, മീൻസ് ഇറ്റ് ഈസ് ലിഫ്റ്റിംഗ് അപ്പ്. അതുപോലെ ഗോ ഓൺ എന്ന് പറയുമ്പോൾ ബി ഡൂയിങ് ഓർ കണ്ടിന്യൂ ടു ഡു സംതിങ്. അതെ. ഗോ ഫോർ എന്ന് പറയുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ഗോ പെട്ടെന്ന് തന്നെ പോയാൽ ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ല. അതുപോലെ ടേൺ അപ്പ് എന്ന് പറയുമ്പോൾ അപ്പിയർ, ടു അപ്പിയർ സംതിങ്. അതുപോലെ ടേൺഡ് എവേ മീൻസ് ടു ഡിനൈ ദി എൻട്രി. അതുപോലെ ടേൺ ഡൗൺ എന്ന് പറയുമ്പോൾ റിജക്ട് ചെയ്യുക, അത് വേണ്ട. സോ ഐ ടേൺ ഡൗൺ ദി ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഐ ടേൺ ഡൗൺ ദി ജോബ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഐ ഗോട്ട്. ഓക്കെ, കം അബൌട്ട് എന്ന് പറയുമ്പോൾ സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, ഹാപ്പൻ. നെക്സ്റ്റ്, ഇതെല്ലാം ഇനിയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഇതെല്ലാമാണ് സാധാരണ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ സർ, നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സസൈസും കൂടി കാണാം. ലാസ്റ്റ് എക്സസൈസ് ആണ് നമ്മുടെ ഫ്രേസൽ വെർബ് വെച്ചിട്ട് വരുന്ന ഒരു എക്സസൈസും കൂടിയാണത്. അപ്പൊ മക്കളെ, നമ്മുടെ ഫ്രേസൽ വെർബ്സിന്റെ മീനിങ് മക്കൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ആ മീനിങ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് തരുന്ന പാസേജ് വായിച്ചിട്ട് അവിടെ ഏത് ഫ്രേസൽ വെർബാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ പേന വെച്ചിട്ട് കറക്കി കുത്തേണ്ട ആവശ്യം ഇനി നമുക്കില്ല. കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ കാണിച്ചത്. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ ഫ്രേസൽ വെർബ് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ABCD എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇട്ട് പോയിക്കോ, ബിക്കോസ് എവറിഥിങ് സിമ്പിൾ ആണ്. നമുക്ക് വായിച്ചാൽ തന്നെ ഏത് ഫ്രേസൽ വെർബാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. സോ പെട്ടെന്ന് പോയേ കമോൺ. യെസ്, മിസ്റ്റർ ജോൺ, പിന്നെ അവിടെ ഡാഷ് ആണ്. മിസ്റ്റർ ക്രോണിൻ ഓൺ ബോർഡ് ദ ഷിപ്പ്.
after 25 years. Okay, Mr. അത് പറയുമ്പോ തന്നെ നമുക്ക് ആ ഡയലോഗ് ഇത് മീൻസ് അവിടെ കൊടുത്തിരിക്കുന്നതിന് തന്നെ നമ്മളൊരു നമുക്ക് example അറിയാം. പറഞ്ഞ example teacher. പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവർക്ക് അത് teacher correct ആയിട്ട് നെ അറിയാൻ കണ്ടു. പറ്റും. അപ്പൊ എന്ത് നമ്മളെ പറയാ അവിടെ? അവിടെ ഏത് phrase ഏത് പറയുമ്പോൾ ആയിരിക്കും വരാ? come across ആണോ? look Come after. across, yes, come super, across, super, come across ആയിരിക്കും So കൃത്യമായിട്ട് Mr. വരാ. John come across Mr. Cronin on board the ship after 25 years. Cronin could not dash who the man was. Give up, look after, make out, put off. അവിടെ കം അക്രോസ് ഇനി നമുക്ക് ആവശ്യമില്ല. Okay. ബാക്കിയുള്ള റിമൈനിങ് ഫ്രേസൽ വെർബ് നോക്കാം. Make out is the answer. Yes, make out. Very nice. Okay. Very nice. Could not make out who the man was. By then Mr. John had dashed all the bad habits. ഇനി ബാഡ് ഹാബിറ്റ്സിൽ നിർത്തി എന്ന് പറയുമ്പോൾ നമ്മളോട് എന്ത് വരും? Come on. Okay, give up ആണോ ലുക്ക് ആഫ്റ്റർ ആണോ പുട്ട് ഓഫ് ആണോ വരാ? എന്തായിരിക്കും വരാ? ഒന്ന് വേഗം Okay, come on, come on. സി. Okay, come on. Yes, Okay. give up വന്നിരിക്കുന്നു. Okay, very nice. And Give then up. last he and his wife dashed delinquent youth and conducted Camp camps for for them. them. അവിടെ എന്താ വരേണ്ടത്? delinquent youth. അവിടെ ലുക്ക് ആഫ്റ്റർ ആണോ പുട്ട് ഓഫ് ആണോ വരേണ്ടത്? ലുക്ക് ആഫ്റ്റർ ആണോ പുട്ട് ഓഫ് ആണോ വരേണ്ടത്? He and his wife dashed the delinquent Yes, youth. this is Yes, look look after. after. Teacher. അപ്പോൾ മക്കളെ Okay. ഫ്രേസൽ വെർബിന്റെ മീനിങ് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഏത് പാസേജ് വന്നാലും കറക്റ്റ് ആയിട്ട് Super ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും. ഓക്കെ, ആ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് ഫ്രേസൽ വെർബാണോ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് കിട്ടും ടീച്ചറെ. Yes, സോ നോ മാറ്റർ, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. അപ്പോൾ ഫ്രേസൽ വെർബും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമറും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും എസ്എൽസി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഗ്രാമറും നമ്മൾ പിന്നെ കൊടുത്തിരിക്കുന്ന എക്സസൈസുകളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതോർത്ത് നമുക്ക് പേടിക്കേണ്ട. എവറിത്തിങ് ഇസ് സെറ്റ് ഫോർ ദി എക്സാം അല്ലേ? എന്താ പറയാ, നമ്മുടെ റൈറ്റിംഗ് സെക്ഷൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള റൈറ്റിംഗ് സെക്ഷനും അത് അപ്രീസിയേഷൻ ആണെങ്കിലും ശരി, ഡയറി എൻട്രി ആണെങ്കിലും ശരി, ന്യൂസ് റിപ്പോർട്ടർ ആണെങ്കിലും ശരി, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്ലസ് നമ്മുടെ ഗ്രാമർ സെക്ഷനും ഓൾമോസ്റ്റ് എല്ലാനും തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി എല്ലാ മക്കളും എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കി നാളെ അടിച്ചു പൊളിച്ച് സൂപ്പർ ആയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് ടെൻഷൻ ഒന്നും വേണ്ട, എല്ലാവരും എല്ലാം പഠിച്ച് സെറ്റാണ്, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ടെൻഷൻ ഒന്നും വേണ്ട, സൂപ്പർ ആയിട്ട് എക്സാം തകർത്തിട്ട് വരാം. ഓക്കെ ഓക്കെ ഗൈസ്, ഹാവ് എ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. Thank you so much for being with us. Yes, Thank you. thank you. Good night guys, good night.